ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. സന്തോഷം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ആ വിഷയത്തിൽ നമ്മളെയൊക്കെ പരാമർശിക്കാൻ എന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് വന്ന് നമ്മളുടെ ജിഹാദി കുഞ്ഞുങ്ങളുടെ ആ ഒരു ഉദ്യമം അത് കണ്ടിട്ട് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തു എന്നുള്ളൊരു സന്തോഷം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പേര് അവർ പറഞ്ഞിട്ടില്ല. അതായത് ചിത്രത്തിൽ 3 പേരുടെ ചിത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തംബ്നെയിലിൽ. അതായത് 1 നമ്മളുടെ ജബ്ബാർ മാഷിൻ്റെ ചിത്രം, 2 ലിയാഖത്ത് അലിയുടെ ചിത്രം, 3 എൻ്റെ ചിത്രമാണ്. പക്ഷേ ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാലും എൻ്റെ പേര് അവർ പരാമർശിക്കുന്നില്ല. പകരം പേര് പോലും പറയാൻ കൊള്ളാത്ത വ്യക്തി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് നമ്മൾ പറഞ്ഞത് അവർക്ക് പരാമർശിക്കേണ്ടി വരികയാണ്. എന്തു തന്നെയായാലും അങ്ങനെയെങ്കിലും നിങ്ങൾ ആ സ്ഥലത്ത് ഉൾക്കൊള്ളിച്ചല്ലോ, ചിത്രത്തിലെങ്കിലും. അത് മുഖം ബ്ലർ ചെയ്യാതെ. അതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ 3 തരത്തിലുള്ള സന്തോഷങ്ങളാണ് എനിക്കിന്ന് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖാംബോ ഖുഷ് ഹുവ എന്ന് പറയുന്നത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ, ഒരു ബോണസ് സന്തോഷം എന്ന് പറയുന്നത്, അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത് ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് എന്നും കോളും മെസ്സേജും ഒക്കെ തന്നെയാണ്. നന്ദിയുണ്ട് ആരിഫ് ക, ഇങ്ങനെ നിങ്ങൾ കാരണം മതം വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള 100 കണക്കിന് കോളും മെസ്സേജും നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ചില കോളുകൾ വന്നത്, അത് നന്ദി പറച്ചിൽ. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ വീഡിയോ കണ്ടപ്പോഴാണ് കാര്യം കുറച്ചും കൂടിയും ഇത് ഒന്നിനും കൊള്ളാത്ത സാധനമാണല്ലേ എന്ന് മനസ്സിലായത് എന്ന് വരെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നറിയുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എന്തിനാണ് ഈ വിമർശനങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഗതികൾ, നമുക്ക് പറയാനുള്ള സംഗതികൾ വിശ്വാസികളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. മോനെ വാട, ഇതാണ് ഇതിൻ്റെ പ്രശ്നം, നീ ഇതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പൊയ്ക്കോളൂ, എന്നിട്ട് കലിമ ഇപ്പുറത്ത് ഊരി വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഈ പണി എടുക്കുന്നത്. ആളുകൾ കേൾക്കുന്നു, നമ്മളൊക്കെ എങ്ങനെയാണോ ഇത് കേട്ടത് അതേപോലെ കേൾക്കുന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ ജാക്കിർ നായിക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു നടന്നിരുന്ന എനിക്ക്, ജാക്കിർ നായിക്ക് പോട്ടെ, നമ്മുടെ ഒരു മല്ലു ജാക്കിർ നായിക്ക് ഉണ്ടല്ലോ, നമ്മുടെ എം അക്ബർ, സ്നേഹസംവാദം കണ്ടു നടന്നിരുന്ന ആളാണ് ഞാൻ. ആ CD ഒക്കെ വാങ്ങിച്ചൊക്കെ കേട്ടും അതുപോലെയൊക്കെ നീച്ച് ഓഫ് ട്രൂത്തിൻ്റെയൊക്കെ വലിയ ഒരു ആരാധകൻ. അങ്ങനെ നടന്നിരുന്ന സമയത്ത് ആ വീഡിയോ നമ്മൾ കാണുന്ന മുറയ്ക്ക് യൂട്യൂബിലൂടെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അൽഗോരിതത്തിൽ പിടിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വരുന്നു. യൂട്യൂബിലൂടെയൊക്കെ തന്നെ പ്രധാനമായിട്ടും, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാൻ കിട്ടും. അങ്ങനെ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ജബ്ബാർ മാഷ് പരിചയപ്പെടുന്നു, മാഷ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നു. ആദ്യമൊക്കെ മാഷോട് വലിയ എതിർപ്പ്, ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത്, ഇങ്ങേരത് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്നു. വലിയൊരു ദേഷ്യമൊക്കെ അന്ന് ഉണ്ടാകുന്നു. പക്ഷേ എന്നാലും ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എം അക്ബർ പറയുന്ന മണ്ടത്തരങ്ങൾ ഒരു വശത്ത്, ജാക്കിർ നായിക്ക് പറയുന്നത് വേറെ വശത്ത്, യൂസുഫ് ഫെസ്റ്റസ് എന്ന് പറയുന്ന ആൾ പറയുന്നത് വേറെ വശത്ത്, പിന്നെ അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ആൾ വേറെ വശത്ത്. ഇങ്ങനെ ഓരോരോ മണ്ടന്മാർ വന്നിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിമർശകർ ഈ പ്രശ്നം അവർ ഉന്നയിക്കുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും, അതുവഴി മതം ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തുന്നതും, ഇന്നിപ്പോൾ ഒരു എക്സ് മുസ്ലിം എന്നിങ്ങനെ നെഞ്ചത്ത് എഴുതി ഒട്ടിച്ചിങ്ങനെ ഇരിക്കുന്ന അവസ്ഥ അതുണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇത് കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, കൂടുതൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇതുവരെ നമ്മളെ ഒന്നും അറിയാത്ത ആ വിശ്വാസികളുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാരണങ്ങളുണ്ട് ആ ലിമിറ്റേഷന്. പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫിത്തനയാണ്, നമ്മൾ ചെകുത്താൻ്റെ അവതാരങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മളുടെ അസ്കർ അലിയുടെ വീഡിയോ വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അസ്കർ അലി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു എക്സ് മുസ്ലിം വന്നിട്ടുണ്ടത്രേ. അവനിപ്പോൾ പ്രസംഗിച്ച് നടക്കുകയാണത്ര, അവൻ ഹുദവി ആകാൻ പോയവനാണത്രേ. എന്നിട്ടിപ്പോൾ അവൻ ഇറങ്ങി തിരിച്ചിട്ട് നമ്മളെ ദീനുൽ ഇസ്ലാമിനെ പരിഹസിച്ച് നടക്കുന്ന ആളാണ്. അവൻ പല്ലിശാസ്ത്രം അതിനെയൊക്കെ അവഹേളിക്കുന്നു. അതുകൊണ്ട് നിങ്ങളാരും അസ്കർ അലിയുടെ വീഡിയോ കാണരുത് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കുത്തുബയിൽ പറയുന്ന അവസ്ഥ. അപ്പം തന്നെ നമ്മുടെ പുതിയ ജനറേഷനിൽ ആരാണ് ഈ അസ്കർ അലി എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയത് മാത്രമേ പിന്നെ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് അവരുടെ ആ യൂട്യൂബ് ഫീഡ്, അതല്ലെങ്കിൽ അവരുടെ മറ്റ് ഫീഡുകളിലെല്ലാം തന്നെ ഇത് നിറയും. ഇതാണ് ഈ അൽഗോരിതത്തിൻ്റെ ഒരു രീതി. അവർ പിന്നെ അസ്കർ അലിയുടെ പ്രസംഗം മാത്രമല്ല പിന്നെ കാണുന്നത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പലതും കാണുന്നു.
അവസാനം എത്തിച്ചെല്ലുന്നത് എവിടെയാണ് എത്തിച്ചേരുന്നത്? മതം ഉപേക്ഷിക്കുന്നതിലേക്ക്, ഇസ്ലാമിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുന്നതിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത്ര കാലവും നടന്നിട്ടുള്ള വിഷയങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്രസകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇസ്ലാമുണ്ട്. അത് വെള്ളപൂശിയ ഇസ്ലാമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് നല്ല കുളിച്ച് കുട്ടപ്പനാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ സാധനം നമ്മൾ പഠിക്കും. ബാഹുബലി 1 എന്ന് നമുക്ക് വിളിക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൈഡർമാൻ 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് ഒരു വശത്ത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കി ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ജബ്ബാർ മാഷോ അതുപോലെയുള്ള ആളുകളൊക്കെ കറങ്ങി വരുന്നതും എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം, ഇത് അവർ നുണ പറയുന്നതായിരിക്കുമോ എന്ന് ഒരു സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചിന്ത വരും. ഞങ്ങളിത് മദ്രസയെ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇത് ഇസ്ലാമിലില്ല എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ് അവരവിടെ കൊണ്ടുവെക്കുക. അതായത് നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതായത് ഒരു ആർഗ്യുമെൻറ്റ് ഫ്രം പേഴ്സണൽ ഇൻക്രെഡ്യൂലിറ്റി എന്ന് പറയും. നമ്മൾ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ സാധനം ഇല്ല. പേഴ്സണലി ഉണ്ടായ ഒരു കുറവാണ്, അതൊരിക്കലും ആ സാധനം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ല. അതിവിടെ സംഭവിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത വഴി എന്താണ്? ഇതുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ മുന്നിൽ സംഭവിക്കുന്നത്, അവരത് പഠിക്കും, അന്വേഷിക്കും, പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇസ്ലാം പഠിച്ചാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, നിങ്ങൾ എക്സ് മുസ്ലിം ആകും, ഒന്നില്ലെങ്കിൽ. 2, എക്സ് മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ ഒരു പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ളൊരു ജിഹാദിയായിട്ട് മാറും. ഇതിൽ രണ്ടിലൊരു ഔട്ട്കമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനമില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള സാധനം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാമായിരിക്കും. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് മാത്രമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അവന് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ആ പഠിക്കുന്ന സാധനങ്ങൾ അത് മുഴുവൻ വളരെ തീവ്രമായിട്ടുള്ള സാധനങ്ങൾ പഠിക്കുകയും അത് നമ്മളെ നാട്ടിലെ മോഡേൺ വാല്യൂ അതിനൊക്കെ മുകളിലേക്ക് പോകുന്നൊരു അവസ്ഥയായിട്ട് വന്നാൽ, അവന് ജിഹാദിലേക്കൊക്കെ ആകൃഷ്ടനായാൽ, യഥാർത്ഥ മുസ്ലിമിൻ്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ജിഹാദിലൂടെ ഒരു ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്നതാണ് എന്ന ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ വന്ന് പെട്ടാലുണ്ടാകുന്ന പുകില് അത് ചില്ലറയല്ല. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ ആട് മേയ്ക്കാൻ പോകുന്നതും ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്നതും. അതേപോലെ തിരിച്ച് ഇവൻ കരുതുകയാണ് ജിഹാദല്ല വലുത്, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലല്ല നമ്മളുടെ ലക്ഷ്യമാകേണ്ടത്, അത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അതല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇക്വാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ എന്ന് പറയുന്ന സംഗതിയെ, നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം, ആൺ പെൺ വ്യത്യാസമില്ലായ്മയെ നമ്മൾ അവിടെ ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെയുള്ള ആശയം വന്നു കഴിഞ്ഞാൽ ആദ്യം എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സാധനം അത് ഇസ്ലാമായിരിക്കും. അതാണ് അവൻ എക്സ് മുസ്ലിം ആവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ സംഭവിച്ചു. അതിനുള്ള തെളിവാണ്, ജീവിക്കുന്ന തെളിവുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇത് വ്യാപകമായിട്ട് ആളുകൾ മതത്തെ റിഡിക്യൂൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചത്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ വീഡിയോ എന്ന് പറയുന്നത്, ഇതിപ്പോൾ സാന്ദർഭികമായിട്ടൊരു മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ളൊരു സന്തോഷമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2 വീഡിയോ കണ്ടു. അതൊന്ന് നമ്മുടെ ലിയാഖത്തിൻ്റെയാണ്, മറ്റൊന്ന് നമ്മളുടെ ജബ്ബാർ മാഷിൻ്റെയാണ്. ഈ 2 വീഡിയോയിലും അവർ നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് അവഗണിച്ചു. അത് ഞാൻ സംഖ്യ ആയതുകൊണ്ടായിരിക്കും, സാരല്ല പോട്ടെ. എന്തായാലും അവർ വളരെ കൃത്യമായിട്ട് നല്ല മറുപടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ലിയാഖത്താണ് എന്ന് എനിക്ക് തോന്നുന്നു, ഒരുപാട് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് പുള്ളി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇനി അത് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ജബ്ബാർ മാഷും അതിന് നല്ലൊരു രീതിയിൽ ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ ഞാനും ഉള്ളതുകൊണ്ട് എൻ്റെ വക എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാനിത് എടുത്തു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യാത്ത, അല്ലെങ്കിൽ നോട്ടം എത്താത്തൊരു ആംഗിൾ കണ്ടതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇവർ പറയുന്ന സംഗതികൾ അത് നമ്മൾ പറയുന്ന സംഗതികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ, ആരും അറിയരുത് എന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന മദ്രസ പാഠങ്ങളിൽ ഉൾപ്പെടുത്താത്ത സാധനങ്ങൾ, അതാണല്ലോ വിമർശകർ പുറത്തെത്തിച്ചത്. അവർ പുറത്തെത്തിച്ചപ്പോഴാണല്ലോ ഞങ്ങൾ ഇതെല്ലാം ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫയൽവാൻ ജയിച്ചതെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജയിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്തിലൊക്കെയാണ് ജയിച്ചത് എന്ന് കുറച്ചുകൂടി നാട്ടുകാരെ അറിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉന്നയിക്കുന്നത്, എന്താണ് ഈ ബാഹുബലി 2 എന്ന് കുറച്ചും കൂടി വിശ്വാസികളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രത്തോളാണെന്നുള്ളത്? ഇസ്ലാമിൻ്റെ അടിത്തറ നിങ്ങൾ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 വീഡിയോയിൽ പറയുന്ന സാധനം എല്ലാം കൂടി നിങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ ഇരുന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന വിശ്വാസിക്ക് ഏതാണ്ട് 21,000 പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 5 ദിവസമായി വീഡിയോ ഇറങ്ങിയിട്ട്. 5 ദിവസത്തിനുള്ളിൽ ഈ 21,000 പേര് കണ്ടതിൽ ഒരു 50% വിശ്വാസികളാണെന്ന് തന്നെ കൂട്ടുക. ഇതുവരെ ഇതൊന്നും കാണാത്ത ആളുകൾ, പുതിയതായിട്ട് വന്ന ആളുകളാണെന്ന് കൂടി. ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വ്യൂവർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 50% ന്യൂ വ്യൂവേഴ്സാണ്,
പുതിയതായിട്ട് ആളുകൾ കാണുന്ന ആൾ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഒരു സുമാർ അങ്ങനെയാണ്. അതിൽ തന്നെ ഒരു 50% വിശ്വാസികളാണെന്ന് കൂട്ടിയാൽ, ഇനി പോട്ടെ ഒരു 10% ഉണ്ടെന്ന് എൻ്റെത് കൂട്ടിയാൽ, നിങ്ങളുടേത് എന്തായാലും അതിൻ്റെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാവണമല്ലോ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പുതിയ 50% വിശ്വാസികളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഈ 10 പ്രശ്നങ്ങളാണ്. ഇത് സത്യത്തിൽ നിങ്ങളുടെ അടിത്തറ ഇളക്കുന്ന സാധനമാണ്. കൂടുതൽ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള അവസരമാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊരു പ്രചോദനമായിട്ട് കണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ അത് ഇനിയും ഇറക്കണം, അത് ഇനിയും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുഖാംബോ ഖുശുവ ആയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കൂടുതൽ സമയം കളയാതെ ഈ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോകാം. ഏതെങ്കിലുമൊക്കെ വിശ്വാസികൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർ കാണട്ടെ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രധാനമായിട്ട് ചിരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ന്, കാരണം ഇവർ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാന്ദർഭികമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മുന്നോട്ട് വരിക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുള്ളത് നിങ്ങൾ ഉപയോഗിക്കുക. എൻ്റെ ടീഷർട്ട് അവിടെ ഉണ്ട്. അത് ഞാനല്ല വിൽക്കുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മൾ ഡിസൈൻ മാത്രമാണ് കൊടുക്കുന്നത്. അത് ടീ ഷോപ്പർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയാണ് അത് ചെയ്യുന്നതും വിൽക്കുന്നതും അവർ അയക്കുന്നതും ഒക്കെ. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ടീ ഷോപ്പറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് കസ്റ്റമർ കെയറിൽ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അവർ എന്തെങ്കിലും എറർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ റീഫണ്ട് തരുന്നതാണ്. അത് അവരോട് ഞാനും സംസാരിച്ച് വെച്ചിട്ടുള്ളതാണ്. മീൻസ് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവാറില്ല. എന്തെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ഉണ്ടാവും. കാരണം ഇത് പ്രിൻ്റഡ് വന്ന് അത് ചെയ്തു വരാൻ അവർക്കൊരു ഡിലേ ഉണ്ട്. അത് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് അവരോട് സംസാരിച്ചാൽ റീഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വിശ്വവിഖ്യാതമായ ആ വീഡിയോ. അപ്പോൾ ഓക്കെ അല്ലേ? ടീഷർട്ട് ഈസ് വെരി എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. ഈ ടീഷർട്ട് നമ്മളുടെ യൂട്യൂബിൽ കാണുന്ന ടീഷർട്ട് അത് യൂട്യൂബിൻ്റെ ഫെസിലിറ്റിയാണ്. അതല്ല, നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ടീ ഷോപ്പറിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 500 രൂപയൊക്കെ ഉള്ളൂ. അവിടെയാണ് അത് കിട്ടുക. അത് ഈ വിലയൊന്നും നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്. 100 രൂപ എങ്ങാണ്ടാണ് നമ്മളുടെ മാർജിനായിട്ട് അതിനകത്ത് വരുന്നുള്ളൂ. 100 രൂപ 50 രൂപ എങ്ങാണ്ട്. ബാക്കിയൊക്കെ അവരുടെ പ്രൈസാണ്. അതൊന്നും നമ്മളുടെ കൺട്രോളിൽ വരുന്ന സാധനമല്ല. പ്രിൻറ്റിങ് എക്സ്പെൻസും അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൻ്റെത് വളരെ മിനിമലാണ് അതിൻ്റെ കാര്യം. അത് അവർ തന്നെ ചെയ്യുന്നതാണ്. അത് നമുക്കൊന്നും അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. സോ ഇന്ത്യക്കകത്ത് വാങ്ങിക്കേണ്ട ആളുകൾക്ക് അത് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനലിൽ പോയിട്ട് മീൻസ് ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് അത് കിട്ടില്ല. അതിനാണ് ഇതിൻ്റെ അടിയിലുള്ള സാധനം. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മെല്ലെ വീഡിയോ പ്ലേ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുഎയുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ സെറ്റപ്പിലൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. അപ്പോൾ ഈ യുഎയുടെ ഒരു വലിയൊരു ജേണിയിൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആലോചിക്കാനുള്ളത് അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു അൺമാസ്കിംഗ് എത്തീസം എന്ന പേരിൽ ഇത്തരം ഒരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരുപക്ഷെ കുറച്ച് മുമ്പൊക്കെ ഫേസ്ബുക്കൊക്കെ വളരെ നേരത്തെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഒരു ഫീഡ് തുറക്കുമ്പോൾ തന്നെ ഇസ്ലാം വിമർശനങ്ങളെ കൊണ്ട് നിറയുന്ന അവർ വലിയ രൂപത്തിലൊരു അപ്രമാദിത്വം നേടിയെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്നാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത്. പിന്നെ ക്ലബ് ഹൗസ് വന്നു. അതോടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ക്ലബ് ഹൗസിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം വലിയ നിരീശ്വരവാദികളുടെ വലിയ നേതാക്കന്മാരോടക്കം നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനും സംവദിക്കാനൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും എം എം സാഹിബായിട്ടുള്ള ഇ ജബ്ബാറിന്റെ ഡിബേറ്റും അതൊക്കെ കഴിഞ്ഞതോടുകൂടി മൊത്തത്തിലുള്ള ചിത്രം വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഇ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. എന്താ ഇവരുടെ ഈ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ഫയൽ വൺ ജയിച്ചെന്നുള്ളൊരു ലൈനാണ്. നമുക്കതിൽ തെറ്റു പറയാനൊന്നും പറ്റൂല കേട്ടോ. കാരണം ആർക്കാണേലും വിഷമമൊക്കെ ഉണ്ടാവും. ഇതുപോലെ ആളുകൾ മതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സംശയങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത വിധം ഇതുപോലെ ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണേലും വിഷമമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളതിലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ഒരു വലിയ സ്വപ്നമൊക്കെ കണ്ട് ഇറങ്ങിത്തിരിച്ച ആളുകളാണ് ഇവർ. ഒരു കാലം, ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകളാണ്. ഇതിൽ കാണാം ഇവരുടെയൊക്കെ ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ കാണാം. ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP ഡെൻറ്റിസ്റ്റ് ആണെന്നാണ് അറിയുന്നത്. പിന്നെ ഷുക്കൂർ വാരിക്കോടൻ, പിന്നെ ഷാഫി വില്ലനോ, നല്ല പേര്. ഇതാണ് ആളുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അൺമാസ്കിംഗ് അനോമാലിസ് പോഡ്കാസ്റ്റ് ഡിസ്കസസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ഇസ്ലാം ക്രിറ്റിസിസം ഇൻ കേരള, ഇസ്ലാം ക്രിറ്റിക്സ്, എക്സ് മുസ്ലിംസ് ഇൻ കേരള ലൈക്ക് ഇ ജബ്ബാർ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ എക്സ് മുസ്ലിംസ് എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചു നമ്മൾ. അതാണ് ഇത്. അവർ ആദ്യം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല.
അവരാണ് നമുക്ക് ഈ പേരിട്ട് തന്നിട്ട് എമുക്കൾ എന്ന പേര് ഇട്ടത് അവർ തന്നാണ്. അത് ഒരു വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. ഞാനത് നല്ലൊരു ബ്രാൻഡാക്കി മാറ്റി. ഇനി അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അത് നമ്മൾ നടത്തും. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഓഫ് ടീ ഷർട്ട്സ് ആൻഡ് ആക്സസറീസ് ഇതൊക്കെ നമ്മൾ ചെയ്ത് ഒരു വലിയ ഒരു മുതലാളിയായി മാറും. നോക്കിക്കോ, നിങ്ങൾ ഇട്ടുന്ന പേരാണ്, അതിനുള്ള കടപ്പാട് എപ്പോഴും ഉണ്ടാവും. സാന്ദർഭികമായിട്ടൊരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടത്, നമ്മുടെ ബാലുശ്ശേരി ഉസ്താദ് എന്തോ സുഖമില്ലാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ബാലുശ്ശേരി, നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹം എന്തോ കാര്യമായ അസുഖബാധിതനാണ് എന്ന് അറിയുന്നു. അതിൽ വലിയ വിഷമമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ആൾ ഫോൺ എടുത്തിട്ടില്ല. നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ അസുഖം അത് ചില വിഭാഗം മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. AP വിഭാഗമാണ് പ്രധാനമായിട്ട് അത് ആഘോഷിച്ച്. കണ്ടില്ലേ, ഞങ്ങളുടെ കാന്തപുരത്തിന് നിങ്ങൾ പഞ്ഞിക്കിട്ടു. കാരണം മുജാഹിദ് ബാലുശ്ശേരി ചെയ്തതിൻ്റെ തിരിച്ചെന്ന് പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അതായത് കാന്തപുരം അസുഖബാധിതനായി കിടന്നപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി എന്തോ വിമർശിച്ചിട്ടുണ്ട്, അയാളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ AP വിഭാഗം അതേപോലെ തിരിച്ച് ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഗതി എന്തായാലും ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ആ സംഗതികൾ, ഇസ്ലാം അറിയുന്ന ആളുകൾക്ക് അത് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള ശാപമാണ്. നമുക്കറിയാലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് പുഴുത്തരിച്ച് ചാവട്ടെ എന്ന് തന്നെയാണ്, ശപിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശാപത്തിന് വരെ ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ നീ പുഴുത്തേ ചാവുള്ളൂ എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് നബി പുഴുത്താണ് മരിച്ചതെന്നുള്ളത്, മരിച്ചിട്ട് പുഴുത്ത് അരിച്ച് കിടന്നാണ് കുഴിച്ചിട്ടേ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. പക്ഷെ നമുക്കത് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതല്ല നമ്മുടെ രീതി. അപ്പോൾ എന്തായാലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ ഒരു അവസ്ഥ, നല്ല ചികിത്സ നടത്തിക്കൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അശ്രദ്ധ തന്നെ ആവണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുക. ചികിത്സ വേണ്ട സമയത്ത് എടുക്കാതെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മളൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മോഡേൺ മെഡിസിൻ, ഈ ഹോമിയോ, ആയുർവേദം ഇതൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പകരം അതിന് വേണ്ട കൃത്യമായ മരുന്ന് കഴിച്ച് പോയാൽ നമുക്കൊരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ആ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. അത് ചെയ്യുക. ആര് തന്നെയായാലും നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു വഴി അതാണ്. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നു. അത് ആർക്കെങ്കിലും പേഴ്സണലി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. വെച്ചാൽ ഈ അൺമാസ്കിംഗ് എത്തീസത്തിന്റെ നമ്മളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയാണ്, ഇവർ നാസ്തികത നവനാസ്തികത എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാനല്ലാതെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യാൻ റെഡിയല്ല. ഇവർ അതൊന്നും പറയില്ല. കുറെ നാസ്തികത നവനാസ്തികത എന്ന് പറഞ്ഞിങ്ങനെ നടക്കാനല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇവർ റെഡിയല്ല എന്നൊരു ഉത്തരം ക്ലിപ്പ് കേട്ടു. യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അല്ലെ, നമ്മൾ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ പല വിഷയങ്ങളിലും ചില സ്പെസിഫിക് വിഷയങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വിവാഹം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ഫോക്കസ് ആയിക്കൊണ്ട് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് അതായിരുന്നു, ട്രേഡ് മാർക്ക് വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം. ആ വിമർശനം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ 3 മണിക്കൂറോളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആയിഷ ബീവി വിവാഹം, വിമർശകർക്ക് സ്വാഗതം എന്നായിരുന്നു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒരു കാര്യം പറയാണ്, ഇവർ പറയുന്നത് എന്താണ്, നാസ്തികത നാസ്തികത അത് മാത്രമാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ മിണ്ടുന്നില്ല, അതായത് ഇവർ മിണ്ടുന്നില്ല എന്ന് നമ്മൾ പരാതി ഉന്നയിക്കുന്നു. അതിപ്പോഴും ഉണ്ട്. കാരണം എന്താണ്, ഇസ്ലാം മത വിമർശനം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇപ്പോൾ ജബ്ബാർ മാഷുമായിട്ടുള്ള സംവാദം പോലും നടന്നത് ഏതാണ്ട് 20 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. അത്രയും കാലം ജബ്ബാർ മാഷ് നേരിട്ട് എഴുതിയും അറിയിപ്പ് കൊടുത്തും സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരുന്നു MM അക്ബറെ. MM അക്ബർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. MM അക്ബർ അതിന് മറുപടിയായിട്ട് കൊടുത്ത കത്ത് വരെ ഇവിടെ പ്രസിദ്ധീകരിച്ചാണ്. അതിൽ എഴുതിയത് എന്താണ്, ജബ്ബാർ മാഷ് ഉൾപ്പെടുന്ന ആ വിമർശന സങ്കേതം, അതിലുള്ള ആളുകൾ അവർ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നവരാണ്, അവർ വളരെ മോശമായിട്ടാണ് മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശിക്കുന്നത്, അത്തരം ആളുകളുമായിട്ട് സംവാദത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറി നടന്നിരുന്നത്. 20 വർഷത്തോളമാണെന്നാണ് അറിയുന്നത്. അങ്ങനെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഒരു ഉസ്താദ് നടത്തിയൊരു പരാമർശം, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജബ്ബാർ മാഷ് നടത്തിയൊരു വീഡിയോ. ഖുർആനിൽ അങ്ങനെ ഒരു ശാസ്ത്രം, അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ശാസ്ത്ര അല്ലെങ്കിൽ ഒരു വസ്തുത അത് ഖുർആനിൽ ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അത് ശാസ്ത്രം തെളിയിക്കുന്നതുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വസ്തുത ഉണ്ടെങ്കിൽ അതുമായിട്ട് വരും എന്ന് ഒരു വെല്ലുവിളി ഓൺലൈനായിട്ട് വെച്ചതാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി വരുന്നു. മുജാഹിദ് ബാലുശ്ശേരി അത് വലിയ തോതിൽ ഏറ്റെടുത്തിട്ട് ധൈര്യമുണ്ടെങ്കിൽ വാടാ, കെട്ടി വലിച്ചുകൊണ്ട് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുള്ളിയുടെ സ്റ്റൈല്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി മുങ്ങി. അങ്ങനെ പിന്നെ അവസാനം ഇത് ഏറ്റെടുക്കേണ്ട ഒരു ഗതികേട് നമ്മളുടെ MM അക്ബറിന് വരികയാണ് ഉണ്ടായത്. അങ്ങനെ MM അക്ബർ കൊണ്ടുവന്ന സാധനമാണ് എന്ത്, നമ്മളുടെ ആഴക്കടൽ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് സംഗതി. അപ്പോൾ ആഴക്കടൽ ശാസ്ത്രം അവിടെ അവതരിപ്പിക്കും. എന്താണ് അതിൻ്റെ പ്രിമിസസ്? ആ പ്രിമിസ് എന്ന് പറയുന്നത്, ആ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം അത് അന്നത്തെ അറബികൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവിടെ വെച്ചിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചത്.
അത് പിന്നീട് ശാസ്ത്രം തെളിയിച്ച സംഗതിയാണെന്നാണ് പറയാൻ ശ്രമിച്ചത്. എന്നിട്ട് ഈ പരിപാടി കഴിഞ്ഞ് സംവാദം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് എം അക്ബർ എന്താ പറയുന്നത്, ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം മത്സ്യബന്ധനത്തിൽ അതുപോലെ മുത്തുപെറുക്കിയൊക്കെ ജീവിച്ചിരുന്ന അറബികളായിട്ടുള്ള അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നായിരിക്കാം അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തടി തപ്പുന്നു. അതിനുശേഷം ഇന്ന് വരെ ആ വിഷയത്തെക്കുറിച്ച് മൂപ്പര് മിണ്ടിയിട്ട് പോലുമില്ല എന്നതാണ് കാര്യം. അതുകൂടാതെ പുള്ളി അതിനകത്ത് ഖുർആനിൻ്റെ ആ സൂക്തം വളച്ചൊടിച്ചുകൊണ്ട് എന്താണ് ലമീർ മടക്കുന്ന പരിപാടിയൊക്കെ നടത്തിക്കൊണ്ട് അറബി ഭാഷയിൽ കൃത്രിമം കാണിച്ചിട്ട് ഖുർആനിൽ അർത്ഥം കോട്ടിയെടുത്തതിനെക്കുറിച്ച് ആ ഒരു വിമർശനം ഉന്നയിച്ചത് സുന്നി വിഭാഗം കൂടിയാണ്. അതും കൂടി വന്നതോടുകൂടി മൂപ്പരാകെ പെരുങ്ങലിലായി. വലിയ ഇസ്ലാമിൻ്റെ സംരക്ഷണം ചമഞ്ഞ് വന്ന ഒരു വലിയ പണ്ഡിതനാണെന്ന് സ്വയം അവതരിച്ച് നടക്കുന്ന വ്യക്തിയാണ് എം അക്ബർ. മൂപ്പര് കാണിച്ച ഈ ഒരു പോക്കിരിത്തരം, ഈ ഒരു എന്താ പറയുക, ഒരു കബളിപ്പിക്കൽ ശ്രമം, മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ അവിടെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് കയ്യോടെ പിടികൂടിയത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള മറ്റ് അറബി അറിയുന്ന ആളുകൾ കൂടിയാണെന്ന് വരുന്നതോടുകൂടി പുള്ളി അവിടെ നിശബ്ദനാവുന്ന ഘട്ടമാണ് ഇവിടെ കണ്ടത്. അതിനുശേഷം പുള്ളി ആ സംഗതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനുശേഷം പല വേദികളിൽ ഇത് വന്നപ്പോൾ നമ്മളിത് ചോദിച്ചു. നമ്മൾ ഉവൈസ് ഒരിക്കൽ ഇതുപോലെ ഒരു ചോദ്യം നേരിട്ട് എം അക്ബറോട് ചോദിച്ചപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അവർ പരാമർശിക്കാൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ പരാതി നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആ ഷോക്കിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ മാറ്റുന്നത്. നമ്മളിത് ഇനിയും പരാമർശിക്കും. നമ്മളെല്ലാ വാർഷികത്തിലും, ഈ സംവാദത്തിൻ്റെ വാർഷികത്തിൽ അത് നമ്മൾ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ ഒരൊറ്റ സംവാദം അത് മാത്രം കണ്ടിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആളുകൾ അനേകമായിട്ടുള്ള ആളുകളാണ്. അത്രയധികം ആളുകൾക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു സംവാദമാണത്. കാരണം അതിൽ നടത്തിയിട്ടുള്ള ആ കബളിപ്പിക്കൽ ശ്രമം, അതിൽ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഒരു പൊള്ളത്തരം അത് അത്രമാത്രമാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം. ഇവർ പറയുന്നത് ഇവർ നാസ്തികതയെക്കുറിച്ച് നവനാസ്തികതയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദ്യം ചോദിക്കുക മാത്രമാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതായത് എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ആയിഷ റളിയല്ലാഹുവിന്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വിഷയത്തിലൊക്കെ അവരിങ്ങനെ ചോദ്യം ചോദിക്കുക എന്നല്ലാതെ അവരുടെ പ്ലാറ്റ്ഫോമിൽ എന്താണ് ഇതിന്റെ സ്ഥിതി പ്രത്യേകിച്ച്. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ നാസ്തികത ആ വിഷയം പറയുമ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ആവർത്തിക്കും? ഇനിയും നമ്മൾ ആവർത്തിക്കും. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇസ്ലാം മാത്രമാണ് ശരി. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. 1. 2, മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച മാതൃകയാണ്, ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള മാതൃകയാണ്. ഈ 2 സാധനമാണ് പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പോയിൻറ്റ്സാണ് നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മുഹമ്മദ് നബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാതൃകയാക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ. അത് നമ്മൾ എടുത്തെടുത്ത് ചോദിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആയിഷ കല്യാണം. അതിനിയും ചോദിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ശൈശവ വിവാഹമെന്നോ അല്ലെങ്കിൽ ബാലവിവാഹമെന്നോ ഒക്കെ പറയുന്ന സംഗതികൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പരാതിയില്ല, മുഹമ്മദ് നബി ചെയ്യുമ്പോൾ എന്താണ് പരാതി എന്ന് ചോദിക്കുന്ന ആളുകളോട്, ഈ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള എന്താണ്? ഈ മുഹമ്മദ് നബി പറയുന്ന പോലെ, പറയിപ്പിച്ച പോലെ ഇതുപോലെ ശൈശവ വിവാഹം കഴിച്ച ആളുകൾ, ബാലവിവാഹം കഴിച്ച ആളുകളൊക്കെ ഞങ്ങൾ എല്ലാ ആളുകൾക്കുള്ള മോഡലാണ് എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ ആരും പറഞ്ഞിട്ടില്ല. കുറേ ഉദാഹരണം പറയും. EMSൻ്റെ കാര്യം പറയുന്നു, ഗാന്ധിജിയുടെ കാര്യം പറയുന്നു. ഇവരാരും വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കുള്ള മോഡലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ മുഹമ്മദ് നബി മോഡലാണെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം, ഇത് ഉന്നയിച്ച് വരുന്ന, ഈ ഒരു വാദം ഉന്നയിച്ച് വരുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ഇനിയും ചോദിക്കും. അത് ആവർത്തിക്കപ്പെടും. അപ്പോൾ ഇവരുടെ പ്രശ്നം നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? 1500 വർഷമായിട്ട് നിങ്ങൾ ഈ സാമാനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരേ സാധനം 1500 വർഷം പറഞ്ഞ സമയത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വ്യൂസും കൂടി അവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കളി ഇനി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പണ്ടത്തെ കാര്യം മാത്രം പറഞ്ഞിട്ട്, നിങ്ങളുടെ കിതാബിലുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് പോകാൻ കഴിയില്ല. അതിന് ഓപ്പോസിങ് ആയിട്ടുള്ള വ്യൂസ്, നെഗറ്റീവ് റിവ്യൂസും ഇവിടെ ഉണ്ടാവും. പണ്ട് ഇവിടെ നിങ്ങൾ പേടിപ്പിച്ചിട്ട് ആളുകളെ പോസിറ്റീവ് റിവ്യൂ ഇടാൻ മാത്രമാണ് ഇവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് വെട്ടിക്കളയുന്ന അവസ്ഥയായിരുന്നു. ഇനി അത് നടക്കില്ല. നെഗറ്റീവ് റിവ്യൂ ഇവിടെ വീഴും. അതിവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് റിവ്യൂ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. മതം അത് ആചരിക്കുന്നവർ ആചരിച്ചോട്ടെ, അവർ കൊണ്ടു നടക്കുന്നവർ കൊണ്ടു നടന്നോട്ടെ, അവർക്ക് വിട്ടുകൊടുക്കുക. പകരം ഇത് വലിയ സംഭവമാണ്, മുന്തിയ സാമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നടന്നാൽ പ്രശ്നമാവും. നിങ്ങളുടെ ഒരു പരിപാടി, ആ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരാൾ, ഇത് ഒരാളൊന്നുമല്ല, ഒരുപാട് ആളുകൾ, ഈ ഏറ്റവും ഒടുവിൽ നടന്നൊരു പരിപാടിയിൽ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ പേഴ്സണലി നമുക്ക് വന്ന് മെസ്സേജ് അയക്കുന്നത് എനിക്ക് വിശ്വാസമൊന്നുമില്ല, എൻ്റെ വിശ്വാസമൊക്കെ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ കണ്ണിൽ എന്തോ വലിയ വിശ്വാസി ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ക്ലാസ് എടുക്കുന്ന വേദികളിൽ നിങ്ങളുടെ മുന്നിൽ മുസ്ലിം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ആളുകൾ
അതിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ഇസ്ലാം മത വിശ്വാസികളല്ലാതെയുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എക്സ് മുസ്ലിങ്ങളാണ്, ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു റഫായിട്ടൊരു കണക്ക് പറയാറുണ്ട്. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയുടെ കാര്യം വിടുക, കേരളം എടുക്കുക, കേരളത്തിൽ ഉള്ള ഓരോ മുസ്ലിം വീട്ടിലും മിനിമം 2 എക്സ് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. എമുക്കൾ 2 എണ്ണമെങ്കിലും അവിടെ ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ കാണാം. അതാണ് ഇന്ന് നിലവിൽ കേരളത്തിലെ സാഹചര്യം. അത് 3ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും രാവിലെ 1-2 കോൾ വന്നു. ആ 2 കോളിലും സംസാരിച്ചത് എക്സ് മുസ്ലിങ്ങളുമായിട്ടാണ്. അവർ സന്തോഷം അറിയിക്കാനും നന്ദി അറിയിക്കാനും വിളിച്ചതാണ്. അവർ 2 പേരോട് ഞാൻ എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ മറ്റ് ആരെങ്കിലും എക്സ് മുസ്ലിം ആയിട്ടുണ്ടോ? ഉണ്ട്, അതിൽ 3ാമത്തെ ആൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ മതവിശ്വാസം പൊളിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തരിപ്പണമാവുന്നത്? നമ്മൾ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുകൊണ്ടാണ്. അത് ഇനി ആവർത്തിക്കും. അപ്പോൾ നമ്മളിത് ആവർത്തിച്ചപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇങ്ങനെ ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് ഇവർ ഈ പറയുന്ന പരിപാടി എന്താ ഇതിലേക്ക് എത്തിച്ചത് വരെ, അതാണ് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചത്. ഇതിലേക്ക് എത്തിച്ചത് ഇവർ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണ്? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ അണ്ടകടാഹം സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ വാടാ എന്ന് പറഞ്ഞ് നമ്മളെ പിന്നാലെ കൂടി. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമായിട്ട് നമ്മുടെ പിന്നാലെ വന്നു. അതുപോലെ എന്താണ് നമ്മളെ കലാം കോസ്മോളജി ആർഗ്യുമെൻറ്റുമായിട്ട് വരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ബിഗ് ബാങ് തിയറി അതിൻ്റെ പിന്നിൽ, പിന്നെ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റായിട്ട് വേറെ. നമ്മൾ പറഞ്ഞു അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം അത് അള്ളാഹു ആണോ? ആ അള്ളാഹുവിനൊരു ദൈവമാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ? മുഹമ്മദ് നബിക്ക് ധാർമ്മികതയുണ്ടോ? മുഹമ്മദ് നബിയുടെ ധാർമ്മികതയും എൻ്റെ ധാർമ്മികതയും നമുക്ക് കമ്പയർ ചെയ്യാം. ആരുടെ ധാർമ്മികതയാണ് മുന്നിൽ നിൽക്കുന്നത്, മുകളിൽ വരിക? ഇസ്ലാം ധാർമ്മികത മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇസ്ലാമിൻ്റെ ധാർമ്മികതയും സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ധാർമ്മികതയും നമുക്ക് പഠിക്കാം, നമുക്ക് അസസ് ചെയ്യാം, കമ്പയർ ചെയ്യാം, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇത് പറയുമ്പോൾ അവർ വരില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇപ്പോഴും നമ്മൾ തൊട്ട് മുന്നേ വെച്ച ഒരു സംവാദ വെല്ലുവിളി അവിടെ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ, ആ വെല്ലുവിളികൾ ഇതൊക്കെയാണ്. അതായത് ഒരു അള്ളാഹു ആണോ യഥാർത്ഥ ദൈവം? ഇതാണ് ഒരു ചോദ്യം. അള്ളാഹുവിന് ദൈവമാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി ഉണ്ടെന്ന് ഇവർ വാദിക്കും, ഇല്ല എന്ന് നമ്മൾ വാദിക്കും. ഇനി 2, മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണോ? അല്ലേ? ആണെന്ന് അവർ വാദിക്കും, അല്ല എന്ന് നമ്മൾ വാദിക്കും. ഇസ്ലാമിലെ ധാർമ്മികതയുണ്ട്, ധാർമ്മികതയില്ല. അവരുണ്ടെന്ന് വാദിക്കും, നമ്മളില്ല എന്ന് വാദിക്കും. ഈ വിഷയങ്ങളിൽ നിങ്ങൾ സംവാദത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വരാം. ഇത് ഓപ്പൺ ചാലഞ്ചാണ്. ഇത് കുറേ നാളായിട്ട് അവിടെ കിടക്കുന്നത്. ഇതുവരെ ഇവർ തൊട്ടിട്ടില്ല. ഇവരോട് പറയുമ്പോൾ ഇവർ ഉടനെ പറയും നമുക്ക് മറ്റേ അണ്ടകടാഹം സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാം, ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയാം. അത് നമുക്ക് പറ്റില്ല. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ അതിന് ശാസ്ത്രം അവിടെ തെളിയിച്ച് അത് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നുള്ളൂ. ഏതുപോലെ പണ്ട് ഈ ഇടിമിന്നൽ ഉണ്ടാക്കിയിരുന്ന സാധനം, അല്ലെങ്കിൽ ഇടിവെട്ട് എന്നൊക്കെ പറയുന്നത്, ഈ തളിച്ചുകൊണ്ട് പോകുമ്പോൾ ചന്തിക്ക് പടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിവെട്ടെന്നും, ആ ഇരിക്കുന്ന തീ കൊണ്ടുള്ള ചാട്ടവാറ് വീശുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചമാണ് ഇടിമിന്നൽ എന്നും പറഞ്ഞ് ഖുറാനിലും ഹദീസിലും എഴുതി പഠിപ്പിച്ചിരിക്കുന്ന ആ സാധനം അതല്ലല്ലോ ഇന്ന് പറയുന്നത്. ഇന്ന് എന്താണെന്ന് ശാസ്ത്രം കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഈ ചന്തിക്ക് പടയ്ക്കുന്ന പെടയെക്കുറിച്ച് ഇപ്പം മിണ്ടാതെയായത് എന്ന് പറഞ്ഞ പോലെ, നിങ്ങളിപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ പിന്നിലും ഒരു ദൈവമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫൈൻ ട്യൂണിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ കാഴ്ചപ്പാടൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തള്ളിക്കോളും. അതവിടെ മാറും, നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇതിനോടകം തന്നെ അതിനുള്ള മറുപടികൾ നമ്മൾ ഇഷ്ടം പോലെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. ഇത് ലാസ്റ്റ് നമ്മളൊരു റെസ്പോൺസ് വീഡിയോ ചെയ്തിട്ട് ഇതുവരെ അതിൻ്റെ റെസ്പോൺസ് വന്നിട്ടില്ല. അതാണ് ഇതിൽ മറ്റൊരു തമാശ. അവർ പറഞ്ഞത് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞൊരു വാദമായിട്ടാണ് വന്നത്. കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് അല്ലാതെയുള്ള സാധനങ്ങൾ വരെ അതിനകത്തുണ്ട്. അതിൻ്റെ വാല്യൂസ് ബൈ ടൈം, ഓവർ ടൈം അത് വന്നു കഴിഞ്ഞതാണ് എന്നുള്ളതൊക്കെ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പൗലോസ് തോമസ് ആണ് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആർക്കും വേണമെങ്കിലും പോയി കാണാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലുള്ള സംഗതികൾ പറയാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. നമ്മൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറ എന്ന് പറഞ്ഞപ്പോൾ നടക്കാതെ വരികയും അവർക്ക് വേറെ വഴിയില്ലാതെ വരികയും ഇന്നിപ്പോൾ കുത്തിയിരുന്നിട്ട് എന്നാൽ ശരി നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് കസേരയും വലിച്ചിട്ട് ഇരുന്നിട്ട് പറച്ചിലുള്ള ആ സാധനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ വഴിയുള്ളൂ, നമ്മളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് ഒരു സ്റ്റീൽ മാനിങ് നടത്താനുള്ള ശ്രമം, അതാണ് അവർ നടത്തുന്നത്. പറയുന്നത് മുഴുവൻ മണ്ടത്തരാണ്. ഞങ്ങൾ കുറേ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് കുറേ സാധനങ്ങൾ അവർ വീഡിയോ കിടപ്പുണ്ട് എന്നൊക്കെ. നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി കാണണം എന്ന് തന്നെയാണ് ഞാനും പറയാം. ആയിഷ കല്യാണത്തെക്കുറിച്ച് ഇവരെങ്ങനെയാണ് അതിനെ വെളുപ്പിക്കുന്നത്, നിങ്ങളൊക്കെ അവിടെ പോയി കാണാം. അതേപോലെ അടിമ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് ഇവരെങ്ങനെയാണ് വെളുപ്പിക്കുന്നത്, ഈ പ്രിസണേഴ്സ് ഓഫ് വാറിനെ കുറിച്ചൊക്കെ ഉള്ള അബദ്ധങ്ങൾ ഇവർ വെച്ച് കീച്ചുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. അത് നിങ്ങൾ കേൾക്കണം.
എന്നിട്ട് നിങ്ങൾ ഇവരെ വിലയിരുത്തുക. ഇതിലും ഒരുപാട് അബദ്ധങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓരോ അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയാനിരുന്നതെന്ന് തീരില്ല. അത് ഇപ്പുറത്ത് ലിയാഖത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ പോയിട്ട് വിശദമായിട്ട് കാണാം. എന്തായാലും നമുക്ക് അതിനകത്ത് ചില ചെറിയ ചെറിയ സൂചനകൾ മാത്രം കൊടുത്തു പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും വിടാതെ പിന്നാലെ ഉണ്ടാവും. ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇനിയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആയിഷ കല്യാണം നമ്മൾ പറയും. അതുപോലെ അടിമ വ്യവസ്ഥിതിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, മുഹമ്മദ് നബി പോലും അടിമകളെ വെച്ച് പ്രോത്സാഹിപ്പിച്ച് അത് കൊണ്ടു നടക്കാൻ നടന്നത്, അടിമയെ വെച്ചത്, ഇതെല്ലാം നമ്മൾ പറയും. ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ച മതം തന്നെയാണ്. അതുപോലെ പല കാര്യങ്ങളും നമ്മളിവിടെ ഇനിയും സൂചിപ്പിക്കും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് അവർ അന്വേഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നമ്മൾ മുമ്പ് ഇപ്പൊ ഇവിടെ ബാസിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് എത്ര ഉത്തരം കൊടുത്തു കഴിഞ്ഞാലും ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, പ്രത്യേകിച്ച് മൊറാലിറ്റിക്ക് ഒരു ബേസ് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് സ്വയം ചിന്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിനുമായി തുലനം ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ആയിഷയുടെ വിവാഹമാകട്ടെ അല്ലെങ്കിൽ പ്രവാചകന്റെ വിവാഹങ്ങളാകട്ടെ, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം അവർ ചോദിക്കണം. അതിന് എന്താ വേണ്ടത്? ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഇവരുടെ കാഴ്ചപ്പാടിൽ അവരുദ്ദേശിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണമായിരുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെന്താ ഇവരെ മാതിരി മദ്രസ പൊട്ടന്മാരാണോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവരുടെ ചോദ്യം, ഇവരുടെ ലക്ഷ്യം, ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നു, എന്നിട്ട് അവരിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഉത്തരങ്ങൾ അവിടെ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ജയ് ഹൈ ഹൈ ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു. ഇതാണ് അവരുടെ മനസ്സിൽ. പക്ഷെ നമ്മളെന്തിനാ അത് ചോദിക്കുന്നത്? മുഹമ്മദ് നബി ഒരു മുട്ടിലഴയുന്ന ഉമ്മു ഹബീബ, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ ഞാൻ കെട്ടും എന്ന് 1.5 വയസ്സിൽ മുട്ടിലഴയുന്നൊരു കുട്ടിയെ കണ്ടിട്ട് പറയുന്നൊരു പ്രവാചകൻ ഒരു പിഡോഫൈലാണെന്ന് പറയാൻ, അത് ചോദ്യം ചെയ്യാൻ എന്താണ് നമുക്ക് പ്രത്യേകമായിട്ട് വല്ല ഡിഗ്രി വല്ലതും വേണോ? ഇതാണ് എനിക്ക് ചോദിക്കാൻ. പീഡോഫീലിയ എന്താണെന്ന് അറിഞ്ഞാൽ പോരെ? ഇന്ന് സമൂഹം കൊണ്ടു നടക്കുന്ന അത്തരത്തിലുള്ള ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻസെസ്റ്റ് എന്ന് പറയുന്നൊരു വിഷയം എടുക്കുക. ഇവർ ഇതിലിരിക്കുന്ന ഈ ബാസിലിനെ സത്യത്തിൽ നമ്മളൊക്കെ വിളിച്ചിരുന്നത് ഇൻസെസ്റ്റ് ബാസിൽ എന്നായിരുന്നു. കാരണം നമ്മൾ ഈ തുടക്കത്തിൽ ഫേസ്ബുക്കും ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ബാസിലൊക്കെ അന്ന് കുട്ടിയാണെന്നാണ്, ഇപ്പോഴും കുട്ടി തന്നെയാണ്. എന്തായാലും അന്ന് ഏറ്റവും കൂടുതൽ ഇവർ കൊണ്ടു നടന്നിരുന്ന സാധനമാണ്, യുക്തിവാദികൾ മുഴുവൻ അമ്മയും പെങ്ങളെയും ബോധിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ട് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു നമ്മളുടെ ഈ ബാസിലിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിരുന്ന പേര് ഇൻസെസ്റ്റ് ബാസിൽ എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ വിഷയം വലിയ ചർച്ചയായി. നമ്മളത് ഏറ്റെടുത്തു. ആ വിഷയം ഇൻസെസ്റ്റ്, അത് നമുക്കെന്നാ പറയാം എന്ന് തന്നെ നമ്മൾ വെച്ചു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇൻസെസ്റ്റിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൽ നിലനിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ഇപ്പോൾ അതെ, ഇൻസെസ്റ്റ് എന്ന് പറയുന്നൊരു വിഷയം, നമുക്കതിനെക്കുറിച്ചൊരു ഉസ്താദ് തന്നെ പറയണതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടേക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫ ഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിൻ്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിൻ്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. കേട്ടല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് അള്ളാഹു
വളരെ വലിയ ഇതുപോലെയുള്ള ധാർമ്മികതയൊക്കെ ഉള്ള ആളാണ്. ആ ധാർമ്മികതയിൽ നിന്നും ഇങ്ങനെ ഇച്ചിരിച്ച് കോരി തന്നതുകൊണ്ടാണ് ഇവർക്ക് ധാർമ്മികത എന്നും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇരിക്കുന്ന ചങ്ങാതിയാണെങ്കിലും നമ്മളുടെ ഇൻസസ്റ്റ് ബാസിലാണെങ്കിലും അതിനപ്പുറത്തിരിക്കുന്ന ചങ്ങാതി എന്തോ വില്ലനാണെന്ന് പറയുന്നു. എന്താണ്? ഷാഫി വില്ലൻ. പുള്ളിയാണെങ്കിലും ഈ റെക്കോർഡിങ്ങിന് ഇറങ്ങിത്തിരിക്കുകയാണ്. രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് ഉമ്മാനെ പെങ്ങളെ ഒന്ന് ഭോഗിച്ച് കളയാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ തോന്നുക, എന്ത് ചിന്തയാണ് എനിക്ക് വന്നത്, ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക? ഉടനെ തന്നെ പോയി ഒരു ഖുർആൻ എടുത്തു. ഖുർആൻ ഇത് എവിടെ ഇരിക്കുന്നു? ഖുർആൻ ഇങ്ങോട്ട് എടുത്ത് അതിങ്ങനെ വായിക്കുകയാണ്. ആഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മാനെ പെങ്ങളെയും പോയിക്കരുത് എന്നൊരു 4 തവണ അങ്ങ് വായിച്ചു. എന്തൊരാശ്വാസം എന്നും പറഞ്ഞിട്ടാണ് കട്ടിലിൽ നിന്ന് ഇറങ്ങി ഉമ്മാൻ്റെ പെങ്ങളെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരിവിടെ ഇരുന്നിട്ട് ഉമ്മാനെ പെങ്ങളെ ബോയിക്കാതിരുന്നത് എന്തുകൊണ്ട് മാത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കിതാബ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതില്ലായിരുന്നുണ്ടെങ്കിൽ അവർ ഉമ്മാനെ പെങ്ങളെ ബോയിച്ചാനെ എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ പറയുന്ന ഈ 3 കിഴങ്ങന്മാരോട് ഇരിക്കുന്നുണ്ടല്ലോ, ഇവർ 3 പേരും ഉമ്മായും പെങ്ങളെയും ബോയിക്കാതിരുന്നത് ഈ അള്ളാഹു പറഞ്ഞ ഈ സാധനത്തിലുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഉമ്മയും പെങ്ങളെയും ബോയിക്കുമായിരുന്നോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ധാർമ്മികത എന്ന് പറയുന്ന സാധനം അത് മതത്തിൻ്റെ കുത്തകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കണ്ണിൽ വലിയ എന്തൊരു പ്രശ്നമാണെന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇൻസെസ്റ്റ് അള്ളാഹുവിൻ്റെ കണ്ണിൽ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇവിടെ കള്ളു കുടിക്കാതിരുന്നാൽ അവിടെ പോയിട്ട് കള്ളു കുടിക്കാം, നിങ്ങൾക്ക് ഇവിടെ പെണ്ണ് പിടിക്കാതിരുന്നാൽ അവിടെ പോയിട്ട് പെണ്ണ് പിടിക്കാം, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സഹോദരിയെ ഇൻസെസ്റ്റ് നടത്താതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സഹോദരിയെ ഇൻസെസ്റ്റ് നടത്താം എന്ന കൃത്യമായ സന്ദേശമാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ കള്ള് പ്രശ്നമല്ല, പെണ്ണുപിടി പ്രശ്നമല്ല, അനിയത്തിയെ ബോയിക്കുന്നത് പ്രശ്നമല്ല, അതിവിടെ ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് ഇപ്പം ചെയ്യരുത്, ഇപ്പം അതിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇനി കള്ളിൻ്റെ നിരോധനം എന്തുകൊണ്ട് ഇവിടെ കുടിക്കരുതെന്ന് പറയുന്നു? അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഇപ്പം കുടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും ഇതിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. കള്ള് ഹറാമാണ് എന്ന് പറയുന്ന ഒരു അൺഇക്വിവോക്കലായിട്ടുള്ള ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയില്ല. പകരം നിസ്കരിച്ചുകൊണ്ട് കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്, കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ ആരാധനയ്ക്ക് വരരുത്, കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ ബോധമില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വരരുത് എന്നാണ്, യുദ്ധത്തിന് വരരുത് എന്നൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കള്ള് നിരോധനം വരുന്നത് തന്നെ പലപ്പോഴും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബദർ കൊള്ളയൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ കഥയൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ആ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ബദർ കൊള്ളക്കാർ ഹംസ എന്ന് പറയുന്ന ആൾ, പുള്ളി കള്ളു കുടിച്ചിട്ട് ബോധം കെട്ട് ഇരിക്കുകയും കൂടെ ഉണ്ടായിരുന്ന അലിയുടെ ഒട്ടകത്തിനെ കൊന്ന് അതിൻ്റെ കരളെടുത്ത് പുറത്തേക്ക് ഇടുന്ന കാഴ്ചയും അതൊക്കെ ചോദിക്കാൻ വന്ന മുഹമ്മദിനെ പച്ച തെറി വിളിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായത്. ഇതുപോലെ പല സന്ദർഭങ്ങളിലും ഉണ്ടാവുന്നു. അങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ കുടിക്കരുതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെയാണ് സത്യത്തിൽ കള്ളുകുടി എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു മാറ്റി നിർത്തപ്പെട്ട സാധനമാണെന്നും അത് നിങ്ങൾ ഇവിടെ കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കുടിക്കാമെന്ന് മുഹമ്മദ് നബി പറയുന്നത്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയും ഈ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഒരു ഫേക്ക് ഐഡിയ ആണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇങ്ങനെയാണ് മുഹമ്മദിന് പറയേണ്ട സംഗതികൾ അത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് പറയിപ്പിക്കും. അപ്പോൾ ആളുകൾ കേൾക്കും. നിങ്ങൾക്ക് തന്നെ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും സാധാരണ പറയുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എല്ലാ ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ട്. നാളെ നിങ്ങൾ പോയിട്ട് വീട്ടിൽ പറയാം 3 ലിറ്റർ അല്ല കുടിക്കേണ്ടത്, 4 ലിറ്റർ കുടിക്കണം എന്ന് പറയാം. എന്നിട്ട് കൂടെ പറയാം അത് പുതിയ പഠനത്തിൻ്റെ കീഴിൽ വന്ന സാധനമാണ്, ഞാനിന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 4 ലിറ്റർ കുടിക്കണം എന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നോക്കിയേ, വീട്ടുകാർ വിശ്വസിക്കും. ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്നാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഉമ്മ 3 ലിറ്റർ അല്ല കുടിക്കേണ്ടത് 4 ലിറ്റർ ആണ് കേട്ടോ കുടിക്കേണ്ടതെന്ന് പറയും. നീ പോടാ, ഞാനൊക്കെ പഠിച്ചത് 3 ലിറ്റർ എന്നാണല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയണം അല്ല, ഞാനിന്ന് ഡോക്ടറെ കണ്ടു, ഡോക്ടറാണ് പറഞ്ഞത് 3 അല്ല കുടിക്കേണ്ടത്, അത് പഴയ പഠനമായിരുന്നു, പുതിയ പഠനത്തിൽ 4 ലിറ്റർ ആണെന്ന് പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ അത് ചെയ്യാട്ടോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഒരു അപ്പീൽ ടു അതോറിറ്റി വരും. ഒരു അതോറിറ്റി പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായാൽ നമുക്കത് എടുക്കാനുള്ള സാധ്യത കൂടും. അതേപോലെ ഒരു അതോറിറ്റി ആയിട്ട് മുഹമ്മദ് അവതരിപ്പിച്ച് ദുരുപയോഗം ചെയ്ത ഒരു കൺസെപ്റ്റാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ അള്ളാഹു അവിടെ ഉണ്ടായിരുന്ന അനേകം ഗോത്ര ദേവന്മാരിൽപ്പെട്ട ഒരു ദേവൻ മാത്രമാണ്, അതിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി അതേപോലെ വേറെയും ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. മുഹമ്മദ് നബിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ സൊറ പറഞ്ഞിരിക്കുകയാണ്. ആദ്യ രാത്രി കൂടാൻ മുട്ടിയിട്ട് നിൽക്കുകയാണ് മുഹമ്മദ് നബി. എന്ത് ചെയ്യും? ഈ കശ്മലന്മാർ ആരും ഒഴിഞ്ഞു പോകുന്നില്ല.
അപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, എല്ലാവരും ഒന്ന് പോയി തരുമോ പ്ലീസ്, എനിക്ക് കിടന്ന് ഉറങ്ങണം, അവിടെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറയാൻ ആർക്കാണെങ്കിലും തോന്നും. പക്ഷേ മുഹമ്മദ് നബിക്ക് മടി. അപ്പോൾ ഉടനെ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറക്കുകയാണ്. അതെ, മുഹമ്മദ് നബിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ സൽക്കാരത്തിന് വിളിച്ച് അവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കരുത്, കഴിച്ചാൽ പെട്ടെന്ന് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പറയും. ഇത് ഞാനല്ല പറഞ്ഞത്, മുഹമ്മദിന് പറയാൻ നാണമുണ്ട്, അതുകൊണ്ട് ഞാനാണ് കേട്ടോ പറയും, എനിക്ക് ലജ്ജയില്ല, മൂപ്പർക്ക് ഭയങ്കര ലജ്ജയാണെന്ന് ഖുറാനിൽ ആയത്ത് ഇറക്കുകയാണ്. അപ്പോൾ ആരാ ഇത് ചെയ്തത്? മുഹമ്മദ് നബി ചെയ്തു. ആരെക്കൊണ്ടാണ് ജീവിച്ചത്? അള്ളാഹുവിനെ കൊണ്ട് ചെയ്തു. അതായത് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നു, അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, അള്ളാഹു പറഞ്ഞാണ്, എന്നാൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് വരണം. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഈ ടോമി സെബാസ്റ്റ്യൻ ഗീതയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഭഗവത്ഗീത എന്നൊക്കെ പറയുമ്പോൾ, മഹാഭാരത യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബാഹുബലിയുടെ ചിത്രമാണ്. അതിന് പകരം അതൊരു അങ്ങാടി കശപിശ, ഒരു കുടുംബ വഴക്ക്, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളിതിനെ കാണുമ്പോഴാണ് ഇതിൻ്റെ അത് എത്രമാത്രം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അതിങ്ങനെ പെരുപ്പിച്ച് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഇത് വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് പറയാനുള്ളൊരു മടിയുള്ള കാര്യം അത് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണോ ഇത് തന്നെയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് മുഹമ്മദിന് പറയാം, ഇത് പോടറക്കാന്ന് പറയും. അപ്പോൾ പറയാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുടിക്കാതിരുന്നാൽ അവിടെ പോയി കുടിക്കാം. ഓ അങ്ങനെ ഉണ്ടോ, എന്നാൽ ഞങ്ങൾ കുടിക്കില്ല എന്ന് പറയും. ഇതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ പോലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനം അത് ഈ ഭൂമിയിൽ അതൊരു തെറ്റല്ല. ഇതിന് ആദ്യത്തെ എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയുള്ള ആദം ഹവ്വ ആ കുടുംബത്തിൻ്റെ കഥയാണ്. അവിടെ പറയുമ്പോൾ എന്താ അവർ പറയൽ? അത് അന്നത്തെ സാഹചര്യത്തിലുണ്ട്. ആദം ഹവ്വ അവരുടെ 4 മക്കൾ, ഈ 4 പേരിൽ നിന്നുമാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാന്തരം ഇൻസെസ്റ്റ് അല്ലേ അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് തടയാൻ എന്തുകൊണ്ടൊരു ദൈവത്തിന് കഴിഞ്ഞില്ല? അപ്പോൾ ഇൻസെസ്റ്റ് അവിടെ പ്രശ്നമല്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് അന്നത്തെ സാഹചര്യമാണെന്ന് പറയുന്നത്. സത്യത്തിൽ അവിടെ അള്ളാഹു രക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ ഒരു കഴിവില്ലായ്മയും കൂടി അവിടെ വരുന്നു. ഒന്നുകിൽ മൂപ്പർക്ക് ഒരു 10 ഹവ്വ, ഒരു 10 ആദം ഉണ്ടാക്കിയാൽ ഈ പ്രശ്നത്തെ മറികടക്കാമായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത് ചെയ്തിട്ടില്ല. ഇനി അതുമല്ല, ഈ മണ്ണ് കുഴച്ചുണ്ടാക്കാൻ വേണ്ടി കളിമണ്ണ് വാങ്ങുന്ന സമയത്ത്, കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 കിലോ കളിമണ്ണ് അധികം എടുത്താൽ പോരായിരുന്നോ? എക്സ്ട്രാ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ആദമിനെ ഉണ്ടാക്കി കൂടായിരുന്നോ? അതും ചെയ്തില്ല. അപ്പോൾ കളിമണ്ണ് വാങ്ങാൻ പോയോടത്ത് പോലും പുള്ളി അത് മനസ്സിൽ ചിന്തിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കുഴിച്ചെടുക്കുന്ന സമയത്ത് പോലും ഒരു ആദമും ഹവ്വയും ഉണ്ടാക്കേണ്ട ആ ഓർമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കളിമണ്ണായിട്ട് വന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പാത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്, നമ്മൾ കുറച്ച് കളിമണ്ണ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മളൊരു പാത്രം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതേ കുറച്ച് കളിമണ്ണ് ബാക്കിയിരിക്കണം. നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പുട്ടിന് മാവ് കുഴയ്ക്കുന്നു, അതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പുട്ട് 2 കുറ്റി ഉണ്ടാക്കി കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി മാവ് അവിടെ ഇരിക്കും. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒരു കഷ്ണം പുട്ടും കൂടി അങ്ങ് ഉണ്ടാക്കും. നിങ്ങൾ ആ മണ്ണ് ബാക്കിയുള്ള എടുത്തിട്ട് നിങ്ങൾ ഒരു കലം കൂടി അങ്ങോട്ട് ഉണ്ടാക്കും. ഇതല്ലേ മനുഷ്യനാണെങ്കിൽ, ഒരു ബോധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യാതല്ലേ? ഈ ബോധം പോലും പടച്ചവനുണ്ടായിട്ടില്ല എന്ന് വരുന്നിടത്ത് പടച്ചവൻ വളരെ കൃത്യമായിട്ട് ആ കണക്ക് സൂക്ഷിച്ചുകൊണ്ട് ഒരു ആദമിനെയും ഒരു ഹവ്വയും ഉണ്ടാക്കാനുള്ള കളിമണ്ണ് മാത്രമേ കുഴിച്ചെടുത്തിട്ടുള്ളൂ എന്ന് പോലും വരുന്നിടത്താണ് അള്ളാഹുവിൻ്റെ ആ ഒരു സൂക്ഷ്മതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. എത്രമാത്രം കൃത്യമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. ഒരെണ്ണം, ഒരു ആദം, ഒരു ഹവ്വ. എന്നാലാണല്ലോ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഈ ഇൻസെസ്റ്റിന് അതൊരു അന്നത്തെ കാലഘട്ടത്തിലേക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു വെപ്പിക്കാൻ ഇതുപോലെ കിടന്ന് ഉരുളാൻ ഇവർക്കുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. സത്യത്തിൽ ഇവരുടെ പൊള്ളത്തരം വെളിച്ചത്ത് വരുന്നത്. എൻ്റെ മതനിരാസ ആ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളൊരു ചിന്തയായിരുന്നത്, ഇതെന്ത് വൃത്തികെട്ട അള്ളാഹുവാണിത്. ഒരു ഇൻസെസ്റ്റിനെയൊക്കെ ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ, അത് മറികടക്കാൻ കഴിയാത്ത ആളാണോ അള്ളാഹു? ഒന്നുകിൽ അതൊരു പ്രശ്നമാണെന്ന് അള്ളാഹുവിന് തോന്നിയിട്ടുണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ പുള്ളി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പോലും ആലോചിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണല്ലോ ഈ ഇൻസെസ്റ്റ് എന്തുകൊണ്ട് തെറ്റെന്ന് വരുന്നത്. കാരണം എന്താണ്? ഈ കസിൻ മാരേജ്, ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി കൺസാങ്ക്വിനിറ്റിയാണ് നമ്മൾ ഇൻസെസ്റ്റ് എന്ന് പറയും. അതായത് വാപ്പ മകള്, ഉമ്മ മകൻ, ആങ്ങള പെങ്ങള് എന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് അതിന് ഫസ്റ്റ് ഡിഗ്രി കൺസാങ്ക്വിനിറ്റി എന്ന് നമ്മൾ പറയും. രക്തബന്ധുത്വം അതിൻ്റെ 1ാമത്തെ ഡിഗ്രി വളരെ ഡേഞ്ചറസ് ആണ്. അതിൻ്റെ അടുത്ത ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് ഈ ഫസ്റ്റ് കസിനും സെക്കൻഡ് കസിനും ഒക്കെ വരുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെയും പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കസിൻ മാരേജ് നടക്കുന്നത് അത് പാകിസ്ഥാനിലും അതുപോലെ അറബ് വേൾഡിൽ, മുസ്ലിം വേൾഡിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. 50 ലോകത്ത് നടക്കുന്ന മൊത്തം ഇൻസെസ്റ്റസ് മാരേജ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും കൂടുതൽ 50% നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. എന്താ കാരണം? ഇസ്ലാമികപരമായിട്ട് അത് തെറ്റല്ല എന്ന നിയമം അവിടെ ഉള്ളതുകൊണ്ട്. എന്നിട്ട് അതാത് ഗവൺമെൻറ്റുകൾ ഈ
ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ ആ ഒരു ഹെൽത്ത് ബേർഡൻ, അതുകൊണ്ടുണ്ടാകുന്ന കൺജനിറ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, ഇതെല്ലാം അവിടെ വലിയ തോതിൽ വരുന്നത് കാരണം അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി രണ്ടുപേർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് DNA ടെസ്റ്റ് അടക്കം നടത്തി അവർക്ക് പ്രശ്നമില്ല എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് നടത്തേണ്ട വരെ ഗതികേടിലാണ് ഇസ്ലാമിക രാജ്യം. അവരാണ് ഇരുന്നിട്ട് പറയുന്നത് ഇത് ധാർമ്മികത അവരുടെ പുസ്തകത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കും. കാരണം എന്താണ്, ഈ ഒരൊറ്റ കിതാബ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ അവരുടെ ഉമ്മാനെയും ബാപ്പാനെയും ഇന്ന് ബോധിക്കാതെ, ഉമ്മാനെയും പെങ്ങളെയും ബോധിക്കാതെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇതൊക്കെ വിളമ്പുന്നത്. നമ്മളത് അംഗീകരിച്ച് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നും നമ്മൾ ചോദ്യം ചോദിക്കരുത്. ഇനി ഇവിടെ പറഞ്ഞു സ്വർഗത്തിൽ പോയിട്ട് ബോധിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഭൂമിയിൽ തന്നെ ബോധിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതും കൂടി ഒന്ന് കേട്ടിട്ട് പോവാം. മോന്റെ മോള് മോളെ മോള് ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അടാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്. ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ നെത്തുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നെത്തുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ നെത്തുവത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. ഇവൻ ആ കുട്ടീന്റെ വാപ്പയല്ല, ആ കുട്ടി ഇവന്റെ മകളുമല്ല, അന്യൊരു പെൺകുട്ടിന്റെ സ്ഥാനം. ഇനി മക്കളെ കഴിഞ്ഞാൽ അപ്പം കേട്ടല്ലോ, ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. സ്വന്തം മകളെ ഒരു ബാപ്പാക്ക് കല്യാണം കഴിക്കാം. ആ മകൾ ജനിച്ചത് വ്യഭിചാരത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻസെസ്റ്റ് ആയിട്ട് പോലും കണക്കാക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവരെടുത്ത് വെച്ചിട്ട് നമ്മൾ നുണ പറയുന്നു, നമ്മൾ മണ്ടത്തരം പറയുന്നു, നമ്മൾ തെളിവില്ലാതെ പറയുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് ഇസ്ലാമിലെ നിയമങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവർ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, ശവഭോഗം, മൃഗഭോഗം, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ മടുത്തതാണ്. ഇസ്ലാം ഇതെല്ലാം ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ്. മൃഗഭോഗമായാലും ശവഭോഗമായാലും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുളിയുടെ ആവശ്യമുള്ളൂ, നിങ്ങൾക്കൊരു വൊളു എടുത്താൽ മതി എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിച്ച് അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വരെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അത് അത്തരം അധ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചതിൻ്റെ പേരിൽ ദിയോബന്തി മദ്രസകളിൽ ആ ടെക്സ്റ്റ് ബുക്കുകൾ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ഈ അടുത്ത് പ്രശ്നങ്ങൾ നീങ്ങി. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഇതൊക്കെയാണ് ഇസ്ലാമിലെ ഉൾക്കളികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചൂണ്ടിക്കാണിക്കും. കാരണം എന്താണ്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ആകാശത്തിരുന്നിട്ട് നൂലിൽ കെട്ടിയിറക്കിയ സാധനമാണെന്നല്ല. അത് മനുഷ്യൻ തന്നെ, മനുഷ്യൻ്റെ ആ വർദ്ധിച്ചു വരുന്ന മനസ്സിലാക്കുകൾക്ക് ഭാഗമായിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കുറേ നിയമങ്ങൾ, അതിനെ എടുത്തു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ആളുകൾക്ക് അവരുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, സർവൈവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്കൊരു യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രിൻസിപ്പിളാണത്. നമുക്കും ദോഷം വരരുത്, കൂടെയുള്ള ആൾക്കും ദോഷം വരരുത്. നമ്മളിപ്പോൾ ഒരു ബലാത്സംഗം, അതിനെ വരെ നമ്മൾ അവിടെ തെറ്റാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സന്തോഷം എന്ന് പറയുന്ന കാര്യം, ആ ഒരു വെൽഫെയർ എന്ന് പറയുന്ന സംഗതി മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരാളെയും കൂടി എങ്ങനെ അവിടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 10 പേര് കൂടി ബലാത്സംഗം ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. മാക്സിമൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതല്ല അതിൻ്റെ അർത്ഥം. മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കൂടി 11ാമത്തെ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ആ 11ാമത്തെ പെണ്ണിനും എങ്ങനെ സന്തോഷം കൊടുക്കാം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? ബലാത്സംഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. അതാണ് ആ പ്രിൻസിപ്പിൾ അവിടെ വർക്കൗട്ട് ആവുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? അല്ല. നിങ്ങൾക്ക് സ്വതന്ത്ര സ്ത്രീയെ നിങ്ങൾ ഭാര്യയാക്കി കല്യാണം കഴിക്കുന്ന സമയത്ത് അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ വഴി വരുന്നുണ്ട്. എന്നാലും പറയാണ്, ആ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ കൺസെപ്റ്റ് വേണ്ട. ഭാര്യ പ്രസവ പലകയിൽ ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭർത്താവ്
ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ ചെല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒന്നത്. 2, അടിമ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണേലും കയറി പൂശാം, വെളിപ്പുറത്തുണ്ടായിക്കൊള്ളാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാനിത് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മോശമാവും. അതുകൊണ്ടൊക്കെയാണ് ഇവർ എൻ്റെ പേര് പോലും പരാമർശിക്കാത്തത്. പക്ഷേ സന്തോഷമുണ്ട്. എൻ്റെ ഫോട്ടോ നിങ്ങൾ തംബ്നെയിൽ വെച്ചതിൽ എനിക്ക് വലിയ സന്തോഷമായി. മുഖാബ കുശുവ. ബാക്കി കേൾക്കാം. നമ്മൾ ചെയ്തത് നാസ്തികത എന്താണ് എന്നുള്ളത് നാസ്തികരെ പഠിപ്പിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ഈ ബാസിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി തന്നെ ഇത്തരം വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ നാസ്തികരിൽ വളരെ പ്രമുഖനായിട്ടുള്ള മുഹമ്മദ് ഖാനായിട്ടും ഒരു സുദീർഘമായ 2 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ഇസ്ലാമിക വിഷയത്തിൽ മാത്രം നമ്മോട് ചോദ്യം ചോദിക്കുക, അങ്ങോട്ട് ചോദ്യം ചോദിക്കാത്ത വളരെ ഏകപക്ഷീയമായിട്ട് വരെ നമ്മൾ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഖാനുമായിട്ട് നടത്തിയ സംസാരത്തിലാണ് നമ്മളുടെ ബാസിൽ സമ്മതിക്കുന്നത്. ചന്ദ്രനെ പിളർത്തിയത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കൂടുതൽ എന്താ നമ്മൾ പറയാനുള്ളത്? വിശ്വസിക്കുന്നുണ്ട്, ബാസിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവരെ പുറത്തേക്ക് ചാടിയത് ആ സംവാദത്തിൽ, ആ ഒരു സംഭാഷണത്തിൽ തന്നെയാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതുപോലൊരു സംഭാഷണത്തിന് നമ്മളിവരെ ക്ഷണിച്ചിട്ട് ഇവർ വന്നിട്ടില്ല കേട്ടോ. അതും നമ്മൾ പറയണമല്ലോ. ഇവർ മുഹമ്മദ് ഖാനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം. എനിക്ക് തോന്നുന്നു 3 പരിപാടികൾക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ നടന്ന എസൻസിൻ്റെ പരിപാടിക്ക് വിളിച്ചു, ഇവർ വന്നിട്ടില്ല. ഫോൺ പോലും എടുക്കില്ല. പിന്നെ അതിനുശേഷം കോഴിക്കോട് നടക്കുന്ന പരിപാടിയിലേക്ക്, എസൻസിൻ്റെ പരിപാടിയിലേക്ക് വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല, വരില്ല എന്ന് തന്നെ പറഞ്ഞു. എസൻസിൻ്റെ ലിറ്റ്മസ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം നടന്ന പരിപാടിയിലേക്ക് വിളിച്ചു, വന്നിട്ടില്ല. ഈ 3 പരിപാടികൾ എതിർവശത്ത് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വരില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ എന്താണ്, നനഞ്ഞിടം നോക്കിയിട്ട് കുഴിച്ച് നടക്കുന്ന ആളുകളാണ്. നമുക്ക് ഇവരോട് വിരോധമൊന്നുമില്ല, ചെയ്തോട്ടെ. പക്ഷേ നിങ്ങൾ ഇത്ര വലിയ സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. പറ്റുമെങ്കിൽ അതൊന്ന് കണക്കാക്കണം. ഓക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മുഹമ്മദ് ഖാനായിട്ടുള്ള ഡിബേറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് പ്രധാനമായിട്ടും അതിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ ഓരോ വിമർശനങ്ങൾ ഇപ്പം ജൂത ക്രൈസ്തവരെ ശത്രുക്കളായിട്ട് കാണുന്നതാണ്. അപ്പോൾ അത് പറയുന്നു, നമ്മൾ വിശദീകരിക്കുന്നു. അതിനുശേഷം അടുത്തൊരു വിമർശനം വരുന്നു, അതിന് നമ്മൾ വിശദീകരിക്കുന്നു. ഫ്രീ വില്ല് ഇസ്ലാമിൽ എന്താണ്, അങ്ങനെ ആ രൂപത്തിൽ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ജബ്ബറായിട്ട് നമ്മൾ സംവാദം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ വിമർശനങ്ങളെ മുസ്ലിം സൊസൈറ്റിയിൽ പൊതുവെ ഹാൻഡിൽ ചെയ്യാറുള്ളത് ഓക്കെ, ആയിഷ ബീവിയുടെ വിവാഹം കൊണ്ടിരുന്നു, അതിന് മറുപടി പറയുന്നു. അടിമത്തം കൊണ്ടിരുന്നു, അതിന് നമുക്ക് മറുപടി പറയുന്നു. ഈ ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെ, ആയിഷ ബീവിയുടെ വിവാഹം കൊണ്ടിരുന്നു, വെയിറ്റ് സ്റ്റോപ്പ്, നമുക്ക് അത് പറയാറുണ്ട്. അതിന് മുമ്പ് ഇത് തെറ്റാണ് എന്നുള്ളത് പറയാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്? മാനദണ്ഡമാണല്ലോ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിഡോഫീലിയ എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അതൊരു സെക്ഷൽ പെർവേർഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് എന്താണ് അതിൻ്റെ മാനദണ്ഡം? അതിൻ്റെ മാനദണ്ഡം മെഡിക്കൽ എവിഡൻസ് തന്നെയാണ്. അതായത് ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ പിഡോഫീലിയ, ഇതുപോലെയുള്ള ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ഇപ്പോൾ പിഡോഫീലിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളോടുള്ള ഇതുപോലുള്ള ലൈംഗിക ആസക്തി കൊണ്ട് അതിൻ്റെ പേരിലുണ്ടാകുന്ന വിഷയങ്ങൾ, ഇപ്പോൾ പോക്സോ ആക്ട് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മദ്രസ അധ്യാപകർ തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം, ഇവർക്കത് അറിയുമെന്നറിയില്ല. സാന്ദർഭികമായിട്ടത് പറഞ്ഞതേ ഉള്ളൂ. അത് ആൺകുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. അതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്ലാമിലെ കാഴ്ചപ്പാട് പ്രകാരം ഈ തൊട കൊണ്ടുള്ള പ്രയോഗം, ആ പ്രയോഗം അത് ഇതേപോലെ ബോധം എടുത്താൽ തീരുന്ന പ്രശ്നമാണ്. ഒന്ന് ചെറിയതായിട്ടൊന്ന് കുളിച്ചാൽ മതി എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തൊടപ്രയോഗമായാലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ അളിഞ്ഞ സെക്ഷുവലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. ഇവരുടെ പ്രധാന പ്രശ്നം, നമ്മൾ ഇതിനെ വളരെ വല്ലാതെ അങ്ങ് അവഹേളിക്കുന്നു, നമ്മൾ വല്ലാതെ റിഡിക്യൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ബഹുമാനം കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല, അതിനാവശ്യമില്ല. ഇതേപോലെയല്ല, ഇതിനേക്കാൾ മോശമായിട്ട് റിഡിക്യൂൾ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അളിഞ്ഞ കഥകൾ, ഇതുപോലെയുള്ള മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ, അബദ്ധങ്ങൾ, ഇത് തന്നെയാണ് ഇസ്ലാമിലുള്ളത്. ഈ പിഡോഫീലിയ നടത്തുന്ന ഒരു പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കാൻ എന്നെ കിട്ടില്ലെന്നേ. അത് തെറ്റാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഇൻസെസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതം, ആ മതത്തെ നമ്മൾ തുറന്ന് കാണിക്കും. അതിനുള്ള എക്സാമ്പിൾസ്, അതിൻ്റെ തെളിവുകൾ നമ്മൾ വെക്കും. അത് മാത്രമാണ് ഒരു തെളിവായിട്ട് ഇവിടെ വെച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ബേസിസിലാണ് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബേസിസ് തന്നെയാണ്. ഇത് തെളിവുകൾ തന്നെയാണ്. ഇനി ആ തെളിവുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ തന്നെ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ഉസ്താദുമാർ പറഞ്ഞ വാക്കുകളും അവരുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. മതം വിട്ടവനെ കൊല്ലണമെന്ന് പറയുന്ന അടക്കമുള്ള കാര്യം നമ്മളിവിടെ കേട്ടു. അതൊന്നും ഇവർ സമ്മതിക്കാറില്ല. ഇവർ തന്നെ ഇതിൽ ചോദിക്കുന്നത് ഇതൊക്കെ ഇവർക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. നിങ്ങളിത് എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പണ്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയം വരുമ്പോൾ പറയാം. എന്തായാലും ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് നമ്മളെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക മൂല്യങ്ങൾ, ശാസ്ത്രീയ വിവരങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിയിട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് പോയിൻറ്റ്സ് ഉണ്ട്. അത് വെച്ച് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയും. പിഡോഫീലിയ തെറ്റാണ്, അത് ഏത് കൊലകൊമ്പൻ പ്രവാചകൻ ചെയ്താലും പിഡോഫീലിയ അത് തെറ്റ് തന്നെയാണ്. ഇൻസെസ്റ്റ് അത് തെറ്റ് തന്നെയാണ്. അത് ഏത് കൊലകൊമ്പൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താലും അത് തെറ്റ് തന്നെയാണ്, അത് പോക്കിരിത്തരാണ്. ഈ
1.5 വയസ്സിലുള്ള മുട്ടിൽ എഴയുന്ന കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയും അടുത്ത വർഷം ഞാൻ കല്യാണം കഴിക്കും എന്നൊരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെണ്ടിത്തരം തന്നെയാണ്. അത് പോക്സോ കേസിൽ അകത്ത് കിടക്കേണ്ട ഒരു സാധനമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് പറയും. അതിൻ്റെ മാനദണ്ഡം നമ്മൾ ഇന്ന് കൈവരിച്ചിട്ടുള്ള ഉന്നതി തന്നെയാണ്. ഇനി പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ നമ്മൾ അവർക്ക് വിദ്യാഭ്യാസത്തിന് ഒരു കാലഘട്ടം നിശ്ചയിക്കുന്നു, അതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം എന്ന് പറയുന്നത് എന്താ? നമ്മളെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരും വരാനില്ല. നമ്മൾ രക്ഷപ്പെടുക എപ്പോഴാണ്? നമ്മൾ കൈവരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി, അതുവഴി നമുക്കുണ്ടാകുന്ന ജോലിയെടുക്കാനുള്ള പ്രാപ്തിയും അതുപോലെ ഏൺ ചെയ്യാനുള്ള പ്രാപ്തിയും അതൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ സർവൈവ് ചെയ്യുക. അല്ലാതെ അള്ളാഹു എവിടെന്നെങ്കിലും ഇറക്കി തരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉള്ള ആളുകളെ പോയി കൊള്ളയടിച്ചിട്ട് മുഹമ്മദ് നബി ചെയ്ത പോലെ കൊള്ള നടത്തിയിട്ട് അതിൽ 5-1 വെച്ച് പങ്കിട്ടെടുക്കുന്ന പരിപാടി, അതൊന്നുമല്ല നമുക്കിന്ന് സർവൈവലിന് ഹെൽപ്ഫുൾ ആവുക. മാന്യമായിട്ട് തൊഴിലെടുക്കാം, മാന്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ, ജീവിതോപാധി കണ്ടെത്താനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഏർപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം വിദ്യാഭ്യാസം തന്നെയാണ്. അത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ താലിബാൻ ചെയ്യുന്നത് കണ്ടു. 6ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചാൽ മതി പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് അവർ വിലക്കുന്നത് ഇസ്ലാമിക നിയമത്തിൻ്റെ പേരിലാണ്. സ്ത്രീകൾ ജോലിക്ക് പോയിരുന്ന ആളുകളെ അത് തടഞ്ഞുകൊണ്ട് അവരെ പോകരുത് എന്ന് പറയുന്നത് താലിബാൻ ചെയ്യുന്നു, ഇസ്ലാമിക നിയമമാണ്. അതേപോലെ അത് വകവെക്കാതെ പെണ്ണുങ്ങൾ ജോലിക്ക് പോയി, പോലീസുകാരിയായിട്ടൊരു സ്ത്രീ പോയി, ആ സ്ത്രീയെ പിടിച്ച് കെട്ടി അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇസ്ലാമിക നിയമമാണ് അവർ നടപ്പിലാക്കിയത്. അതായത് അവരെ ഇസ്ലാമിക നിയമം അതിനെ ലംഘിച്ച ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് അവരവിടെ കൊടുത്തു വെക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാ ചെയ്യുന്നത്? ഇതേ താലിബാൻ. താലിബാൻ ആരാണ്? ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരു കാര്യം ഇതെങ്ങനെയാണ് ഇസ്ലാമാണ് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതേ ഇസ്ലാം താലിബാനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാനിലെ ആളുകളുടെ ജീവിതം ഇതുപോലെ കുട്ടിച്ചോറാക്കുമ്പോൾ അതിനെ ഇവർക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇതന്നെ അല്ലേ അവിടെ നടക്കുന്നത്? കുട്ടികളുടെ വിദ്യാഭ്യാസം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ചൈൽഡ് മാരേജ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യമാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയൊക്കെ പിടിച്ച് മതി പഠിച്ചത് അന്നെ നമ്മൾ കെട്ടിച്ചു കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് പോകുന്ന കാഴ്ച നിങ്ങൾ കാണണം. അതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയാത്ത അത്രയും കുഴപ്പം പിടിച്ച വീഡിയോസാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം അവിടെ നിഷേധിക്കപ്പെടുന്നു. അവർക്കത് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആധുനിക മൂല്യം പറയുന്നത് അതല്ല. അവർക്ക് 18 വയസ്സ് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ അത് 21 ആക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? എന്നിട്ടും 18 വയസ്സാകാൻ വേണ്ടി കാത്തു നിന്നിട്ട് 17ാം വയസ്സിൽ രഹസ്യമായിട്ട് നിക്കാഹ് നടത്തുന്നു. എന്നിട്ട് 18ാം വയസ്സിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോഴും നിഷേധിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. പെൺകുട്ടികളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാവുകയും അവർ പിന്നാക്കം പോകുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റുകൾ ഇടപെടുകയാണ്. എന്നിട്ടാണ് അത് 21ലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് പാടില്ല, അത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള സംഗതിക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊലാഹലം സൃഷ്ടിച്ചത് ഇവിടുത്തെ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആരാണ്? അത് മുസ്ലിമങ്ങളാണ്. ആരാണ് ഈ മുസ്ലിം? ഇതേ ഈ ഇരിക്കുന്ന ഇൻസെസ്റ്റ് ബാസിലിൻ്റെ അതേ ഗണത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മാനദണ്ഡം അത് ഇതുപോലെയുള്ള ആധുനിക മൂല്യങ്ങളിൽ, ശാസ്ത്രീയമായ വിവരങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില തീരുമാനങ്ങളുടെ പുറത്താണ് നമ്മൾ ആ മാനദണ്ഡങ്ങൾ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഓക്കെ, അവരുടെ ബേസ് നമ്മൾ ചോദിച്ചു. അപ്പോൾ അതുപോലെ അടിമത്തം, ഓക്കെ, അടിമത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹദീസിൽ എന്താണ് ഉള്ളതെന്ന് പറയാം, ഖുർആനിൽ എന്താണ് ഉള്ളതെന്ന് പറയാം. പക്ഷേ വെയിറ്റ്, ഒറ്റ മിനിറ്റ്, നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അടിസ്ഥാനം വേണം. നമ്മളെ അടിസ്ഥാനം വീണ്ടും അടിമത്തത്തിനുള്ള അടിസ്ഥാനം എന്താണ്? നമ്മളെ അടിസ്ഥാനം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവിടെ അടിമയാക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു മാനവിക വിരുദ്ധമായ ഒരു സംഗതിയാണ്. എന്നിട്ട് നമ്മൾ നിങ്ങളോട് തിരിച്ചു ചോദിച്ചു, ഇസ്ലാമിൽ അടിമത്വം എന്ന് പറയുന്നത് അൺഇക്വോക്കലി അത് തെറ്റാണ്, അത് പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുപോവാം. അതിന് വിരുദ്ധമായത് 100 ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ എക്സ് മുസ്ലിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മതവിമർശകരെല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവർ തൊട്ടിട്ടില്ല. അതാണ് നമ്മൾ പറയുന്ന ആ 3 സംവാദ വിഷയങ്ങൾ. ഇസ്ലാമിൻ്റെ ധാർമ്മികത, അള്ളാഹുവിനൊരു ദൈവമാകാനുള്ള സ്കോപ്പ് വല്ലതുണ്ടോ, കോപ്പാണോ ദൈവമെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന അവിടെയാണ്. അള്ളാഹു കോപ്പാണ്. അതേപോലെ മുഹമ്മദ് നബി ഒരു മാതൃകയാണോ എന്നൊക്കെ ചോദിക്കും. അവിടെ ഈ അടിമ വ്യവസ്ഥിതി വരും. അടിമ വ്യവസ്ഥിതി മാത്രം നിങ്ങൾ എടുക്കുക. ഇവർ പറയുന്നത് പ്രകാരം ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? അടിമുടി ഇസ്ലാം നിങ്ങൾ പരിധി കഴിഞ്ഞാൽ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരെണ്ണം പോലും കാണാൻ പാടില്ല. എന്നാൽ മുഹമ്മദ് നബിയുടെ അവസാന കാലഘട്ടത്തിലടക്കം മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. മുഹമ്മദ് നബി മരിച്ചു കിടക്കുമ്പോൾ പോലും മുഹമ്മദ് നബിക്ക് അടിമകളുണ്ടായിരുന്നു. അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ ഒരു ബന്ധു ഇതുപോലെ ഒരു അടിമയെ മോചിപ്പിക്കുന്ന വിവരം മുഹമ്മദ് നബിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി തിരിച്ചു ചോദിക്കുന്നത്, നിന്നോട് ആര് പറഞ്ഞു അതിനെ മോചിപ്പിക്കാൻ? അതിന് നിൻ്റെ അമ്മാവിന് വിറ്റുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന മുഹമ്മദ് നബി. എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കുക? അടിമ വിമോചനത്തെ എതിർക്കുന്ന ഒരു മുഹമ്മദ് നബിയാണ്. അപ്പോൾ ഇവർ അടിമ വിമോചനത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 10 ഇപ്പുറത്ത് എടുത്താൽ 100 അടിമ വിമോചനത്തെ എതിർത്തത് ഇവിടുന്ന് നമുക്ക് കിട്ടും.
അപ്പോൾ എന്താ അത് മറ്റൊരു സാധനം നമ്മളെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഇസ്ലാമിലെ വൈരുദ്ധ്യങ്ങളാണ്. ഒരു ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സാധനം കൊണ്ടുവന്ന് അതിനകത്ത് 100 വേർഷൻസ് ആണ്. എങ്ങനെ വേർഷൻസ് ഇല്ലാതിരിക്കും? ഇന്ന് നിസ്കരിക്കുന്ന സമയത്ത് കൈ നെഞ്ചുമ കെട്ടണോ പള്ളയിൽ കെട്ടണോ എന്ന് പോലും തീരുമാനമാവാത്ത കഥയാണ് ഇവിടെ ഉള്ളത്. നിസ്കാരം 3 വക്താണോ 5 വക്താണോ എന്ന് അതുപോലും തീരുമാനമായിട്ടില്ല. 3 ഉള്ളൂ എന്ന് പറഞ്ഞ ആളെയാണ് ഇവർ കൊന്നു കുഴിച്ചു മൂടിയത്, ചേകന്നൂർ മൗലവിയെ. 5 ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഇതുപോലെ നടക്കുന്നു കുറ്റവാളികളായിട്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ കഥ. നിങ്ങൾക്കൊരു നിയമം പോലും കൃത്യമായിട്ട് കാണുക. ഈ ബാസിൽ തന്നെ ഇസ്ലാമിലെ സ്വത്തവകാശം കണക്ക് കൂട്ടി വരുമ്പോൾ അത് അവസാനം ഒരു ഭിന്നസംഖ്യകൾ കൂട്ടിയപ്പോൾ ഒരു ഉത്തരം ഒന്നായിട്ട് വരാത്ത അവസ്ഥ പോലും നമ്മളിവിടെ കണ്ടു. അള്ളാഹുവിന് കണക്ക് പോലും പഠിക്കുന്നു. അതായത് ബേസിക് മാത്തമാറ്റിക്സ് പോലും അറിയില്ല നമ്മളുടെ പടച്ചോൻ എന്ന് വരികയാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഓരോന്നിനുള്ള ബേസിസ് നമ്മൾ വെച്ച് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഞാനിത് പറയുന്നില്ല, കാരണം ഇത് തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് ഇനി ഇവർ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കേട്ടു പോകാം. ആ ഒരു അടിസ്ഥാനം അങ്ങോട്ട് ചോദിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റി ജബ്ബാറിന്റെ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡിഫൻസീവ് നിർത്തിയിട്ട് അറ്റാക്കിംഗ് തുടങ്ങി പറഞ്ഞാൽ ഇപ്പം ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഡിഫൻസ് ഒഴിവാക്കി അറ്റാക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആലോചിക്കുക, പതിറ്റാണ്ടുകളായി ഏകപക്ഷീയമായ അറ്റാക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇതാ ഇവർക്ക് അങ്ങനെ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാസ്തികർ. അതല്ല കേട്ടോ ഇവിടെ സംഭവിച്ചത്. അതായത് ഇതുപോലുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണ് ഇവർ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഈ വിമർശനം നടത്തുന്ന ആളുകളെ കായികമായിട്ട് നേരിടാം എന്ന് തന്നെയാണ് ഇവർ അന്ന് പറഞ്ഞു വെച്ചത്. അതായത് നമ്മൾ ഈ ഡിഫൻസിൽ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല, ഉത്തരം പറഞ്ഞ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ കളത്തിലിറങ്ങണം, നമ്മൾ കായികമായിട്ട് നേരിടണം എന്ന ഒരു കൃത്യമായ ഒരു കോൾ ഫോർ എ വയലൻസ് അത് തന്നെയാണ് അവരന്ന് നടത്തിയത്. അത് നമ്മൾ അന്ന് എക്സ്പോസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവർ ഇന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ ഒഫൻസീവായിട്ട് ഇറങ്ങണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് അതവിടെ നമ്മൾ എടുത്ത് പറയുന്നത്. അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. ആ ക്ലബ് ഹൗസ് കാലഘട്ടത്തിൽ അന്നാണ് സത്യത്തിൽ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ വധഭീഷണി പോലും ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം തരത്തിലുള്ള വധഭീഷണികളാണ് നമുക്ക് ഇൻബോക്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നാണത് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അത് പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട പോലെ റിപ്പോർട്ട് ചെയ്യുകയും കേസ് മറ്റേ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് അതേപോലെ പല നീക്കങ്ങൾ നടത്തിയാണ് സത്യത്തിൽ ഇന്ന് അത്തരം പരാതികൾ ഇന്ന് കുറഞ്ഞു, ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്ന ഒരു സംവിധാനം ഇന്നിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് പോകുന്നു. ഇതുവരെ തട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ഇടയ്ക്ക് ഇതേപോലെ നമുക്കൊക്കെ എന്തെങ്കിലും വരുത്തി വെക്കണം എന്ന കോൾ ഫോർ വയലൻസ് ഇവരുടെ ഇടയിലുള്ള ആളുകൾ നടത്താറുണ്ട്. അത് നമ്മളിവിടെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒഫൻസീവ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഇവരിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളെ കായികമായിട്ട് നേരിടണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത്. ആ ഒഫൻസിനെ കുറിച്ചാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അത് ഇവരിപ്പോൾ ഇതേപോലെ വന്നിട്ട് നുണ പറയുകയാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക വിമർശകർ മാറി എന്നുള്ളതാണ്. അത് മാത്രമല്ല അവർക്ക് ഉത്തരം പറയേണ്ടി വന്നു. വളരെ അതായത് ക്ലബ് ഹൗസിലടക്കമുള്ള പിന്നെ ചെറിയ ചെറിയ നാസ്തികർ മുതൽക്ക് ഇവരുടെ അപ്പോസ്തലന്മാർക്കടക്കം ഉത്തരം പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ അടിസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത്. പിന്നെ പൊതുവിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഓരോ വിമർശകർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനമായി ജബ്ബാർ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കരിയർ എൻഡിംഗ് ഡിബേറ്റ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് കഴിഞ്ഞു. പൊതുവിൽ അതിന് മുമ്പുള്ള ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ഇസ്ലാം നോട്ട് ദ വേർഡ് കരിയർ എൻഡിങ്. അതായത് ആ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നും കൃത്യമായിട്ട് വീഡിയോ ഖുർആൻ ക്ലാസ് അതേപോലെ ആ സംവാദം തന്നെ പലതവണ ടെലികാസ്റ്റ് ചെയ്തും അതുപോലെ അതിനെക്കുറിച്ചുള്ള സംവാദങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇവിടെ നിലനിർത്തി പോരുന്നത് ആരാണ്? അത് സംവാദത്തിൽ തോറ്റ ആളാണ് കേട്ടോ. അതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം. എന്നാൽ എം അക്ബർ അവിടെ പോയി. എം അക്ബറുടെ ചാനൽ നിങ്ങൾ കയറി നോക്ക്, പൂച്ച വെറ്റ് കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ എടുത്ത് കാണാമല്ലോ ആരാണ് ഇവിടെ കരിയർ എൻഡിങ് ഡിബേറ്റ് നടത്തിയെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് കാണാം. ഇത് എങ്ങനെയാണ് വിശ്വാസികളെ പറ്റിക്കുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ കാണാം. ഒരു സെക്കൻഡ്. എം അക്ബർ എന്തെല്ലാം തരികടകളാണ്. ഓക്കെ, നമുക്ക് അതൊന്ന് അങ്ങ് കണ്ടേക്കാം. കരിയർ എൻഡിങ് ഡിബേറ്റ്. ഓക്കെ, എം അക്ബറിൻ്റെ വെബ്സൈറ്റാണ്, യൂട്യൂബ് പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. യൂട്യൂബ് പ്രൊഫൈൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 360K സബ്സ്ക്രൈബേഴ്സ്. എനിക്കിപ്പോൾ ഏതാണ്ട് 260 ആവുന്നു കേട്ടോ. ഒരു 4 മാസം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകും. അതാണ് ഉണ്ടാവാൻ വന്നത്. ഒരു ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഒരു ഡിസംബറോട് കൂടിയിട്ട് നമ്മൾ 300K ഒക്കെ കിടക്കും. അത് വേറെ കാര്യം. പോട്ടെ, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നമ്മൾ നോക്കാം. വീഡിയോസ് നമ്മൾ എടുക്കുന്നു. വീഡിയോസിൽ ലേറ്റസ്റ്റ് വീഡിയോ 7 മണിക്കൂർ മുന്നെയാണ് ഇട്ടിരിക്കുന്നത്. റിപ്ലൈ ടു ആക്ടർ ശ്രീനിവാസൻ, മതവും ദൈവവുമില്ലാത്ത നാട്. ഇത്
എന്താ അവിടെ പറയുന്നത് നമ്മൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവിടെ ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? 2020 കനകക്കുന്ന് പാലസ്, തിരുവനന്തപുരം. അതായത് 2024 പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ കാലഘട്ടത്തിൽ നടന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ എടുത്തെടുത്ത് വെച്ച് ഇതേപോലെ വീണ്ടും വീഡിയോ കട്ട് ചെയ്തിട്ടിട്ടാണ് ഇന്നിപ്പോൾ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. കരിയർ എൻഡിങ് ഡിബേറ്റ്. ഓക്കെ, ഇത് ഫുള്ള് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ജീവിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളുടെ ദാവാ കുഞ്ഞുങ്ങൾ മാന്യന്മാരാണ് കേട്ടോ. ഈ എമാം അക്ബറുടെ വീഡിയോ പ്ലേ ചെയ്ത് അപ്പം തന്നെ കോപ്പിറൈറ്റ് ആണ്, ക്ലെയിം ഇവിടെ വരും. ഇതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. അതേസമയം നമ്മളുടെ UA ടീം ആ കാര്യത്തിൽ മാന്യന്മാരാണ്. അതൊരു നല്ല ഒരു ട്രൈറ്റാണ്. നിങ്ങൾ ഡെമോക്രാറ്റിക്കലി കാര്യങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അവിടെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എം അക്ബറിന് ആ പരിപാടിയില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ലൈസൻസ് പ്ലേ ചെയ്താൽ മതി, ഉടനെ വരും നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വരെ ആരെങ്കിലും 18 വയസ്സാവുന്നതുവരെ ഒരുത്തനെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചവനെ പിടിച്ച് ജയിലിടുക. ഇവിടെ 2 വയസ്സിൽ 3 വയസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അതവിടെ കിട്ടെ. അവരെ ജയിലിലിടണം, അതിനേക്കാൾ കൂടിയ സ്ഥലത്ത് കൊണ്ടിടണം എന്നുള്ള നമുക്ക് പിന്നെ ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ കുറേ കാലമായി മലയാളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം നിരീശ്വരവാദികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അഥവാ 2011 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊരു ഏർപ്പാട് UN ആരംഭിച്ചത്. അത് മുതൽ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് പ്രധാനമായും ആ ഇൻഡെക്സിൽ ഒന്നാമത്. ഓക്കെ, അത് നിങ്ങൾ അവിടെ പോയി കേട്ടാൽ മതി. എന്തായാലും ഇതേപോലെ പഴയ സാധനങ്ങൾ ഇനി അതിൻ്റെ വീഡിയോ വ്യൂസ് നിങ്ങൾ നോക്കുക. 1.8K, 18K ഒരു ദിവസം മുന്നേ, 2.9K 7 ദിവസം മുന്നേ, ഈദ് സന്ദേശം. ഓക്കെ, അതേപോലെ ആടുമാടുകൾ അറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സന്ദീപാനന്ദഗിരി. ഇതൊക്കെ പഴയ വീഡിയോസാണ് ഈ എടുത്തിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ എം അക്ബർ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ വീഡിയോകൾ അത് തന്നെ വീണ്ടും ദൈവം മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ദൈവം പറയും, ഏ മനുഷ്യ, നീയാണ് എൻ്റെ ദൈവം. ഞാനിവിടെ ഉദ്ധരിച്ചത് വയലാറിന്റെ പ്രശസ്തമായ ഒരു വരികളാണ്. ഒരു വശത്ത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പെറ്റമ്മ തന്റെ സ്വന്തം മക്കളെ വിൽക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുഷ്ഠരോഗികളും മനോരോഗികളുമായവരെ സമൂഹത്തിൽ നിന്ന് തീർത്തും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ നമ്മൾ അവജ്ഞയോടെ കാണുന്നവരും നമ്മുടെ സമൂഹം അവരോട് അവജ്ഞയോടെയാണ് കാണുന്നത്. അങ്ങനെ ഒരു വശത്ത് അങ്ങനെ പണക്കാരൻ അവന്റെ കുട്ടികൾക്ക് ലാപ്ടോപ്പും അതുപോലെ തെന്നും കൈകളും കാറുകളുമായി, ഒരു വശത്ത് പാവപ്പെട്ടവർ നേരത്തെ ആഹാരത്തിന് വേണ്ടി കിടന്ന് യാചിക്കുന്നു. ശരിക്കും ദൈവം ഒരു നീതിമാനായ ദൈവമാണെങ്കിൽ ഈ വൈരുദ്ധ്യം ഒരിക്കലും സംഭവിക്കില്ല. എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നീതിമാനാണെങ്കിൽ കരിയർ എൻഡിങ് ഡിബേറ്റ് ഇത് 2008 നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ 2009. എന്തായാലും അവിടെ കാണാം. ഏതോ ഒരു ദിവസം 4:30 നടന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് കരിയർ എൻഡിങ് ഡിബേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് കരിയർ എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ഒന്ന് കാണാം. എന്നെങ്ങനെയാണ് ജബ്ബാർ മാഷിൻ്റെ കരിയർ എൻഡ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കരിയർ എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഷെയർ സ്ക്രീൻ. ഇത് ജബ്ബാർ മാഷിൻ്റെ ചാനൽ. ഇതേ ഏറ്റവും അവസാനത്തെ വീഡിയോ എടുക്കുക. നമ്മൾ 192 ഖുർആൻ ക്ലാസ് അൽ ബക്കറ 3 മണിക്കൂർ മുന്നേ, 191 2 ദിവസം മുന്നേ, പിന്നെ ദീനി സംരക്ഷകർ അത് ഈ വീഡിയോയ്ക്കുള്ളൊരു പ്രതികരണമായിട്ട് കൊടുത്തിരിക്കും. വന്നില്ല അല്ലേ, സോറി. ഓക്കെ, ഇത് ജബ്ബാർ മാഷിൻ്റെ ചാനൽ 192 3 മണിക്കൂർ മുന്നേ, അതുപോലെ 192 അത് 2 ദിവസം മുന്നേ. പിന്നെ ഇവിടെ ഈ നമ്മളുടെ ദാവാ ടീമിനുള്ള മറുപടി അത് കൊടുത്തിരിക്കുന്നത് 3 ദിവസം മുന്നേ. അതുകൂടാതെ 4 ദിവസം മുന്നേ 190, 5 ദിവസം മുന്നേ നമ്മളുടെ മജീദ് സുല്ലമി, ഒരു പുതിയതായിട്ട് ഒരു എക്സ് മുസ്ലിമായിട്ടുള്ള സുല്ലമിയാണ്, മുജാഹിദിൻ്റെ ഒരു പഴയകാല ചങ്ങാതി, പുള്ളിയുമായിട്ടുള്ള സംസാരം 5 ദിവസം മുന്നേ. 6 ദിവസം മുന്നേ 2 വീഡിയോ. ഓക്കെ, ഇനി 8 ദിവസം മുന്നേ, 10 ദിവസം മുന്നേ, 11 ദിവസം മുന്നേ, 12 ദിവസം മുന്നേ, 13 ദിവസം മുന്നേ. ഇതിലൊരൊറ്റ വീഡിയോ പോലും പഴയത് കട്ട് ചെയ്ത് മുറിച്ചിടുന്ന പരിപാടിയല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അത് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറ, ഇതിൽ ആരുടെ കരിയറാണ് എൻഡ് ചെയ്തത്? ഇവിടെ ആരാണ് നിശബ്ദനായത്? ആരാണ് ഒരു സ്നേഹ സംവാദത്തിനുള്ള ഒരു വേദിയില്ലാതെ ഇവിടെ കേഴുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇതേപോലെ ഇനി എം അക്ബർ അവതരിപ്പിച്ചാൽ
അവിടുന്ന് മാന്യമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്ന് എല്ലാ ആളുകൾക്കും ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും അക്ബർ പറയുന്ന മണ്ടത്തരങ്ങൾ ഇന്ന് അക്ബറിനേക്കാൾ നന്നായിട്ട് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ അക്ബറിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തേക്കുക. ഇനി അതിൻ്റെ ഒപ്പം നിങ്ങളിവിടെ പറഞ്ഞു ആ സംവാദത്തെക്കുറിച്ചിട്ട്. ആ സംവാദത്തിൽ നടന്നിട്ടുള്ള ആ കിസ്മത്ത് പണി അതും കൂടി നമുക്കൊന്ന് നോക്കാം. 2 വീഡിയോസാണ് നമുക്ക് പ്ലേ ചെയ്യാനുള്ളത്. കോപ്പിറൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിമൂവ് ചെയ്യും. അതിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് കാണാം. അതൊന്ന് കണ്ടിട്ട് പോവാം. ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. 1, ആഴക്കടൽ അന്ധകാരമയപാടെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ്. ആഴക്കടൽ അന്ധകാരമയപാടി എന്ന് നാടോടികൾക്ക് അത് മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾ തന്നെ ആയിക്കോണമെന്നില്ല. വേറെ പിന്നെ അറബികളെ നാടോടികൾ തന്നെ. കേട്ടല്ലോ, സംവാദത്തിലെ ചോദ്യം അതാണ്. അന്നത്തെ ആളുകൾക്ക് അറിയാത്ത സാധനമായിരിക്കണം കൊണ്ടുവരുന്നത് എന്നത് തന്നെയാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. ഇനി ബാക്കി കേട്ടോ. നാടോടികളായാലും മതി. പിന്നീട് ഇരുട്ടുകളുടെ ഉപമ പറയാം. ഈ ഇരുട്ടുകളുടെ ഉപമ പറയുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അന്നത്തെ വിവരം അനുസരിച്ചുണ്ടാകാം. ഇത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ സംവാദവേദിയിൽ വന്നിട്ട് പറയുന്നത് ആ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു, ഒരിക്കലും അറിയില്ല. അത് പിന്നീട് ശാസ്ത്രം കണ്ടുപിടിച്ചാണെന്ന് പറഞ്ഞ് തള്ളി മറിക്കുകയും സംവാദം കഴിഞ്ഞിട്ട് ഇതേപോലെ വന്ന് കുത്തിയിരുന്നിട്ട് അത് അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഗതികേട്. ഇതാണ് അക്ബർ അവിടെ ഒപ്പിച്ചിട്ട് പോയത്. വിശ്വാസികൾ, ബോധമുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെയാണ് ഈ മതത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇനി അടുത്തൊരു വീഡിയോ കൂടി കാണാം. ിലേക്കും താന്നു പോകുന്നു, ആഴമുള്ള കടലിലേക്ക്. ഇനി അമാനി മൗലവിയുടെ തഫ്സീർ വേണമെങ്കിൽ ഞാൻ അതൊട്ട് വായിച്ചുതരാം. അതിൽ ഇത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാകുന്നു. അതിനെ, ആ സമുദ്രത്തെ, അവിടെയും സമുദ്രത്തെ എന്ന് പറഞ്ഞില്ലേ, സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെ കുറിച്ചല്ല. ആ സമുദ്രത്തിന്റെ മുകളിലെ തിരമാലകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു, അതിനു മീതെയും തിരമാലയുണ്ട്, അതിനു മീതെ കാർമേഘവും. കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലിൽ തിരമാല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കിക്കൊണ്ട് പോകേണ്ട. കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലന്റെ ഒപ്പം മഴക്കാറുണ്ടാകുന്നത് എങ്ങനെയാന്ന് കൂടെ പറഞ്ഞു തരണം. ആ മണിമൂലക് പറഞ്ഞതും പിന്നെ ചെറിയമുണ്ടൻ പറഞ്ഞതും എല്ലാം അവർക്ക് അന്നത്തതനുസരിച്ചുകൊണ്ട് നോക്കിയപ്പോ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി. അതനുസരിച്ച് ചെറിയ ഒരു ആളുകൾ മാത്രം സംസാരിക്കുന്നൊരു ഭാഷയിൽ കേവലം ഖുർആൻ പരിഭാഷയല്ല, പരിശുദ്ധ ഖുർആന്റെ സമ്പൂർണമായ വിവരണം, അത് സമഗ്രമായ വിവരണം, അതിസുന്ദരമായ, അതോടൊപ്പം തന്നെ അതിബൃഹത്തായ വിവരണം. അതാണ് 960 മുതൽ 1977 വരെയുള്ള 17 വർഷക്കാലഘട്ടം കൊണ്ട് അമാനി മൗലവിയും PK മൂസ മൗലവിയും അലവി മൗലവിയും ആരംഭിച്ച് അവസാനം അത് അവസാനിപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ നിയോഗം അമാനി മൗലവിക്ക് മാത്രമുണ്ടായ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണം. സുഹൃത്ത് ഒരുപാട് കാലമായിട്ട് സെലഫിയാണ്, സെലഫി കുടുംബത്തിലാണ് എന്നെല്ലാമാണ് പറഞ്ഞത്. സലഫി കുടുംബങ്ങളിലെല്ലാം വായിക്കപ്പെടുന്ന, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കപ്പെടുന്ന, തലമുറകളായി വായിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറെങ്കിലും സുഹൃത്ത് വായിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മണിമൂലക് പറഞ്ഞതും പിന്നെ ചെറിയമുണ്ടൻ പറഞ്ഞതും എല്ലാം അവർക്ക് അന്നത്തതനുസരിച്ചുകൊണ്ട് നോക്കിയപ്പോ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി. അതനുസരിച്ച് നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇതാണ് സംഭവം. ഇതാണ് കരിയർ എൻഡിങ് ഡിബേറ്റ്. ഓക്കെ, ഈ ദാവാ കുഞ്ഞുങ്ങളുടെ വിചാരം ഇവർക്ക് മാത്രമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ എന്നാണ്. അതൊരു ബിഗോട്രി ഓഫ് ലോ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളവരെ പിന്നാലെ ഉണ്ടാവണം എന്നൊരു രീതി. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ പോലും ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് അവർ കാണുകയും നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലം മാറി. ഇന്ന് ഏതൊരാൾക്കും ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ട് എന്നിവർ മറന്നു പോകുന്നു. ഇനി ഒരു വീഡിയോ, ഈ ഇൻസസ്റ്റിൻ്റെ കാര്യം തന്നെ നമുക്ക് ഇന്ന് അതാണല്ലോ പ്രധാന കാര്യം. കാരണം ഇവർ പ്രത്യേകിച്ച് ഖുർആൻ വായിച്ചതുകൊണ്ട് മാത്രം ഉമ്മാനെ പെങ്ങളെയും വെറുതെ വിട്ട് അവർ രക്ഷപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതും കൂടി ഒന്ന് കാണാം.
എൻ്റെ പേര് ഷൈജേഷ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിന്റെ സർവ്വാധിപനായ ദൈവം ആദ്യം പുരുഷനെയും പിന്നെ സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് എത്ര മക്കളുണ്ടായാലും അവർ സഹോദരി സഹോദരന്മാരാണ്. എങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും? അഥവാ ഇവരിൽ നിന്നും ആ തലമുറ ഉണ്ടായാൽ തന്നെ അത് സദാചാരത്തിന് കുറ്റവിരുദ്ധമാണ്. നിങ്ങൾ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞു, ഈ ദൈവം പറയുന്ന സഹോദരങ്ങൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ മാത്രം അടുത്ത തലമുറ ഉണ്ടാവുമെന്ന്. അങ്ങനെ അത് തെറ്റാണ് എന്ന് പോലും നിങ്ങൾ തന്നെ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നോ ഈ സഹോദരന്മാർ തമ്മിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തെറ്റാണ് എന്നുള്ളത്? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ വേറെ ഇവരായിട്ട് സഹോദര ബന്ധങ്ങൾ ഇല്ലാതെ തന്നെ രണ്ടാൾ സൃഷ്ടിച്ചില്ല? അതുപോലെ തന്നെ ഇനി ഇത് എന്റെ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ഇപ്പൊ കേട്ടൊരു വാക്ക് പറയാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമാണ്. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ നടക്കാത്ത സ്വപ്നങ്ങൾ എന്തിനു കാണുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മൾ ഓർക്കണം, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഹിന്ദു മുസൽമാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നമ്മൾ നേടിയ വിജയമാണ് സ്വാതന്ത്ര്യം. അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനു സ്വപ്നം കാണുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വപ്നം കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നാടാണ് എന്നുള്ളത് MM അക്ബർ, എന്തായാലും അക്ബർ സാറ് അത് മറന്നു പോരുത് എന്നെനിക്ക് പറയാണ്. ഇത്രയുള്ള പറയാം. സഹോദരൻ എന്തിനാ ശൈലേഷ് എങ്ങനെ ബേജാറാവണത്? ബ്രിട്ടീഷുകാരും നിങ്ങളെ സ്വപ്ന കാണുന്നത് സ്വപ്നം നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത് 1857 മുതൽക്കേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന കാലഘട്ടം മുതൽക്കേ ബ്രിട്ടീഷുകാർക്ക് അറിയാം ഇന്ത്യ രാജ്യം എന്നും ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉള്ളതെല്ലാം പരമാവധി പെട്ടെന്ന് കയറ്റി കൊണ്ടുപോയത്. അപ്പോ നമ്മള് സ്വതന്ത്ര ഇന്ത്യ സ്വപ്നം കണ്ടു. ഇത് ഒരു ചെറിയൊരു കാര്യം. ഇവിടെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വരെ ഇവിടുത്തെ മുസ്ലിം നേതാക്കൾ നിന്നിട്ടുണ്ട്. സമസ്തയുടെയൊക്കെ പഴയകാല ചരിത്രം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടുത്തെ കാക്കമാർ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മറന്നു പോരുത്. ഓക്കെ, പിന്നെ ഇതാക്കി. മറ്റേതല്ല, ഇല്ലാത്ത അനുഭവങ്ങൾ എത്ര പഠിച്ചിട്ടും കാണാത്ത രൂപത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെയുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്താ സഹോദരി സഹോദരന്മാർ തമ്മിൽ ബന്ധം സമ്മതിച്ചു, ആ പടച്ചവർക്ക് നേരത്തെ അറിയില്ലായിരുന്നോ എന്നാണ്. സുഹൃത്തെ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത്. അത് തെറ്റെന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത്. ലോകത്ത് ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. ആ ജീവവർഗങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരും അച്ഛനും മക്കളും എല്ലാം പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് മക്കളുണ്ടാണ്ട് ഒരു കുഴപ്പമില്ല. അവര് തമ്മിൽ ആ രൂപത്തിലുള്ള സ്വതന്ത്ര ലൈംഗികത നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ യാതൊരു കുഴപ്പമില്ല, യാതൊരു കലാപമില്ല, യാതൊരു എയ്ഡ്സും ഇല്ല, ഗൊണറിയല്ല, സിഫിലീസില്ല, ഒന്നുമില്ല. പക്ഷെ മനുഷ്യനോ അതല്ല. അവിടെ മനുഷ്യർക്ക് ഇത്തരം ഒരു നിയമം എപ്പോഴാണ് വേണ്ടത്? അത് പടച്ചോനക്കറിയാം. ആ പടച്ചോൻ അവിടെ ഇടപെടും. പടച്ചോൻ പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇത് അനുവദിക്കപ്പെടേണ്ടതാണ്. അനുവദിക്കപ്പെടേണ്ട സമയത്ത് മറ്റു ജീവികളെ പോലെ അനുവദിക്കപ്പെട്ടു. എന്നാൽ മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തണം. അത് എപ്പോ നിർത്തണം? പടച്ചോനക്കറിയാം. പടച്ചോനെ നിർത്തി. അവിടെ എന്താ പ്രശ്നം? പടച്ചോനക്ക് നേരത്തെ അറിയില്ല എന്നാണ്. നേരത്തെ എല്ലാം അറിയാം. പടച്ചോനക്ക് നേരത്തെ എല്ലാം അറിയാം. ഇത് പ്രശ്നമുണ്ട് എന്ന് പടച്ചോനക്ക് തോന്നണ്ടേ? നല്ല നിർത്തേണ്ട ആവശ്യമുള്ളൂ. പ്രശ്നമുള്ള സമയത്ത് അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇൻസെസ്റ്റ് ഒരു പ്രശ്നമാണ് എന്ന് പടച്ചോനെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം പെങ്ങളെ നിങ്ങൾക്ക് ഭോഗിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് വ്യഭിചാരത്തിലുണ്ടാകുന്ന നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ഭോഗിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. ആ ചിന്ത ഇസ്ലാമിലില്ല, അള്ളാഹുവിനില്ല എന്നുള്ളത് തന്നെയാണ്. പഠിച്ചോ നിർത്തി. ബാക്കി ജീവികളിൽ ഒന്നും പ്രശ്നമില്ലാത്ത പോലെ തന്നെ മനുഷ്യർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യം. ആ പ്രശ്നമുള്ള സമയത്ത് പഠിച്ചോ നിർത്തി. ഇവിടെയെല്ലാം എന്താണെന്ന് വെച്ചാൽ ധാർമ്മികത ഇതിനപ്പുറത്താണ് എന്ന് വരുത്തി തീർക്കാനാണ് ശൈലേഷ് ശ്രമിക്കുന്നത്. അതല്ല, പടച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടല്ലാതെ നന്മ തിന്മകളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. വിടൂല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഈ സഹോദരന്മാര് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദൈവം ആദ്യം അതിനനുവദിച്ചു, പിന്നെ ദൈവം തന്നെ മനസ്സിലായി അത് തെറ്റാണ്, അതുകൊണ്ട് പിന്നെ അത് അനുവദിച്ചുകൂടാ എന്ന് നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം ഒരു അരമണിക്കൂർ മുമ്പ്.
അതാ ഞാൻ പറഞ്ഞത്. അത് മുൻകൂട്ടി ദൈവത്തിന് അറിയില്ലായിരുന്നോ? ഇത്ര ലോകത്തിന്റെ സർവാധികാരം ദൈവത്തിന് അറിയില്ലായിരുന്നോ? അത് രണ്ടും അങ്ങനെ സംഭവിച്ചുകൂടാ. അതുകൊണ്ട് അയ്യൊരു തെറ്റ് മനസ്സിലുണ്ടായിരുന്നെന്ന് ദൈവത്തിന് ആദ്യം മനസ്സിലായിക്കൂടെന്ന് ഞാൻ ചോദിക്കുന്നത്. ശൈലേഷ് എന്റെ സംസാരം തെറ്റിദ്ധരിച്ചാണ്. ശൈലേഷിന്റെ മാതിരിയാണ് ഞാനും പറയുന്നത്, ധരിച്ചു പോയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേസറ്റ് ഇവിടെ അവൈലബിൾ ആവും, ഇൻഷാല്ലാ കേട്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത്, മനുഷ്യ സമൂഹത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ വളർച്ചക്കനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം ആവശ്യമായി വരും. ആ മാറ്റങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പടച്ചതമ്പുരാൻ ആദ്യമായി സൃഷ്ടിച്ച ആ സമൂഹത്തിൽ സ്വാഭാവികമായും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം നിലവിലുണ്ടായിരിക്കണം. എന്നാൽ ഏത് സമയത്താണ് അത് നിർത്തേണ്ടത്? അത് പടച്ചവനക്കറിയാം. പടച്ചവനെ നിർത്തി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പടച്ചവനക്ക് ഇങ്ങനെ നോക്കി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അത് ശരിയല്ല കേട്ടോ എന്നാണ് പടച്ചവൻ പറ്റിയാൽ നിർത്തി. പിന്നെ കുറെ കൂടി ഇങ്ങനെ നോക്കി കണ്ട് അപ്പൊ അങ്ങനെ കണ്ടു അത് ശരിയല്ല കേട്ടോ, അപ്പൊ പടച്ചവൻ വേറെ പ്രവാചകനെ നടത്തിയാണ്ട് അത് നിർത്തി. അങ്ങനല്ല. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചക്കനുസരിച്ച് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പടച്ചവൻ. ആ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ല, ആ സ്വാതന്ത്ര്യത്തിൽ പടച്ചവൻ ഇടപെടണില്ല. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ പടച്ചവൻ ഇടപെടാതെ തന്നെ നിയമങ്ങളിലൂടെ പടച്ചവൻ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധരിച്ചാണ് ശൈലേഷ്. കേട്ടല്ലോ, ഇതാണ് മെഴുകൽ, നല്ല ഒന്നാന്തരം മെഴുകൽ എന്ന് പറയുന്നത്. പടച്ചോന്റെ കണ്ണിൽ ഇൻസെസ്റ്റ് ഒരു തെറ്റല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വീണ്ടും MM അക്ബർ തന്നെ പറഞ്ഞു വെക്കുന്നത്. ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 1/2 കിലോ കളിമണ്ണ് കൂടുതൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഒരു 10 ആദമിനെ ഹവ്വയെ ഉണ്ടാക്കിയ പ്രശ്നം തീരുമായിരുന്നു. അത് അള്ളാഹുവിന് പോയിട്ടില്ല. അത് തന്നെയാണ് അവിടെ വരുന്ന പ്രശ്നം. അതുകൂടാതെ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതൊന്നും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതുപോലെയുള്ള ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഇതേപോലെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതിനുള്ള മറ്റ് എക്സാമ്പിൾസ് നമ്മളിവിടെ കണ്ടു. ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തം മകളെ ഭോഗിക്കാനുള്ള അവകാശം അത് ഇസ്ലാം വെച്ച് നൽകുന്നുണ്ട്. ഇസ്ലാമിക വിഷയത്തിലും നാസ്തികതയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന സമയത്തൊക്കെ വന്ന കമന്റുകൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാതെ ഈ ജബ്ബാർ അദ്ദേഹത്തെ ഡിബേറ്റ് ചെയ്യാൻ വന്നോക്ക്, അതോട് കൂടി കഴിയും നിങ്ങളുടെ എന്നുള്ള ഒരു രൂപത്തിലൊക്കെ ആയിരുന്നു കമന്റ്. അപ്പോൾ ഒരു അജയ്യനായിട്ടുള്ള, ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ സാധിക്കാത്ത ആ നിലക്കുള്ള ഒരാൾ ഇതാ നിൽക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഡിബേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ. അപ്പോൾ MM അക്ബർ സാഹിബായിട്ടുള്ള ഡിബേറ്റിന്റെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് കമന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് നടത്തിയ കമന്റുകളുണ്ട്. പിന്നെ ഒരിക്കലും അക്ബർ ഇതിന് വരാൻ പോകുന്നില്ല, കാരണം അക്ബറിന് അങ്ങനെ നേരിടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്രയും ആത്മവിശ്വാസത്തിലായിരുന്നു. ആ വലിയ ഉയർത്തിയ ചീട്ടുകൊട്ടാരം ജനുവരി 9-ാം തീയതി അക്ഷരാർത്ഥത്തിൽ തകർന്നു വീണുള്ളത് ഈവൻ അവർക്ക് പോലും അതിൽ സംശയം ഉണ്ടാകും തോന്നില്ല അല്ലെ? ഒരിക്കലും അത്രയും വലിയൊരു തകർച്ചയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം പൊതുവിൽ കാരണം വെച്ചാൽ ഇത്രയും വലിയ ഒരു കോട്ടയ്ക്ക് കെട്ടിപ്പടുത്തി അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ പിന്നെ വലിയൊരു അത് തന്നെയാണ് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം അദ്ദേഹം നിരന്തരമായി ഇപ്പൊ ഈ അടുത്ത് മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള മജീദ് സുല്ലമി എന്നൊരാൾ മതം വിട്ടു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല കേട്ടോ, വെള്ളം കുടിച്ചത് അതും കൂടി മറന്നു പോകാൻ പാടില്ല. വെള്ളം കുടിച്ചു ജബ്ബാർ മാഷ് സംവാദവേദിയിൽ, അതുമാണ് തോറ്റു എന്നുള്ളതിന്റെ ലക്ഷണം. അത് മറന്നു പോകാൻ പാടില്ല. ബാക്കിയൊക്കെ നമ്മളിവിടെ കണ്ടു. വീഡിയോ ഒന്നും അതിന് തൊട്ടുടനെ ആഴക്കടലാണ് വിഷയം. എന്താണ് അദ്ദേഹത്തെ നിരന്തരം ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം 3 വർഷം ആകാനായി തോന്നുന്നു. ഈ 3 വർഷം ആകാനായിട്ട് പോലും ഇപ്പോഴും. മാത്രമല്ല ആ ആഘാതത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ് മുസ്ലിം ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങൾ മോൺ ചെയ്യുന്നുണ്ട്. അത് ഇതേ ജനുവരി 9 തന്നെയാണ്. അതെല്ലാ വർഷവും ജനുവരി 9-നാണ് കേരള എക്സ് മുസ്ലിം ഡേ ആയിട്ട് നമ്മൾ ഇവിടെ ദുഃഖാചരണ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ കൊണ്ടാടുന്നത്. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴക്കടൽ സംവാദത്തിൽ അക്ബർ ചെയ്തത് ഈ പ്രശ്നമാണ്, കള്ളത്തരമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് തന്നെ അത് പമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളത്. പിന്നെ അതിൽ ആ ഒരു സംവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെ അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യം. കാരണം അദ്ദേഹം മുമ്പ് സംവാദം അങ്ങനെ അഭിമുഖീകരിച്ചില്ല. അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ബ്ലോഗ് എഴുതിയിട്ടുണ്ടെന്നല്ലാതെ നേരിട്ടുള്ള ഒരു സംവാദം എന്നുള്ളത് ആ നിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് നടന്നതോടുകൂടി ഉള്ളൂ. അതൊക്കെ തെറ്റാണ് കേട്ടോ. ജബ്ബാർ മാഷ് അതിന് മുന്നേ പല സംവാദങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെയൊക്കെ കഥകൾ ഇവിടെ പലതും പങ്കുവെച്ചിട്ടുള്ളതാണ്. ഏതൊരു ചില അനുഭവങ്ങൾ ജബ്ബാർ മാഷ് തന്നെ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഒരു കോഴിക്കോട് ഏതൊരു പ്രദേശത്ത് ഇതുപോലെ ഒരു സംവാദം നടത്തിയതും അള്ളാഹുവിൻ്റെ ചില കയ്യിലിരിപ്പുകളൊക്കെ വിളിച്ചത് പറഞ്ഞപ്പോൾ ആ വേദിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇറങ്ങി വല്ലാതെ അസ്വസ്ഥരായതും, അന്ന് ഒരു കുട്ടിയായിട്ട് ഈ ബാസിൽ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് അന്ന് MM അക്ബർ അവിടെ ഇരിക്കുന്ന കാഴ്ചയെക്കുറിച്ചൊക്കെ അന്ന് ജബ്ബാർ മാഷ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ അനേകം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്റ്റേജുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ കസാര കൊണ്ടുള്ള അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട്. വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണെല്ലാം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയില്ല, ഈ ചരിത്രമൊന്നും അറിയാതെയും അതല്ലെങ്കിൽ ഈ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെയും അവരുടെ ധാരണ ഇങ്ങനെ 4 മൈക്ക് കൂട്ടി വെച്ച് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ
ഈ ഫയൽമാൻ ജയിച്ചു എന്നുള്ളത് നാട്ടുകാരങ്ങ് സമ്മതിച്ച് തരുന്നതാണ്. നമ്മളത് സമ്മതിച്ച് കൊടുക്കണം. കാരണം നമ്മളുടെ ലക്ഷ്യം ഇത് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതൊക്കെ ഇതുപോലെ പറയുന്നതിനേക്കാൾ ഉപരി ഇതിലെ പറയുന്ന ഓരോ വിഷയങ്ങൾ, ഇൻസെസ്റ്റിൽ എന്താണ് ഇസ്ലാമിൽ, ഇപ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, സംവാദത്തിൽ എന്താ സംഭവിച്ചത്, ഇൻസെസ്റ്റ് സംബന്ധിച്ച്, ധാർമ്മികത സംബന്ധിച്ച്, അടിമ വ്യവസ്ഥിതി സംബന്ധിച്ച്, ആയിഷ കല്യാണം സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് എല്ലാം നമുക്കിവിടെ രണ്ടാമത് പറയാനുള്ള ഒരു അവസരമാണ് ഉണ്ടായിത്തന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും ഇതുവരെ കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് കേൾക്കാനുള്ള ഒരു അവസരമാണ് ഇവർ സൃഷ്ടിച്ചു വെക്കുന്നത്. വളരെയധികം ഉപകാരപ്രദമാണ്. തുടരണം. ഓക്കെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഈ അദ്ദേഹം തന്നെ ഖുർആൻ വിശദീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ഖുർആൻ ആയത്തുകളൊക്കെ എടുത്തിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുക. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഇത് കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പിന്നെ വ്യൂ ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ എടുത്ത് നോക്കി. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഖുർആനിൽ ഓരോ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിമർശനങ്ങൾ ഉണ്ടാവാലോ. അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഓരോ ആയത്തുകളെ കുറിച്ചും കിട്ടുന്ന പരമാവധി റെഫറൻസുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നൊരു ധാരണയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികം നമ്മളത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സംഭവം പരിശോധിക്കണം എന്നൊക്കെ ഒരു മുൻധാരണയിലാണ് ഞാനിങ്ങനെ കാണുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഡിസപ്പോയിന്റിംഗ് എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടെങ്കിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പിന്നെ സൂറത്തെടുക്കും. ആ സൂറത്തിന്റെ പിന്നെ അറബി അവിടെ ഉണ്ടാവും, മലയാളവും അദ്ദേഹം തന്നെ കാണിക്കും. എന്നിട്ട് അറബി ഇങ്ങനെ വായിക്കും. എന്നിട്ട് അതിനുശേഷം മലയാളത്തിൽ അർത്ഥം പറയും. എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കൊക്കെ ഒരു മലയാള വാചകം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ, സ്വാഭാവികം നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായം പറയാം. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ ഖുർആൻ കേട്ടപ്പോൾ പരിഹസിച്ചു. അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു വാചകമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ ഭാഗമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ പിന്നെ ഖുർആനെ പരിഹസിച്ച ഇതിനെക്കുറിച്ച് പറയുന്ന ഈ ആയത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആളുകൾ പരിഹസിക്കുന്നു എന്നുള്ളത് ഇതെന്താണ്, ഒരു ഖുർആനിൽ ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ അന്നത്തെ കാലത്ത് പരിഹസിച്ചു എന്നുള്ളത് ഇപ്പോഴും ഖുർആനിൽ പാരായണം ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ആ പരിഹാസത്തിനുള്ള മറുപടി ഉണ്ട്. അപ്പോൾ അന്ന് ആൾക്കാർ പരിഹസിച്ചു, പിന്നെ മറുപടി പറഞ്ഞു. അതിനിപ്പോൾ ഇപ്പോഴും അത് പാരായണം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ മുപ്പറ്റ് തോന്നുന്ന കുറച്ച് കാര്യം യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് കൂടിയാണ് ഖുർആനിലുള്ളത്. ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ആയത്ത്. അതായത് അദ്ദേഹത്തിന്റെ വീഡിയോയെ കുറിച്ചാണ് ആയത്ത്. അതായത് ഖുർആൻ വെറുതെ എടുക്കുന്നു, എന്നിട്ട് അതിനെ കുറച്ച് പരിഹാസങ്ങൾ പറയുന്നു. അതിനുള്ള ഖുർആന്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനുള്ള മറുപടിയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും അദ്ദേഹത്തിന് ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത് അന്നത്തെ കാലത്ത് പരിഹസിച്ചില്ല. അതിനിപ്പോ അതിനുള്ള മറുപടി ലോകാവസാനം വരെ എന്തിനാണ് വായിക്കുന്നത് എന്ന അത്രയും നിലവാരം കുറഞ്ഞ ഒരു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ജബ്ബാർ മാഷിന്റെ ഒരു ഖുർആൻ ക്ലാസ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ലേശം ഒന്ന് പ്ലേ ചെയ്യാം. എന്താണ് മാഷ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് അറിയണം. അതുകൂടാതെ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ഞാനിത് ഒന്ന് മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മളുടെ ഖുർആൻ ക്ലാസ്സിലേക്ക്. ഓക്കെ, ദേ വരുന്നു. ഖുർആൻ പഠനം 2, അതായത് എപ്പിസോഡ് 2. ഇപ്പോൾ അത് 192 ആണ് കേട്ടോ. അപ്പോൾ ഇത് തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നൊക്കെ ദൈവം തെറി വിളിക്കുമോ? ഒരു പഴയ വീഡിയോ ആണ്, 2 വർഷം മുന്നേ ചെയ്തു തുടങ്ങിയതാണ്. അത് നമുക്കൊന്ന് കാണാം. ഇനി അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ. നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത് പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അതായത് തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ബാധ അതിൻ്റെ മേൽ ബാധിച്ചു. അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്ത് വരുവീൻ എന്ന്. അങ്ങനെ അവർ പതുക്കെ പറഞ്ഞും കൊണ്ടുപോയി. നിശ്ചയമായും അതിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. സാധുക്കളെ മുടക്കം ചെയ്യുവാൻ കഴിയുന്നവരായും കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. അങ്ങനെ അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ്. അവരിൽ കൂടുതൽ മധ്യമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തത് എന്താണ് എന്ന്? അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്ര കീർത്തനം, നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലരുടെ നേരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം സമർപ്പിക്കുന്നവരാകുന്നു. അപ്രകാരമാണ് ശിക്ഷ. പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇങ്ങനെ വലീദുബിന് മുഗീറയും ഖുറൈശി പ്രമാണികളും മുഹമ്മദിന്റെ ഈ പുലഭ്യപ്പാട്ടൊക്കെ കേട്ടിട്ട് മുഹമ്മദിന് വട്ടാണ് എന്നും മുഹമ്മദിന്റെ സ്വഭാവം ശരിയല്ല എന്നും പറയുകയും മുഹമ്മദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വളരെ മാന്യമായ രീതിയിൽ മുഹമ്മദിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് തിരിച്ച് അള്ളാഹുവിൻ്റെ വായിലൂടെ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് കഥ? അത് അറേബ്യയിൽ നേരത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു യക്ഷിക്കഥയാണ്, ഒരു മുത്തശ്ശി കഥ. അറേബ്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സമാനമായിട്ടുള്ള കഥകൾ നമ്മളൊക്കെ കേട്ടു. നമ്മളും കുട്ടികൾക്ക് ഇത്തരം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിലൊരു യക്ഷിക്കഥയാണ് ഇവിടെ പറയുന്നത്. ആ കഥയുടെ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് കഥ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഈ ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് ഈ കഥ മുഫസ്സിറുകൾ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. ആ തോട്ടക്കാരൻ അവിടെ തോട്ടത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തുമ്പോൾ സാധുക്കളായ ആൾക്കാർക്ക് ദാനം ചെയ്യുക പതിവായിരുന്നു. പക്ഷേ ഈ തോട്ടക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മക്കൾ ഈ സാധുക്കൾക്ക് ദാനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട്
ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് സാധുക്കൾ വന്ന് നിൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ പോയിട്ട് അവർക്ക് വരാൻ സാധ്യതയുള്ള സമയത്തിന് മുമ്പ് രാത്രി തന്നെ പോയിട്ട് വിളവെടുക്കാം, എന്നാൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കണ്ടല്ലോ എന്ന് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനം എടുത്തു. അങ്ങനെ അവർ തോട്ടത്തിൽ ആ സമയത്ത് വിളവെടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ആ തോട്ടം മുഴുവൻ ഇടുത്തി വീണിട്ടോ കൊടുങ്കാറ്റടിച്ചിട്ടോ നശിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഈ കഥ. അതായത് ഈ സാധുക്കൾക്ക് കൊടുക്കാതിരിക്കാൻ ഇവർ തീരുമാനിച്ചതിൻ്റെ ശിക്ഷയായിട്ട് ദൈവം അവരുടെ തോട്ടം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് വിളവെടുക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് തോട്ടം നശിപ്പിച്ചത് എന്ന് വേറൊരു കൗലും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സാധുക്കൾക്ക് കൊടുക്കാൻ മടിച്ചത് കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. അതല്ല, വിളവെടുക്കാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ പറയാൻ മറന്നതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. അള്ളാഹുവിന് കലിപ്പ് കയറിയിട്ട് എന്തായാലും അള്ളാഹു തോട്ടം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതേപോലെ ഈ വലീദ് മുഗീറക്കും കൂട്ടർക്കും ഈ ഖുറൈശികൾക്ക് അള്ളാഹു ശിക്ഷ തരും എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് മുഫസ്സിറുകൾ പറയുന്ന ഒരു വലിയ ക്രൂരമായ കോമഡി ഉണ്ട്. അടിച്ചിട്ടോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടോ ഒന്നും ശിക്ഷ കൊടുത്തതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാനില്ല. പക്ഷേ മുഹമ്മദിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മളിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് ഇതിനൊക്കെ ഇവരോട് പകരം വീട്ടാൻ അല്ലെങ്കിൽ ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അന്ന് തന്നെ ആലോചിച്ച് വെച്ചിരുന്നു, പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അതാണ് പിന്നീട് നമ്മൾ 10 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടത്. എന്നിട്ട് മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. മുഹമ്മദ് അവരോട് വാളുമായി ചെന്നിട്ട് കാണിച്ച ക്രൂരതകളെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്, കണ്ടില്ലേ ഈ പറഞ്ഞതൊക്കെ അള്ളാഹു നടപ്പിലാക്കിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് മുഫസ്സിറുകൾ ഇവിടെ വീമ്പ് പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല. അള്ളാഹു അവിടെ ഒരു കൊടുങ്കാറ്റോ ഇടുത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മുഹമ്മദ് വാളും കൊണ്ട് പോയിട്ടാണ് അവരെ ശിക്ഷിച്ചത്. അത് തന്നെയായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിൽ അന്നേ ഉള്ളത് എന്നതിൻ്റെ സൂചന ഈ ആദ്യ കാലത്ത് ഇറങ്ങിയ ഖുർആൻ വാക്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് കാണാം. ഇനി അടുത്ത ഏതാനും വാക്യങ്ങൾ കൂടെ വായിക്കാം. 34 മുതൽ. നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ? നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ? നിങ്ങളതിൽ പഠിച്ചുകൊണ്ടിരിക്കുമാറ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അവരോട് ചോദിക്കൂ. അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ? അഥവാ അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. ഇവിടെ ഈ കെട്ടുകഥകളൊക്കെ പറഞ്ഞ് അവരെ ശിക്ഷിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ചില ഖുറൈശി നേതാക്കന്മാർ പറഞ്ഞു, അങ്ങനെ പരലോകവും ശിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ പോലും മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെയും പോലെ ഞങ്ങൾക്ക് ശിക്ഷയൊന്നും കിട്ടില്ല. കാരണം നിങ്ങളെക്കാളൊക്കെ നല്ല മനുഷ്യരാണ് ഞങ്ങൾ. മുഹമ്മദിനേക്കാളും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെക്കാളും ഒക്കെ നന്മയുള്ളവരാണ് ഞങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഇനി അഥവാ മുഹമ്മദ് പറയുന്നത് പോലെ അങ്ങനെ ഒരു പരലോകവും ശിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ശിക്ഷയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, അതൊക്കെ മുഹമ്മദിന് തന്നെയാണ് കിട്ടുക എന്ന് ഉത്ബ ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഹമ്മദ് പറയുന്നത് ശരിയാണെങ്കിലും അവനേക്കാളും നന്മയുള്ളവർ നമ്മൾ തന്നെയാണ്, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്കൊരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന് ഖുറൈശികൾ കളിയാക്കി പറഞ്ഞു. അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഇങ്ങനെ കലിപ്പ് കയറിയിട്ട് ഈ ഒരു അർത്ഥവും ഇല്ലാത്ത, ഒരു തലയും വാലും ഇല്ലാത്ത ഈ വാക്യങ്ങൾ ഉരുവിടുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ? നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ? നിങ്ങളിൽ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമാറ് നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അവരോട് ചോദിക്കൂ. അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ? അഥവാ അവർക്ക് വല്ല പങ്കുകാരും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. അവർക്ക് ശിക്ഷയൊന്നും കിട്ടില്ല, അവർ നല്ലവരാണെന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരാണ്, തല്ലിപ്പുളികളൊന്നും അവർക്കേ ശിക്ഷ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതിനും അവരങ്ങനെ ഇവിടുന്നാണ് പറഞ്ഞത്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വല്ല ഗ്രന്ഥം കയ്യിലുണ്ടോ? ഓരോരുത്തർക്ക് വേറെ വല്ല പഠിച്ചോൻ വന്നിരിക്കണം, അവർക്ക് ഇവിടുന്ന് ഈ കഥയൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കലിപ്പ് തീർക്കുന്ന കുറേ അർത്ഥശൂന്യമായ വാക്കുകൾ ഉരുവിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ബാക്കി വാക്യങ്ങൾ കൂടെ വായിക്കാം. 42 മുതൽ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം സുജൂദ് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടും. അപ്പോൾ അവർക്ക് സാധ്യമാകുന്നതല്ല. തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്നുകൊള്ളാം. ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കുന്നതുമാണ്. നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. ഈ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം സുജൂദ് ചെയ്യുവാൻ ക്ഷണിക്കപ്പെടുമെന്ന് പറഞ്ഞതിന് നമ്മുടെ മലയാള മുഫസ്സിറുകളൊന്നും തന്നെ ശരിയായ വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. എന്നാൽ ഈ ആയത്തിൻ്റെ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ മുഫസ്സിറുകൾ അത് ഒഴിവാക്കിയതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിലുള്ള ബുഖാരി പരിഭാഷ CN അഹമ്മദ് മൗലവിയുടെയാണ്. അദ്ദേഹം ഹദീസ് നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് 1749. തലക്കെട്ട് കൊടുത്തിട്ടുള്ള സുജൂദ്. എന്തെന്നില്ലാത്ത പരിഭ്രമം നേരിടുകയും സാഷ്ടാംഗം ചെയ്യുവാൻ അവരെ വിളിക്കുകയും ചെയ്യുന്ന ദിവസം എന്ന് തുടങ്ങുന്ന ഖുർആൻ വാക്യം, അതായത് 68:42 ഹദീസ്. അബൂ സയ്യിദ് പറയുന്നു, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കും. സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗമായി വീഴും. പേരിനും കീർത്തിക്കും വേണ്ടി സാഷ്ടാംഗം ചെയ്തിരുന്നവരെല്ലാവരും അവശേഷിക്കും. അവർ സുജൂദ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മുതുക് വളഞ്ഞു കിട്ടുകയില്ല, ഒരേ നിലയിൽ ഉറച്ചു പോകും. ഇവിടെ കണങ്കാലിൽ നിന്ന് തുണി മാറ്റുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു തൻ്റെ കണങ്കാലിൽ നിന്ന് തുണി പൊക്കി പിടിക്കുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് അള്ളാഹുവിൻ്റെ കാൽക്കൽ സുജൂദ് ചെയ്യും. അപ്പോൾ വെറും
ഇഹലോകത്ത് പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം നടന്നിരുന്ന ആളുകൾ അവിടെ സാഷ്ടാംഗ സുജൂദ് ചെയ്യാൻ പോകുമ്പോൾ അവരെ മുതുക് വളഞ്ഞു കിട്ടൂല എന്നാണ് പറയുന്നത്. ഇതും വലീദ് ബിൻ മുഗീറയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം കൂടിയാണ്. കാരണം വലീദ് ബിൻ മുഗീറയ്ക്ക് ഈ പറഞ്ഞ പേരിനും പ്രശസ്തിക്കും വേണ്ടി നടക്കുന്ന ആൾ എന്നതിന് പുറമെ വലിയ കൊടുവയറൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഈ സുജൂദ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു തുണി കൊടുത്തിരുന്നു എന്നും അള്ളാഹുവിൻ്റെ തുണി ഇങ്ങനെ കണങ്കാലിൻ്റെ മുകളിൽ നെരിയാണിൻ്റെ മുകളിൽ പൊന്തിച്ച് പിടിച്ചിട്ട് അള്ളാഹു ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ എല്ലാവരും കൂടെ സുജൂദ് ചെയ്യും എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ അള്ളാഹു തുണി കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ തുണി കണങ്കാലുമെന്ന് പൊക്കി പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം ഇന്ന് തഫ്സീറുകളിൽ എഴുതി വെക്കുന്നത് എന്തോ ഒരു ചെറിയ മാനക്കേടാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നമ്മുടെ അമാനി മൗലവിയോ കൂറ്റനാട് മൗലവിയോ മൗദൂദി മൗലവിയോ ഒന്നും തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. പകരം വേറെ ചില ആലങ്കാരിക പ്രയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ബടായി പറഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അള്ളാഹു ലുങ്കി കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. തങ്ങളുടെ കണ്ണുകൾ വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് സുജൂദ് ചെയ്യാത്ത ആൾക്കാർ അവിടെ ചെന്നിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തുണിമ്പൊക്കി വരുന്ന സമയത്ത് മുതുക് വളയില്ല, അവരവിടെ നിന്ദിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെയും വ്യാജമാക്കുന്നവരെ വിട്ടേക്കുക. അതുകൊണ്ട് തൽക്കാലം അവരെ വെറുതെ വിട്ടേക്കുക, എന്നെയും വെറുതെ വിട്ടേക്കുക, പടിപടിയായി കൊണ്ടുവന്ന് ഞാൻ അവരെ ശരിപ്പെടുത്തിക്കൊള്ളാം എന്ന് ഇവിടെ അള്ളാഹു പറയുകയാണ്. ഇത് അള്ളാഹു അല്ല പറയുന്നത്. പടിപടിയായി ഇവരെയൊക്കെ ശരിപ്പെടുത്താനുള്ള പ്ലാന് ഈ ആയത്തിറക്കുന്ന ആളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, ആദ്യകാലത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കൃത്യമായ സൂചന. ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കുന്നതുമാണ് നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. അയച്ചു കൊടുത്തിട്ടുള്ള തന്ത്രം പ്രയോഗിക്കുക, ചതി പ്രയോഗിച്ചുകൊണ്ട് തൽക്കാലം അവരെ ഒന്നും ചെയ്യാതെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പതുക്കെ ചതി പ്രയോഗിച്ച് അവരെ ശരിപ്പെടുത്താം എന്ന് മനസ്സിൽ അപ്പം തന്നെ ഉണ്ട്. അത് ആയത്തായിട്ട് അവിടെ ഇറങ്ങിയതാണ് എന്നർത്ഥം. ഇനി ബാക്കി നോക്കുക. അതല്ല അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ? അതുകൊണ്ട് നീ നിന്റെ റബ്ബിൻ്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിൻ്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത് അദ്ദേഹം വ്യസനം നിറഞ്ഞവനായ നിലയിൽ വിളിച്ച സന്ദർഭം തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായും കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. ഇവിടെ മുഹമ്മദിനോട് കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ പറയുകയാണ്. എടുത്തുചാടി ഒന്നും പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ഈ യൂനസിൻ്റെ കഥ പോലെ യോന കടലിൽ മുങ്ങിയപ്പോൾ ഒരു മീൻ വിഴുങ്ങിയ യോനയുടെ കഥ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. ആ കഥയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. യോന എടുത്ത് ചാടിയതുപോലെ എടുത്ത് ചാടണ്ട, നീ ക്ഷമിച്ചിരുന്നോളൂ, എല്ലാം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുകയോ മുഹമ്മദിനോട് ക്ഷമിക്കാൻ പറയുകയോ ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് അവിശ്വസിച്ചവർ ഉത്ബോധനം കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. ഇതാകട്ടെ ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ലതാനും. ഈ അധ്യായത്തിലെ അവസാനത്തെ ഈ 2 വാക്യങ്ങൾ ഇതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അന്നത്തെ ഖുറൈശികൾ മുഹമ്മദിനോട് ചെയ്തിരുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറയുന്നത്, മുഹമ്മദ് ഈ ജാതി ബടായൊക്കെ പറയുമ്പോൾ മുഹമ്മദിനെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് വട്ടാണ് എന്ന് പറഞ്ഞിരുന്നു, ഭ്രാന്താണ് എന്ന് പറഞ്ഞിരുന്നു, തുറച്ചു നോക്കിയിരുന്നു. ഇതാണ് ഖുറൈശികൾ മുഹമ്മദിനോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. അതിനപ്പുറത്തൊന്നും ചെയ്തിരുന്നതായിട്ട് ഖുർആനിൽ തന്നെ പറയുന്നില്ല. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കും, എന്നിട്ട് മുഹമ്മദിന് ഭ്രാന്താണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇവിടെ വീണ്ടും മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ്. നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അവർ തുറച്ചു നോക്കുന്നു. എങ്ങനത്തെ തുറച്ചു നോട്ടം? ആ നോട്ടം കൊണ്ട് നീ വഴുക്കി വീഴും, ആ ജാതി നോട്ടം. ഇതാണ് പറയുന്നത്. ഇതാകട്ടെ ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത്? ഇത് വെറും ഒരു ഉത്ബോധനം മാത്രമാണ്, ജനാധിപത്യപരമായിട്ട് ആളുകൾക്ക് സന്ദേശം എത്തിക്കാനുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ മക്കയിൽ ആദ്യകാലത്ത് ഖുറൈശികളുടെ എതിർപ്പും പരിഹാസവും വിമർശനവും ഒക്കെ കേട്ടിരുന്ന സമയത്ത് അതിനോടൊന്നും കാര്യമായി പ്രതികരിക്കാനോ മറുപടി പറയാനോ കഴിയാതെ വന്നപ്പോൾ തൽക്കാലം നീ ക്ഷമിച്ചിരിക്കുക, ഇതൊക്കെ നീ തൽക്കാലം നീ ഇങ്ങനെ ഉത്ബോധനം മാത്രം നടത്തിയാൽ മതി, നിനക്ക് അതിനുള്ള കടമ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കി കാര്യമൊക്കെ നമുക്ക് പതുക്കെ ശരിയാക്കാം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഇറങ്ങിയ ഒരു സൂറത്താണ്. ആ സൂറത്തിലെ 52 വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ആയിഷ പറഞ്ഞത് ഒന്നും കൂടി ഓർക്കുക, ഖുർആൻ തന്നെയാണ് മുഹമ്മദിന്റെ സ്വഭാവം. എന്നിട്ട് ആ ഖുർആനിൽ മുഹമ്മദിന് കോൺടാക്ട് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയാണ്, ഭ്രാന്തില്ല, സ്വഭാവം നല്ലതാണ് എന്ന് പറഞ്ഞത്. അതാണ് ഈ അധ്യായത്തിന്റെ ആകെത്തുക. ഇനി നമ്മൾ ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിലും ഒരു ദൈവം എഴുതി കൊടുത്തയച്ച പുസ്തകമാണ് എന്ന് വിശ്വസിക്കുന്ന സാധാരണ വിശ്വാസികളോട് അവരുടെ കോമൺ ലോജിക്കിനെ ഒന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു ദൈവം ആ പ്രപഞ്ചത്തിലെ തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ലോകാവസാനം വരെ ജീവിക്കാനുള്ള മാർഗ്ഗദർശനം നൽകാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ച 500 കൊല്ലത്തെ വഴിദൂരം നീളമുള്ള ഒരു പേന കൊണ്ട് എഴുതി വെച്ച ഒരു പുസ്തകത്തിൻ്റെ നിലവാരമാണ്. ആ പുസ്തകത്തിൽ ആദ്യകാലത്ത് മക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ആ സൂറത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ നിലവാരമാണ് നമ്മളിപ്പോൾ ഈ വായിച്ച് കേൾപ്പിച്ചത്. എടാ തന്തയില്ലാത്തവനെ, നിന്റെ തുമ്പിക്കൈന് ഞാൻ അടയാളം വെക്കുമെടാ, നിന്നെ ഞാൻ അങ്ങനെ ആക്കുമെടാ, നീ കാത്തിരുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖുറൈശികളെ ഭീഷണിപ്പെടുത്തുകയും തൽക്കാലം അവരെ നീ ഒന്നും ചെയ്യേണ്ട, നീ ക്ഷമിച്ചിരുന്നോ, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ വാക്യങ്ങൾ മുഹമ്മദും അന്നത്തെ ആ മക്കയിലുണ്ടായിരുന്ന അറബികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണോ, അതോ പ്രപഞ്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഇമ്നി വലിയ കിതാബാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ആലോചിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ
ഈ ഒരു പഠന ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം. ഓക്കെ, അപ്പം ഞാനിതിവിടെ പ്ലേ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജബ്ബാർ മാഷ് ഈ കാര്യം ഇവിടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണ്. മാഷിൻ്റെ ഇത് രണ്ടാമത്തെയാണ്, ഏറ്റവും പഴയതെന്നൊക്കെ പറയാം, 2 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇപ്പോൾ 192 എപ്പിസോഡായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് അതവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ തരത്തിൽ ഖുർആനിൻ്റെ മദ്രസകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു വശം, ഇതിനെ കാണേണ്ട ഒരു ആംഗിൾ, അത് നമ്മളിവിടെ പരിചയപ്പെടുത്തി തരുന്ന ഒരു പരിപാടിയാണ് ജബ്ബാർ മാഷി ചെയ്യുന്നത്. അതായത് മാഷി തന്നെ ഉപയോഗിച്ച വാക്ക് പറയുകയാണെങ്കിൽ ലോജിക്കിനെ പ്രവർത്തിപ്പിക്കുക, ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നമ്മളുടെ ടോമി സെബാസ്റ്റ്യൻ ചെയ്ത പോലെ ഇതെല്ലാം വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത് ആ നാട്ടിലെ ഒരു അങ്ങാടി തല്ല് ആയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇത് മുഹമ്മദ് ഇവിടെ ഫേസ് ചെയ്ത സംഗതിയുടെ ഒരു ലോക്കൽ പ്രതികരണം, അതിന് മുഹമ്മദ് തന്നെ അത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ കണ്ടത്. അല്ലെങ്കിൽ ഒരു ദൈവം എങ്ങനെയാണ് തന്തയില്ലാത്തവൻ എന്നൊക്കെ വിളിക്കുക, ദൈവത്തിന് ചേർന്ന പണിയല്ല അത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു അണ്ടകടാഹം സൃഷ്ടിച്ച ഒരു ദൈവമാകാനുള്ള കഴിവ് അതല്ലെങ്കിൽ ആ ഒരു പക്വത അത് അള്ളാഹുവിനില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇതുപോലെയൊക്കെയാണ് മുഹമ്മദ് നബി ഇവിടെ അള്ളാഹുവിനെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണേണ്ടത്, ചെയ്യേണ്ടത് ഈ ജബ്ബാർ മാഷിൻ്റെ ചാനലിൽ പോവുക, ഈ ഖുർആൻ ക്ലാസ്സുകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുക, എന്നിട്ട് കേൾക്കുക. കണ്ടതിന് ശേഷം മാഷ് പറഞ്ഞതിൽ ഏതാണ് തെറ്റ്, ഇന്ന ഭാഗത്ത് ഇന്ന പോലെ ഒരു കാര്യം മാഷ് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മാഷിക്ക് മെസ്സേജ് അയക്കുകയോ അതിൽ കമൻ്റ് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. മാഷ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഒരു സംവാദത്തിന് ശേഷം കരിയർ അവസാനിപ്പിച്ച് ഇതുവരെ മുങ്ങിയിട്ടുള്ള ഒരാളല്ല, ഇപ്പോഴും സജീവമായിട്ട് ഈ മേഖലയിലുണ്ട്. ഓരോ കമൻറ്റുകൾ ഇടുമ്പോഴും അതിന് റെസ്പോണ്ട് ചെയ്യുന്ന, ആരോഗ്യം ചെറിയൊരു അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു, ചികിത്സയൊക്കെ ആയിട്ട്, എന്നാൽ പോലും തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോഴും സമയം കണ്ടെത്തിയിട്ട് അതിനുള്ള എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പറഞ്ഞതിൽ തിരുത്ത് ആവശ്യപ്പെടാം, ഒക്കെ ചെയ്യാം. അതല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് കാടടച്ചിട്ട് അതങ്ങനെയാണ് അതിങ്ങനെയാണ് ഫയൽ വാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതിയെ പോലും ഒന്ന് ഇതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകമാകുന്ന രീതിയിൽ വീണ്ടും അത് പറഞ്ഞു വെച്ച ഈ ബാസിലാൻഡ് ഈ ജിഹാദി ടീമിന് ഒരു വലിയ നന്ദി വീണ്ടും ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കണ്ട മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ജബ്ബാർ മാഷി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന സൂറത്ത് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടൊരു വിശ്വാസിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി തീരും, പ്രശ്നം തീരും. കാരണം നമ്മൾ പറയാറുണ്ട് ഒരു കത്ത് വായിക്കുന്നതിനെ കുറിച്ചിട്ട്. നമ്മളുടെ ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മളുടെ അതിലെ കഥാപാത്രം, നമ്മളുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, നമ്മൾ നിവിൻ പോളിയുടെ അച്ഛൻ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോകും, മുങ്ങും. അപ്പോൾ ആ കത്ത് ആദ്യം അമ്മ വായിക്കുന്നു, അമ്മ വായിച്ചിട്ട് പൊട്ടിക്കരയുന്നു, അയ്യോ അച്ഛനെന്തോ പറ്റി, നാട് വിട്ടുപോയി എന്നുള്ള രീതിയിൽ. അതേ കത്ത് നിവിൻ പോളി മകൻ എന്ന നിലയ്ക്ക് അതെടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് അച്ഛൻ അടിച്ചു പൊളിക്കാൻ പോയ പോലെയാണ് അത് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി. ഈ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കുക, ഇതൊരു അണ്ടകടാഹം സൃഷ്ടിച്ചൊരു ചങ്ങാതി എഴുതിയതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വായിക്കുന്നതും, അതിനുശേഷം ഇത് അള്ളാഹു എന്ന ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് നബി പറയിപ്പിച്ച സാധനങ്ങളാണ് എന്ന് ഒരു മനസ്സിൽ വെച്ചിട്ട് നിങ്ങളിത് വായിച്ചു നോക്കൂ, ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഇതിലെ പോയിന്റ്. അപ്പോൾ അതും ഇവിടെ അവതരിപ്പിക്കാനും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനും ഇവർ വഴിവെച്ചിരിക്കുകയാണ്. വളരെ നന്ദി. സൂറത്തുൽ അഹ്സാബാണ്. സൂറത്തുൽ അഹ്സാബിൽ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആയത്താണ്. എന്നിട്ട് മൂപ്പര് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിനെ കൊണ്ട് ഇറക്കി എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനിയന്ത്രിതമായി വിവാഹം ചെയ്യലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, യുക്തിവാദം പ്രൊമോട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഒന്നാമത്തെ വിഷയം, പ്രവാചകന് അനിയന്ത്രിതമായിട്ട് വിവാഹം ചെയ്യാൻ യുക്തിവാദം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് മുഹമ്മദ് നബി അവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്, മതി ഇനി കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്വയം ഒരു കൺട്രോൾ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതാണ് അവിടെ ഉണ്ടായത്. ഇനി ഇസ്ലാം പ്രകാരം ഒരു പുരുഷന് കല്യാണം കഴിക്കാൻ അനിയന്ത്രിതമായിട്ട് ലൈംഗിക ആസക്തി അതിനുള്ള വഴി കണ്ടെത്താനുള്ള അവസരം ഇന്നും ഖുർആനിലുണ്ട്. അതാണ് ഇവർ ഒളിപ്പിച്ച് വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് 4 പെണ്ണ് വരെ കെട്ടാം, അതിനപ്പുറത്തേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവോളം അടിമകളെ വെക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര ചിന്തകനായാൽ നിങ്ങൾക്ക് അടിമയെ വെക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിമയെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആവണം, നിങ്ങൾക്ക് ഇസ്ലാമിൽ വിശ്വസിക്കണം, ആ നിയമം നിങ്ങൾ പൊക്കി പിടിക്കണം. കാരണം ഇവിടെ ലോകത്ത് അടിമ വ്യവസ്ഥിതി ഇവിടെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും ഇസ്ലാം ഞങ്ങൾക്കത് അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളത് ബാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് നിൽക്കുകയും അത് കാലങ്ങളോളം നൂറ്റാണ്ടുകളോളം അത് പിന്തുടരുകയും ചെയ്തൊരു സംവിധാനം അതുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ കീഴിൽ തന്നെയാണ്. അവരാണ് അതിന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് അത് ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുള്ള ആളുകൾ. അങ്ങനെ അവസാനം UN ഒക്കെ കണ്ണ് ഉരുട്ടിയതിന് ശേഷമാണ് ഇസ്ലാമിക ലോകം, സൗദി അറേബ്യയൊക്കെ 1960കളുടെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്
നിർബന്ധിതരാവുന്നതും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതും. അതുവരേക്കും അവർ കൊണ്ടു നടന്നു. എന്നിട്ടും അടിമ വ്യവസ്ഥിതി ഇവിടെ കൊണ്ടു നടന്നു. നമ്മൾ പറയുന്ന ആ ഒരു ബോണ്ടഡ് ലേബർ അടക്കമുള്ള കാര്യങ്ങൾ അത് ചെയ്തത് ഏറ്റവും ഒടുവിൽ അത് അവസാനിപ്പിച്ചത് എവിടെയാണ്? മൗറിറ്റാനിയ എന്ന് പറയുന്ന സ്ഥലം, രാജ്യം. അതിപ്പോഴും ഈ ഏറ്റവും ഒടുവിൽ പോലും അവിടെ ഇപ്പോഴും ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒളിച്ചും പാത്തും അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അറബ് രാഷ്ട്രങ്ങളിൽ പലയിടത്തും അത് ഇല്ലീഗലായിട്ട്, അനധികൃതമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അടിമ വ്യവസ്ഥിതി അവരിപ്പോഴും കൊണ്ടു നടക്കുകയാണ്. കാരണം ആ മൈൻഡ് സെറ്റ് അതാണ്. ഇസ്ലാം തങ്ങൾക്കത് അനുവദിക്കുന്നു. നമ്മളെങ്ങനെ ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്, സ്വർണം ഹലാലാണ്, അത് കള്ളക്കടത്ത് നടത്തേണ്ടി വരുന്നത് രാജ്യം അനുവദിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമം, ഇസ്ലാമിൻ്റെ നിയമം, അത് തമ്മിൽ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ എപ്പോഴും പൊക്കി വെക്കേണ്ടത് ഇസ്ലാമിൻ്റെ നിയമമായതുകൊണ്ട്, അവിടെ ഗോൾഡ് ഹറാമല്ല എന്നതുകൊണ്ട്, അത് കടത്താനുള്ള എല്ലാ അവസരവും മുസ്ലിമിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിക്കൽ പോലും മതം അതിനൊരു തടസ്സം തീർക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൽ പിടിക്കപ്പെടുന്നത് മുസ്ലിങ്ങളായിട്ട് മാറുന്നത്. അവരെ മതം അതിൽ നിന്ന് തടയുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രോത്സാഹനം കൊടുക്കുന്ന മതം തന്നെയാണ്. അവിടെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ, അതിന് തെളിവുകൾ, ഫത്വകളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ അന്ന് എടുത്തത് കാലി കച്ചവടം. ഇപ്പോൾ ഇന്ത്യയിൽ കൗ സ്ലോട്ടർ ബാനുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണ് ചോദ്യം. ഫത്വ വെബ്സൈറ്റിൽ ഒരു ഫത്വ കൊടുക്കുന്ന ആളോട്, അതിൻ്റെ പണ്ഡിത സഭയോട് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഉത്തരം നിങ്ങൾക്ക് ചെയ്യാം. കാരണം കാലി ഈസ് ഹലാൽ, അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. ആ നിയമം നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നും പോത്തിറച്ചി വാങ്ങുമ്പോൾ അത് ഹലാലായ പോത്തിറച്ചിയാണ്, അർത്ഥതാണെന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. അല്ലെങ്കിൽ ഹലാലായ പോത്താണെന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. അതല്ലാത്ത വിധം അതിനകത്തൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. കള്ളക്കടത്ത് അവിടെ ഹലാലാക്കുന്നില്ല എന്നതുമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇവർ സ്വയം കുഴിയിൽ ചാടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമയത്തോളം അവിടെ അനിയന്ത്രിതമായ വിവാഹത്തെ പ്രവാചകൻ ചുരുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് മൂപ്പയുടെ വർത്തമാനം, അതായത് ജബ്ബാർ മാഷിന്റെ കള്ളത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുക. ഇപ്പൊ മുത്തവ വിവാഹം പ്രവാചകൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മുത്തവ വിവാഹം എന്നത് നിരോധിച്ചത് ഉമർ അൽ ഫാറൂഖ് ആണ് എന്ന് പറയും. കൃത്യമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുത്തവ വിവാഹം പ്രവാചകൻ നിരോധിച്ചു എന്നുണ്ട്. എന്നിട്ട് പോലും പച്ചക്കളവ് പടച്ചു വിടാനുള്ള ധൈര്യം പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പറഞ്ഞ വലിയൊരു അത്ഭുതമാണ്. ഇനി മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുത്താ വിവാഹം അത് നമ്മൾ എടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കോയ കോളിങ്ങിൽ ചോദിച്ചു, മുത്താ വിവാഹം അത് ഹറാമാണ്, പ്രവാചകൻ അത് വിരോധിച്ചു എന്ന് പറയുന്നത് സുന്നികൾ മാത്രമാണ്. ഇവിടെ ഒരു വലിയ പ്രബലമായ വിഭാഗമുണ്ട്, ഷിയാക്കൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും അവർ തുടരുന്നത് എന്ന് മാത്രമല്ല, എങ്ങനെയാണോ സുന്നികൾ അതിന് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അവർ കൊണ്ടു നടക്കുന്നത്, സമാനമായ രീതിയിൽ, മീൻസ് ഓരോ വിഷയങ്ങൾ കൊണ്ടു നടക്കുന്നത് സമാനമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ, ഈ മുത്താ വിവാഹം സംബന്ധിച്ചിട്ട് ഷിയാക്കളുടെ നിയമങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം, നന്നായിരിക്കും. ഇതേ ലോ ഓഫ് ടെമ്പററി മാരേജ് മുത്താ എന്ന് പറഞ്ഞിട്ട്, ഇത് ഷിയാക്കളുടെ ഒരു വെബ്സൈറ്റ്, അവരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ നിയമമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യമാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളാണ്, അതായത് ലോകത്ത് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു, മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ എണ്ണം എടുക്കുന്ന സമയത്ത് അവർ ഷിയാക്കൾ എടുക്കും. എന്നാൽ മുത്താ കല്യാണത്തിൻ്റെ നിയമം അത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഷിയാക്കളുടെ ഇടയിൽ അത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഷിയാക്കൾ ആ മുസ്ലിങ്ങളായിട്ട് മാറും, കാഫിറായിട്ട് വരെ മാറ്റിക്കളയവർ. ഇതാണ് അവരുടെ രീതി. അപ്പോൾ എണ്ണം എടുക്കുന്ന സമയത്ത് ഷിയാക്കൾ വേണം, എന്നാൽ ഈ നിയമം ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് ഷിയാക്കൾ എന്ന് പറയുന്നിടത്ത് അവർ ഷിയാക്കളെ കാഫിറുമാക്കും. ഇതാണ് അവിടെ സ്ഥിതി. അപ്പോൾ എന്താണ് ഷിയാക്കൾ പറഞ്ഞു വെക്കുന്ന നിയമം? എ ടെമ്പററി മാരേജ്, ഇത് ലോസ് ഓഫ് ടെമ്പററി മാരേജ്, മുത്താ കല്യാണത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞിട്ട് ഇതൊരു സാമ്പിൾ മാത്രം. ഇവരുടെ ഒരുപാട് മേഖല, ഷിയാക്കളുടെ ഡോക്യുമെൻറ്റ്സ്, ഷിയാക്കളുടെ ഇത്തരത്തിലുള്ള ഈ മുത്താ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഷിയ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണാം. അതുപോലെ പല വാർത്തകൾ ഇവിടെ വന്നിട്ടുള്ളതുണ്ട്. ഇപ്പോൾ UK ഷിയാക്കൾ, അതായത് മുസ്ലിങ്ങൾ പലരും കുടിയേറിയിട്ടുള്ള ആ കൂട്ടത്തിൽ ഷിയാക്കളും കുടിയേറിയിട്ടുണ്ട്. അങ്ങനെ കുടിയേറിയ കൂട്ടത്തിൽ അവർ ഷിയാക്കളുടെ ഇടയിൽ, ഷിയാക്കളായിട്ടുള്ള ആളുകൾ UK ഈ ടെമ്പററി മാരേജ് വലിയ തോതിൽ പ്രോത്സാഹനം കൊടുക്കുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇവിടെ നിറഞ്ഞത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എണ്ണ എടുക്കാൻ വേണ്ടി മാത്രമേ ഷിയാക്കൾ എണ്ണുള്ളൂ. ഇത് ഈ നിയമം പാസ്സാക്കുന്നത് ഈ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം, അത് അവർ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് തള്ളും. ആ പരിപ്പ് കൈവച്ചാൽ മതി. നിങ്ങൾ എണ്ണം എടുക്കുന്ന സമയത്ത് ഷിയാക്കൾ നിങ്ങൾ എണ്ണുമെങ്കിൽ മുത്താ കല്യാണം കൊണ്ട് നടക്കുന്ന ഷിയാക്കളെയും അത് നിങ്ങൾ എണ്ണേണ്ടി വരും. അതും ഇസ്ലാമികമാണ് നിങ്ങൾ സമ്മതിക്കുക. അവിടെ മുഹമ്മദ് നബി അത്
വിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുഹമ്മദ് നബി വിരോധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഷിയാക്കൾ അത് നടത്തുന്നു എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇനി എ ടെമ്പററി മാരേജ് ദാറ്റ് ഈസ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറൈവിംഗ് സെക്ഷൽ പ്ലഷർ ഈസ് വാലിഡ്. ഹവർ ദ വുമൻ cannot stipulate a condition that the man must not derive any sexual pleasure. The obligatory precaution is that a husband must not avoid having sexual intercourse for more than 4 months with his temporary wife if she is young. Ruling 2441, if a woman in a temporary marriage stipulates a condition in the marriage, ഞാൻ ജസ്റ്റ് വായിച്ചു പോകണം നിങ്ങൾക്ക് കേൾക്കാൻ, in the marriage contract that her husband must not have sexual intercourse with her. ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നുള്ള കുറേ തവണ കേൾക്കും, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇസ്ലാം അങ്ങനെയാണ്. The contract and the condition are valid. In such a case, the husband can only derive the other forms of sexual pleasure from her. However, if she later consents to have sexual intercourse, her husband her husband can have sexual intercourse with her. The same rule applies in a permanent marriage. A temporary wife is not entitled to living expenses for even if she becomes pregnant. അതായത് മുത്തലാഖ് കല്യാണത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിൽ ആ പെണ്ണിന് ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെലവിന് വാങ്ങിക്കാനുള്ള അധികാരമില്ല. അതായത് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് to living expenses even if she becomes pregnant ayal polum. A temporary wife is not entitled to the right of sleeping together. She does not inherit from her husband, nor does her husband inherit from her. In the event that one or both of them stipulate a condition, then the validity of this condition is problematic, but observing precaution here must not be abandoned. Even if a woman in a temporary marriage does not know she is not entitled to the right of having her living expenses paid for and the right of sleeping together, the marriage contract is valid. Her ignorance of this does not grant her right over her husband. പെണ്ണിനെ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളത് വിഷയമല്ല, അത് ഒരു കേസായിട്ട് ഉന്നയിക്കാൻ കഴിയില്ല. എ വുമൻ ഇൻ എ ടെമ്പററി മാരേജ് ക്യാൻ ലീവ് ദ ഹൗസ് വിത്തൗട്ട് ഹെർ ഹസ്ബൻഡ്സ് പെർമിഷൻ. അതാണ് പെർമനൻറ്റ് മാരേജും ഈ ടെമ്പററി മാരേജും തമ്മിലുള്ള, ഈ മുത്തലാഖ് കല്യാണം തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു പെർമനൻറ്റ് മാരേജിൽ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അനുവാദം വേണം. അതായത് സ്വന്തം വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ആ ജനാസ കാണാൻ പോലും ഭർത്താവ് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. However, if the act of leaving the house violates her husband's right, then it is unlawful for her to leave the house. And based on recommended precaution, in case the husband's right is not violated, she should not leave the house without his permission. Ruling 2446, if a woman appoints a man to be her agent for marrying her to himself for a specified period and a specified amount, and the man marries her to himself in a permanent marriage, or he marries her for a period of an amount that is different to what was specified, then if the woman consents upon realizing this, the marriage contract is valid, otherwise it is invalid. In order to become mahram, a father of a paternal grandfather marries his non-baligh daughter, granddaughter, or a son, grandson, or to someone for a short period, the marriage contract is valid as long as it is not detrimental. However, if during the period of the marriage the boy is totally unable to derive sexual pleasure or no sexual pleasure can be derived from the girl, then the validity of the marriage contract is problematic. That is based on obligatory precaution, it is not valid. ഇങ്ങനെ പോകുന്നു. ഞാനിത് വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ട്, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് പെർമനൻറ്റ് മാരേജിൻ്റെ നിയമങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ ഇവിടെ. ഇത് ഷിയാക്കളുടെ ഒരു ചെറിയൊരു സാമ്പിൾ മാത്രം നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ മുത്തലാഖ് കല്യാണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷിയാക്കളുടെ ഇടയിൽ അതുണ്ട്. ഷിയാക്കൾ അത് ഇസ്ലാമിക നിയമമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നു. ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നു. മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ അവരുടെ നാട്ടിൽ സുന്നി ഭൂരിപക്ഷമായതുകൊണ്ട് അവിടെ നടപ്പിലാക്കാതെ വരുമ്പോൾ ആ നാടുകളിലുള്ള ഷിയാക്കളായിട്ടുള്ള ആളുകളും അതുപോലെ ഈ നിയമം അറിയുന്ന കുൽസിത പ്രവൃത്തിയിൽ താല്പര്യമുള്ള സുന്നികളും അവരുടെ ഷുന്നിയുമായിട്ട് അവർ നേരെ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് ഈ ടെമ്പററി മാരേജ് നടത്തി, മുത്തലാഖ് കല്യാണം നടത്തി, ആവോളം സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി അവർക്ക് വേണ്ട സാധനവും കൊടുത്ത് അതിനൊക്കെ മഹറെന്നും നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അതിനെല്ലാം അവിടെ ഒഫീഷ്യലായിട്ടുള്ള ഇസ്ലാമിക് ക്ലറിക്സ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ജബ്ബാർ മാഷ് നോണ പറഞ്ഞു, നമ്മൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ലോകത്ത് ഇസ്ലാമിക നിയമത്തിൻ്റെ കീഴിൽ തന്നെ എഴുതി വെച്ച് നിയമമുണ്ടാക്കി അത്
മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന സാധനം. ഇനി നിങ്ങൾ പറ, ഇതെങ്ങനെയാണ് നമ്മൾ നിങ്ങളെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? ജബ്ബാർ മാഷ് നുണ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? ഇനി ഹദീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ പലതും പറയും. പക്ഷേ ആ ഹദീസ് ഷിയാക്കൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ട് ഷിയാക്കൾ എടുക്കുന്നില്ല. ഷിയാക്കൾ മുസ്ലിങ്ങളാണോ അല്ലേ, അവർ നിങ്ങൾ കാഫിറായിട്ടാണോ കൂട്ടണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. കാഫിറായിട്ടാണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മേലാൽ ഇനി മുസ്ലിങ്ങളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് ഷിയാക്കളുടെ എണ്ണം എടുക്കരുത്. വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ ഷിയാക്കൾ തന്നെയാണ് എന്നതും കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ ഈ പരിപാടിയൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് കേൾക്കാം. ഏതായാലും ഇത് കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. കുറച്ചുകൂടി കേട്ടിട്ട് എന്നെ കുറിച്ചും കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്, അതുകൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. കാരണം ഇത് ഈ പരിദേവനം ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതിങ്ങനെ ആവർത്തിച്ച് ഓരോ ആളുകളെക്കുറിച്ച്, ലിയാഖത്തിനെ കുറിച്ച്, ജബ്ബാർ മാഷെക്കുറിച്ച്, പിന്നെ എന്നെക്കുറിച്ച്, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. ബാക്കി ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ സൂറത്തിൽ ഈ പറയപ്പെട്ട ആയത്തിന് തൊട്ട് താഴെയായി കാണുന്ന എന്താണെന്നറിയോ? ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ള ആളെ നിനക്ക് വിവാഹം ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. എങ്ങനെയാണ് സ്വതന്ത്ര സ്ത്രീകളുമായിട്ട് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഇനി നീ സ്വതന്ത്ര സ്ത്രീകളുടെ പിന്നാലെ പോകണ്ട, നിനക്ക് ഇഷ്ടം പോലെ അടിമകളുണ്ടല്ലോ, നീ അടിമയെ പിടിച്ച് പൂശിക്കോ എന്നാണ് ആ പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എന്തിനാ ഇത്ര വലിയ മദ്രസ ശാസ്ത്രം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരെന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? സത്യത്തിൽ ഇത് ഈ സ്വതന്ത്ര സ്ത്രീ എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പോൾ ഇവർ വിശ്വാസികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് വിശ്വാസികൾക്കുള്ള ക്ലൂ ആണ്. ഈ ഇസ്ലാമിനകത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സ്വതന്ത്ര സ്ത്രീ, അടിമ സ്ത്രീ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് എന്നല്ലേ എൻ്റെ പൊന്നാര ചെങ്ങന്മാരെ നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ വല്ലതും ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തുമാത്രം ഡാമേജാണ് നിങ്ങൾ ഇസ്ലാമിന് ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് നിങ്ങൾ ഞങ്ങളെ കഞ്ഞികൂടി മുട്ടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എങ്ങനെയാലും ഈ ടീഷർട്ടൊക്കെ വിറ്റ് അത്യാവശ്യം പിരിവൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. അതിൽ കൊണ്ടുവന്ന് ഇതേപോലെ മണ്ണ് വാരിയിടരുത്. നിങ്ങളിത് ഇങ്ങനെ എളുപ്പം പൂട്ടിച്ചാൽ നമ്മളെ പരിപ്പളകും. ഓക്കെ. ആണ് സ്വന്തത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ആയത്തുകൾ ഇറക്കുന്ന ഒരു വ്യക്തി എന്തിന് ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ ഈ വിഷയം ഒരുപാട് നാസിരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഭീമാബദ്ധങ്ങളാണ്. കുറെ ഭാര്യമാരായില്ലേ എന്നൊക്കെ പറയാം. കുറെ ഭാര്യമാരായെന്ന് വെച്ചിട്ട് എന്തിനു നമ്മൾ വെറുതെ നിർത്തുന്നു? ഇനിയും ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ വിവാഹം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെന്തിനു തടയുന്നു എന്നൊരു ചോദ്യം പറയണ്ടല്ലോ. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അതേ സൂറത്തിൽ തന്നെ അദ്ദേഹത്തിന് പല കളവുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, അതേ സൂറത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ നെഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് പിന്നെ ഈ ഇത്തരത്തിൽ തഫ്സീറുകൾ ഇറക്കുക മാത്രമല്ല ചെയ്യുന്നത്, കള്ളത്തരങ്ങൾ ചെയ്യുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ശരിക്കും ഈ ഒന്നാലോചിക്കുക, ഈ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിന് ഒരു ആയത്തിന് അതിനൊരു സബബുൽ നുസൂൽ ഉണ്ടാവും, അതിനെ അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഖുർആന്റെ കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തഫ്സീറുകൾ എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഇപ്പം മലയാളത്തിൽ പോലും തഫ്സീറുകൾ ലഭ്യമാണ്. ഇപ്പോൾ അമാനി തഫ്സീർ അല്ലെങ്കിൽ ഖുർആൻ മലയാളം തഫ്സീർ എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ ഏതൊരാൾക്കും മലയാളത്തിൽ ഓരോ ആയത്തിന്റെയും ഏറ്റവും പ്രാഥമികമായ വിവരണം എന്താണെന്നുള്ളത് കിട്ടും. അപ്പൊ ഇതൊക്കെ ലഭ്യമായിരിക്കെ ഒരു നിലക്ക് അതൊന്നും പരിഗണിക്കാതെ എന്താണ് അവതരണ പശ്ചാത്തലം, എവിടെയാണ് ഇത്, ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എന്താണ്, ഇതൊന്നും പരിഗണിക്കാതെ വെറുതെ തോന്നുന്നു എന്നുള്ളത് മാത്രം വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവരുടെ നിലവാരമാണ് എനിക്ക് സംശയം. ഒരു പിന്നെ ജബ്ബാർ ഇങ്ങനെ ഖുർആൻ വിശദീകരിച്ചല്ലോ എന്നയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം എത്രത്തോളം പരിഹാസ്യമാണ് എന്നുള്ളതാണ് എനിക്കതിൽ പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത്. ഈ ഖുർആൻ ആയത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് ആ ആയത്ത് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ചാൽ അതിന്റെ കോൺടെക്സ്റ്റ് കിട്ടുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പകുതി വരെ വായിച്ച് നമസ്കരിക്കുന്നവർക്ക് നാശം എന്നൊരു ആയത്തുണ്ട്. അതിന് ബാക്കി വായിച്ചാൽ എന്താണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ളത് കിട്ടും. അതുപോലുള്ള കുറെ ആരോപണങ്ങളാണ് ഈ ജബ്ബാർ പോലുള്ള ആളുകൾക്ക്. അതെ, ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, അപ്പൊ ഇവർ സന്ദർഭത്തിലാണെന്നുള്ളത് അതിന് തൊട്ട് 3 ആയത്ത് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷം. അതൊക്കെ തെറ്റാണ് കേട്ടോ. അങ്ങനെയൊന്നും അല്ല. അത് യുദ്ധം വിരോധിക്കപ്പെട്ട മാസം ഒന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥലം പിടിച്ചടക്കുന്നു, ആ പിടിച്ചടക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് സമയം കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു 4 മാസം സമയം തരാം. ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇങ്ങോട്ട് മതം മാറി വരുന്നോ അതല്ല നിങ്ങൾ കീഴടങ്ങുന്നോ, എന്ത് വേണേലും നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുവരെ നമ്മൾ ആക്രമിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ അവരെ പതിയിരുന്ന് കണ്ടെടുത്ത് വെച്ച് കൊന്നോളൂ എന്നാണ് പറയുന്നത്. ഈ യുദ്ധത്തിൽ എവിടെയാണ് ഈ പതിയിരിക്കൽ? ഇവർ പറഞ്ഞു തരണം, ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ യുദ്ധ സന്ദർഭത്തിൽ പതിയിരിക്കേണ്ട കാര്യമില്ല. അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒളിച്ചും പാത്ത് നടക്കുന്ന സമയത്ത് അവരെ പതിയിരുന്ന് അവരെ നമ്മൾ കൊന്നു തീർക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ അതിൻ്റെ ശേഷം ഉണ്ടെന്നാണ് വേറൊരെണ്ണം പറയാം. ശേഷമുള്ള എന്താണ്? അവർ നിങ്ങളെ അഭയം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കണം. എന്നിട്ട് അവരെ നിങ്ങൾ നിരന്തരം ഇസ്ലാമിലേക്ക് വരാൻ അവർക്ക് പ്രേരിപ്പിക്കണം. അള്ളാഹുവിനെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും മതം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവരെ കൊന്നേക്കണം. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിലെവിടെയാണ് തെറ്റ്, എവിടെയാണ് മണ്ടത്തരം, എവിടെയാണ് കബളിപ്പിക്കൽ? ഒന്നുമില്ല. ഇവരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞും അടുത്ത കാര്യമാണ്. ഇതേപോലെ വേറൊരെണ്ണമാണ് ഇവർ എപ്പോഴും എടുത്തുകൊണ്ട് വരുന്നൊരു സാധനം. ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരും രക്ഷിച്ച മാതിരി, ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്ന മാതിരി. സത്യത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്?
ഒന്നാമത് അത് തോറയിലുള്ള സാധനമാണ്, ഖുറാനിലുള്ളതല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി അത് തന്നെ എന്തിനാണ് അവിടെ പറയുന്നത്? അതായത് ആദാമും ഹവ്വയും അവരുടെ 2 മക്കൾ പരസ്പരം അടി കൂടിയിട്ട് തമ്മിൽ തല്ലി ചാവുന്നു, ഒരുത്തൻ മറ്റൊരുത്തനെ തല്ലി കൊല്ലുന്നു. അങ്ങനെ കൊല്ലുന്ന സമയത്ത് അവന് വല്ലാതെ വിഷമമുണ്ടാകുന്ന സമയത്ത് അവനെ കൊന്നത് നീ ഒരു കാരണം കൊണ്ടാണല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അവനെ കൊന്നത് നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ആ സാധനത്തെ എടുത്തു വെച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്ത്, അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തി എടുത്തിട്ട് പറയും, ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്ന മാതിരി, ഒരാളെ ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരെയും രക്ഷിച്ച മാതിരി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം എടുത്ത് വെച്ചിട്ട് ഇവിടെ വെളുപ്പിക്കാൻ നോക്കുകയാണ്, ബാഹുബലി 1 ആക്കി മാറ്റുന്നു. അപ്പം നമ്മൾ പറയും അതല്ല, ഇത് ഇങ്ങനെയാണ് അതിൻ്റെ സന്ദർഭം. അവിടെ ഒരാൾ മറ്റൊരാളെ തല്ലിക്കൊന്നപ്പോൾ ആ കൊന്നതിൽ വിഷമിച്ച് നിന്ന ആളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ഒരു അള്ളാഹുവിന് ചേർന്ന പണിയാണോ ഇത്? തൻ്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിന്ന 2 ആളുകൾ കാണിക്കായിട്ട് അവിടെ കൊണ്ടുവച്ചത്, ഒരാൾ കൃഷിക്കാരനും മറ്റൊരാൾ ഒരു ആട്ടിടനും അങ്ങാണ്ട് ആയിരുന്നു. അപ്പോൾ ഒരാൾ ബലിയറുത്ത മൃഗവും വേറൊരാൾ എന്തോ തണ്ണിമത്തനും കൊണ്ടുവന്നപ്പോൾ അതിൽ തണ്ണിമത്തൻ കൊണ്ടുവന്ന ആളോട് ഒരു വെറുപ്പ് കാണിക്കുകയാണ്. അയാളുടെ സാധനം സ്വീകരിക്കാതിരിക്കുന്നു. ഇതെന്ത് പടച്ചവനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവരുടെ കഴിവ്, അവരുടെ ആ രീതിക്ക് അനുസരിച്ച് അവർ കാര്യം ചെയ്യുമ്പോൾ അത് രണ്ടും ആക്സെപ്റ്റ് ചെയ്താൽ നല്ല മക്കൾ എന്ന് പറയേണ്ട സ്ഥാനത്ത് പടച്ചവൻ ചെയ്തത്, പടച്ചവന് ഇറച്ചി കൊണ്ടുകൊടുത്ത ആളോട് ഒരു സ്നേഹം, മറ്റേ ആളോട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളോട് വലിയ ഒരു വിഷമം. അതാണ് അവിടെ കണ്ടത്. എന്തോ കുമ്പളങ്ങ എന്തോ ആണ്, എന്തായാലും ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തോറയിലുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്, പോട്ടെ. എന്തായാലും ഈ സാധനത്തിൽ നിന്ന് പോലെ അത് വെട്ടിയെടുത്തിട്ടാണ് ഇത് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം, ഇസ്ലാം സമാധാനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവിടെയും അത് പൊളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത്. 4 മാസം അവധി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. അത് അവിടെ മാത്രമല്ല, ഇനി അതിനൊക്കെ ശേഷം വേറെയും സൂറത്തിൽ പറയുന്നത്, നിങ്ങളുടെ അയൽവാസികൾ അവർ അവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പരുഷമായിട്ട് പെരുമാറണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. അവരോട് നിരന്തരം യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് അപ്ലിക്കബിൾ ആക്കിയത്? നമ്മളിത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇത് ഭീതി ജനിപ്പിക്കലല്ല. ഇന്ത്യയിൽ ഇത് നടന്നു പോയിട്ടുള്ള സംഗതിയാണ്. കശ്മീർ പണ്ഡിറ്റുകൾ അവർ നേരിട്ടിട്ടുള്ള സംഭവമാണിത്. അവരുടെ അടുത്ത് പറയുന്നത് എന്താണ് റലീവ് ചലീവ് ഗലീവ് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരിക, അതല്ലെങ്കിൽ നാട് വിടുക, അല്ലെങ്കിൽ ചാവാൻ റെഡി ആയിക്കൊള്ളുക. ഇത് തന്നെയാണ് ഈ സൂറത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് കാഫിറുകളെ എന്ന് തന്നെ അഡ്രസ്സ് ചെയ്തിട്ടാണ് കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിസ്റ്റുകൾ അവരെ പേര് വിളിച്ച് അവരെ ഇതുപോലെ കൊല്ലാൻ വേണ്ടി പിന്നാലെ നടന്നിരുന്നത്. ഈ റലീവ് ജലീവ് കലീവ് എന്ന് പറയുന്ന സാധനം അത് അവിടെ ചുമരുകളിലും പള്ളികളിൽ നിന്നൊക്കെ വിളിച്ചു കൂയിക്കൊണ്ട് നടന്നിരുന്ന സാധനമാണ്. കശ്മീരി ഭാഷയിലുള്ള വാക്കുകൾ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. ഇതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. കൺവേർട്ട് ചെയ്യുക, ഇതിലേക്ക് വരിക, അതല്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങുക, അതല്ലെങ്കിൽ ഓടിപ്പോവുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ചാവാൻ റെഡി ആയിക്കോളുക. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ കണ്ടു കാശ്മീർ ഫയൽസ് മൂവി കണ്ടിട്ട് നിങ്ങൾക്കറിയാം, അവർ നിരത്തി നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവർക്ക് മാറാനുള്ള സമയം അവിടെ ഫിക്സ് ചെയ്തിട്ട് അതിന് ശേഷം അവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ പതിയിരുന്ന് അവരെ വെട്ടിക്കൊന്നു തന്നെയാണ് ഇവിടെ കശ്മീർ പണ്ഡിറ്റുകളെ ജനോസൈഡ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഓക്കെ, ാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക, അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക, അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക, എന്നിട്ട് സ്വയം അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം ഇത്രയും ഒരു സത്യസന്ധത ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ അതിനോട് ആത്മാർത്ഥത ഇല്ലാതെ ഖുർആനെ തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതിനെ അത് കണ്ടുകൊണ്ട് സംശയിക്കുന്ന ആളുകളെയാണ് എനിക്ക് ഏറ്റവും പരിഹാസ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതാണ് ഒരു ഭീമ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് ആയിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ട്, ഒരു കവിതയാണെങ്കിലും ഏതാണെങ്കിലും എന്താണ് ഇത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് ആയ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, വെളിച്ചം ദുഃഖമാണോ നീ തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്നത് വരിയുണ്ട്. ഇത് വളരെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, അനലൈസ് ചെയ്യപ്പെട്ട വരികളാണ്. അതിന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ എന്താണ് വരുന്നത്? ഇത് ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന കവി എന്നൊക്കെ നിലക്കാണ് അവിടെ ചർച്ചകൾ പോയിട്ടുണ്ട്, വിമർശനങ്ങൾ. പക്ഷെ നോക്കൂ, ഇവിടെ നമ്മൾ ഒരാൾ പറയാണ് ഈ കവി ഒരു ഉറക്കപ്രിയനാണ്, അതുകൊണ്ട് മൂപ്പര് ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ബാലിശമാകും അത്. അപ്പൊ ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള, ഇത്രയേറെ ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നൽകിയിട്ടുള്ള ഖുർആനെ വളരെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തനിക്ക് തോന്നിയ പോലെ ഇഗ്നോറൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞാൽ ജബ്ബാറിന്റെ മൊത്തത്തിലുള്ള ഖുർആൻ കാര്യങ്ങൾ എനിക്ക് ആ ഒറ്റ വേർഡ് ഇഗ്നോറൻസ് അറ്റ് ഇറ്റ് സ്പീക്ക്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി മസാല, ഇത് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുക. ഈ വാചകങ്ങൾ വായിക്കുന്നത്, അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇരുട്ടിനെ പ്രണയിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മന്നവേന്ദ്ര തിളങ്ങുന്നു മുഖം ചന്ദ്രനെ പോലെ എന്നിട്ട് ആ ഒരു കവിത വായിച്ചിട്ട് പിന്നെ മൂണിനെ കുറിച്ചാണ് പറയുന്നത്, ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്ന തിളങ്ങുക എന്നാണ് പറയുന്നത്, അതിന്റെ പിന്നെ പ്രതലം എന്ന് പറയുന്നത് കുണ്ടും കൂടിയാണ്. എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഉണ്ടാവും. അതേ കാര്യമാണ് ശരിക്കും പൊതുവെ നാസ്തികർക്ക് സാഹിത്യപരമായിട്ടുള്ള ഉപമകളും മറ്റൊന്നും അത് മനസ്സിലാകാത്തെന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ, പലതും ജബ്ബാറിന് അറിയാം, യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ
എന്ത് ചെയ്യണം, മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നതാണ്. അപ്പൊ ഭൂമി ഉരുണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചില വീഡിയോസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, പണ്ട് കാലത്തെ പണ്ഡിതന്മാർക്കൊക്കെ ഭൂമി പരന്നതാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കണം, പണ്ടിട്ട് ഏറ്റവും മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെ ഭൂമി പരന്നതാണ്. പുതിയ കാലത്ത് ഭൂമി ഉരുണ്ടതാണ് കണ്ടെത്തിയപ്പോൾ അത് പിന്നെ ഉരുട്ടി എന്നാണ് പറയാം. ഒന്നാമത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലല്ല എന്നുള്ളത് ഒരു വിഷയം, അത് പോട്ടെ. ഇനി അദ്ദേഹം കൊണ്ടുവരുന്ന തഫ്സീർ എന്ന് പറഞ്ഞാൽ ജലാലൈൻ തഫ്സീറാണ്. ജലാലൈൻ തഫ്സീറിൽ പരന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിൽ അതിന്റെ വിവരണത്തിൽ തന്നെ ഉരുണ്ട ഒരു വസ്തുവിന്റെ മേൽഭാഗം പരന്നതായിരിക്കും അതെ, അങ്ങനെയാണ് പറയുന്നത്. അത് പോട്ടെ. പക്ഷെ ഇവിടെ ജലാലൈൻ തഫ്സീറിനേക്കാളും മുൻപുള്ളതാണ് ഏത്? ഇമാം റാസിയുടെ തഫ്സീർ. ഇമാം റാസിയുടെ തഫ്സീറിൽ കൃത്യമായി ഭൂമി ഉരുണ്ടതാണ് എന്നും മറ്റു കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം പഴയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനായിട്ടല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം ഇതെന്ത് ചെയ്യാണ് അദ്ദേഹം പറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം വിവരസാങ്കേതിക വിദ്യ വളർന്ന കാലഘട്ടത്തിലും ഇത്തരം ഒരു കള്ളത്തരം ചെയ്തിരുന്ന ഇയാൾ കുറച്ച് മുമ്പായിരുന്നു ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും? ഓക്കെ, അപ്പോൾ നമുക്കൊരു പണിയാണ്. ഈ ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന വാദം അത് ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇവർ പറയുന്നു ഇത് നമ്മൾ പറ്റിക്കുന്നതാണ്, തഫ്സീറിലുള്ളതൊക്കെ കള്ളത്തരാണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം, തഫ്സീറിൽ അങ്ങനെ ഒരാൾ പിൽക്കാലത്ത് വന്ന ഒരാളാണെങ്കിലും അതങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ അബദ്ധമാണ്. ഇനി അതേപോലെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിന് മുന്നേ വേറെ നടത്തിയിട്ടുണ്ട്. ഇനിയൊക്കെ പോട്ടെ, പാകിസ്ഥാനി എന്നുള്ളൊരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇനി ഇയാൾ പറയുന്നത് മണ്ടത്തരാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായൊരു വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നേരെ വണ്ടി പിടിച്ച് പോയി പാകിസ്ഥാനിൽ പോയിട്ട് ആ ഉസ്താദിനെയാണ് തിരുത്തേണ്ടത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഉസ്താദ് പറയണമെന്ന് കേൾക്കാം. കുട്ടികളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. अब है ना दूसरी डायरेक्शन में चला गया कि वो रोटेट करता रहता है, तब दूसरे मुल्कों की तो बारी आनी चाहिए ना गर्मियों के लिए। जमीन रोटेट कर रही है जी, जमीन तो साकिन है बेटा, जमीन तो जमीन रोटेट करती ही नहीं है, जमीन गर्दिश नहीं करती। लेकिन हमें ज्योग्राफी में पढ़ाया जाता है कि अर्थ जो है वो सूरज का चक्कर लगाता है। ये लॉजिक ये गलत है बेटा। साइंस की ये थ्योरी जो है ना ये दुरुस्त नहीं है। असल जो थ्योरी है ना वो कुरान और हदीस वाली है। और आला हजरत जो हमारे ना इमाम अहले सुन्नत आला हजरत ने ये प्रूफ किया है कि जमीन साकिन है, यानी जमीन मूव नहीं करती। साकिन को एक अच्छा सा वर्ड इंग्लिश का होता होगा साकिन का, स्टैटिक। अर्थ स्टैटिक पोजीशन में है तो ये मूव नहीं करती, और साइंस कहती है कि जमीन मूव करती है। आला हजरत हमारे इमाम अहले सुन्नत ने कुरान से साबित किया है कि जमीन मूव नहीं करती। तो हमने बात कौन सी माननी है? इस्लाम की, दीन की। आला हजरत इस्लाम और दीन की बात ही की है। ठीक है बेटा, और कोई क्वेश्चन है जहन में? तो फिर हमारा सुबह के टाइम पे सूरज आ जाता है, फिर चांद आ जाता है, तो फिर ये सर्कल कैसे चलता है? सूरज और चांद तो ये तो मूव कर ही रहे ना। मतलब सूरज तो बेटा देखिए, सूरज अपनी गोल है, आपने देखा होगा ना है। तो सूरज अपने अल्लाह के हुक्म से अपना जो भी इसका साइकिल है उसके साथ वो मूव कर ही रहा है। तो जहां जहां सूरज मूव कर रहा होता है वहां पर उसके टाइमिंग के साथ वो चीजें चल रही होती है ना। तो ये सूरज और चांद की जो गर्दिश है, ये सूरज और चांद का जो आना जाना है। अब सूरज और चांद को यूं समझे कि सूरज गुरूब हो जाता है, जैसे हमारे यहाँ से सूरज गुरूब हो गया तो कहीं तो सूरज शुरू हुआ ना बेटा। जी जी, तो सूरज नजर आया कहीं, तो ये कहीं चांद सूरज ये सब अल्लाह ताला के हुक्म से अपने वक्त के साथ इनका निजाम चल रहा होता है। हमने अभी के एपिसोड में, आज के इस सिटिंग में सिर्फ इस बात को याद कर लेना है, हम इसके भी डिटेल में नहीं जाते। ठीक है, हमारा टॉपिक आज साइंस और अर्थ नहीं है। हम इंशाल्लाह कभी किसी दिन साइंस और अर्थ पर इंशाल्लाह हम अपना प्रोग्राम करेंगे। ठीक है बेटा, लेकिन आज चूंकि एक बात चली थी कि सूरज हमारे कहाँ से हो गया, जमीन से दूर हो गया। ठीक है, और आपने जैसे इन्होंने कहा कि जमीन अर्थ रोटेट कर रही है, तो ये चूंकि अभी हमने शुरू में डिस्कशन हुई तो ये चीजें दुरुस्त नहीं है। जमीन साकिन है, जमीन अपनी जगह पर रुकी हुई है, और यही इस्लाम का नजरिया। किसका नजरिया बेटा? इस्लाम का नजरिया है, और हमने इसी नजरिए को ही याद भी करना है और इसी पर हमने अपना यकीन रखना है। ठीक है बेटा, तो अब दूसरा सवाल है। ഓക്കെ, കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് ജിയോ സെൻട്രിക് മോഡലിനെ കുറിച്ച്, അതുപോലെ തന്നെ അത് സ്റ്റേഷനറിയാണ്, എർത്ത് ഈസ് സ്റ്റേഷനറി, ഇതുപോലെയുള്ള വാദങ്ങൾ, ഇതുപോലെ ഫ്ലാറ്റ് എർത്തിനെ കുറിച്ചൊക്കെ ഇതേപോലെ പറയുന്നുണ്ട്.
ഞാൻ ഓരോന്നും പ്ലേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് തീരൂല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ച് ആ സാധനം ഒന്ന് നിർത്താൻ. ഇനി ഒരു ചെറിയൊരു 1-2 കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നതുണ്ട്. അതുകൂടി കണ്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നേരമായല്ലോ. എനിക്കും അടുത്ത് തുടങ്ങി, വിശന്നിട്ട് വയ്യ. അപ്പോൾ എന്തായാലും ഇവർ കാരണം നമുക്ക് ഇതേപോലെ പല കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് ഫാക്ട് ചെക്കിങ്ങിനുള്ള വഴികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത് എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കാം, ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഭൂമി ഉരുണ്ടതാണ് പക്ഷെ പരന്നതാണെന്ന് ഖുർആനിലുണ്ട്, തഫ്സീർ ജലാലിലുണ്ട്. എത്ര ആളുകൾ ഈ ഒരു 2000 ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ജലാലിൻ തഫ്സീർ ഇട്ട് നോക്കിയിട്ടുണ്ടാവും? എത്ര ആളുകൾ അതിന് മുമ്പുള്ള തഫ്സീറുകളെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്? ഈവൻ മുസ്ലിങ്ങളായ ആളുകൾ ഇത് കേട്ട് പോകുമ്പോൾ ശരി എന്താ തഫ്സീറുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന്. അപ്പൊ അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിജയം. അതായത് ഇതാണ് തട്ടിവിട്ട, എത്രയെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ എന്താ കണ്ടത്? ഇതാണ് മദ്രസ പഠിപ്പിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മദ്രസ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഉസ്താദ് ഇതേപോലെ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഇവിടെ ഈ യൂണിവേഴ്സ് മൊത്തം വെള്ളമാണ്, ഭൂമിയൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ, അതേപോലെ ഇപ്പോൾ സിറാത്ത് പാലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അങ്ങനെ പലതും, ബുറാക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കടാ എന്ന് പറയും. ഇതാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ ഇരുന്ന് പറയുന്നത് ചോദ്യം ചോദിക്കണം എന്നാണ്. നമ്മളും പറയുന്നത് തന്നെയാണ്, ചോദ്യം ചോദിക്കണം. ചോദിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ പുറത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. ജബ്ബാർ മാഷ് പറഞ്ഞ കാര്യം അത് ശരിയാണോ തെറ്റാണോ? ഫ്ലാറ്റ് എർത്ത് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് നിങ്ങൾ പറയണം. ഫ്ലാറ്റ് എർത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ പല സാധനങ്ങൾ പൊളിയും. അതിൽ ആദ്യം പൊളിയുന്ന സാധനമാണ് നിങ്ങൾ ഈ നമസ്കാരത്തിൻ്റെ സമയം, അതുപോലെ നോമ്പിൻ്റെ സമയമൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അത് ആദ്യം പൊളിയും. കാരണം എന്താണ്? ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല ഈ സൂര്യൻ്റെ വെളിച്ചം നിലനിൽക്കുന്നത്. അത് ഭൂമിയുടെ കർവേച്ചറിനനുസരിച്ചിട്ട് പല രീതിയിലാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമിലെ സമയം പ്രകാരം നിങ്ങൾ നോമ്പ് നോക്കാൻ ഇറങ്ങി തിരിച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം നോമ്പ് തന്നെ എടുത്താൽ നമ്മൾ ഉദയം മുതൽ അസ്തമയം വരെ എന്ന് പറയുന്ന ഒരു സമയം നിങ്ങൾ എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സുബൈ ബാങ്ക് കൊടുക്കുന്ന ആ സമയം, അതുപോലെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ആ സമയം, ഇത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ എവിടെയാണ് സുബൈ, എവിടെയാണ് മഗ്‌രിബ്, അതിനുള്ള മാനദണ്ഡം എങ്ങനെയാണ്? അതിനൊരു കണക്ക് ഇസ്ലാമിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കണക്ക് അവർ ബേസ് ചെയ്യുന്നത് സൂര്യൻ്റെ വെളിച്ചത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നോർത്ത് പോളിലേക്കോ അല്ലെങ്കിൽ സൗത്ത് പോളിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ ഈ സൂര്യൻ്റെ വെളിച്ചം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു സുബഹിയും ഒരു മഗ്‌രിബും അവിടെ സ്ഥാപിക്കാൻ കഴിയില്ല. 150% ഉറപ്പ്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ അവിടുത്തെ ടൈമും ക്ലൈമറ്റൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ 4 മാസം, ജൂലൈ എൻഡ് വരെയൊക്കെ അവിടെ രാത്രിയും പകലൊക്കെ മാറി മാറി വരുന്ന സമയം, മീൻസ് ആ ഒരു നീണ്ടു നിൽക്കുന്ന സമയമാണ് അവിടെ വരിക. ലോങ് നൈറ്റ്, അതുപോലെ തന്നെ ലോങ് ഡേ ടൈം, ഇതാണ് അവിടെ വരുന്നത്. സൂര്യൻ അസ്തമിക്കില്ല, സൂര്യൻ ആകാശത്ത് കടന്ന് കറങ്ങും. അസ്തമിച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കില്ല, അവിടെ 24 മണിക്കൂറും ഇരുട്ട്. അപ്പോൾ ഇവർ പറയുന്ന കണക്ക് ബാധകമാകണമെന്നുണ്ടെങ്കിൽ 2 പോസിബിലിറ്റിയാണ്. ഒന്ന്, ഇത് ഭൂമധ്യ രേഖയിൽ മാത്രം സ്ഥാപിക്കപ്പെടണം. അതല്ല എന്നുണ്ടെങ്കിൽ ഭൂമി പരന്നതായിരിക്കണം. ഭൂമി പരന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ കറക്റ്റാണ്. ഈ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ മുഹമ്മദ് നബി ഇസ്ലാമിലൂടെ നമുക്ക് പല കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത് അത് പരന്ന ഭൂമിയിലേക്ക് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് നമ്മളതിനെ കൗണ്ടർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ ഈ സമയം കൂടി എങ്ങനെയാണ് അതിനകത്ത് ശരിയാവുമെന്ന് നിങ്ങൾ പറയുന്നത്. അതാണ് ഞാൻ പണ്ട് പറയാറുള്ളത്. ഈ മുഹമ്മദ് നബി എങ്ങാനും ജീവിച്ചിരുന്നത് നോർവേയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ നോമ്പെടുക്കുന്നതും നിങ്ങൾ പർദ്ദ ധരിക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇന്നിപ്പോൾ അറേബ്യൻ രാജ്യത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ പർദ്ദയും സാധനമൊക്കെ ഇട്ട് നടക്കുന്നത്. നോർവേയിലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊരി വെയിലത്തും രോമക്കുപ്പായിട്ട് നടക്കേണ്ട ഗതികേടായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം മുഹമ്മദ് നബി പെണ്ണുങ്ങളോട് അതാണ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളും അത് ഇടണം എന്ന് വരും. മുഹമ്മദ് നബി ഇട്ടുകൊണ്ട് നടന്നിരുന്നത് ഈ രോമക്കുപ്പായാണ്, അതുകൊണ്ട് നമ്മൾ അത് ഇടേണ്ടി വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് സംബന്ധിച്ചിട്ടൊരു തർക്കം അത് ഇസ്ലാമിക ലോകത്ത് തന്നെ നിലനിൽക്കുന്ന സാധനമാണെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ പല ഖുർആൻ വ്യാഖ്യാതാക്കൾ പല രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലുള്ള പല വാദങ്ങളുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഒരു ഉസ്താദ് അസീമുൽ ഹക്കീം, നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. Siddiqa says some quote that the Sheikh bin Baz said that the earth is flat, and whoever says otherwise he's an atheist. This is not entirely true. This was said in the beginning, and the Sheikh says, I haven't seen it. I only judge by what I read in the Quran. And to him, all what Allah mentions in the Quran is that whatever you see it flat in front of you. Not that it is not round. So anyone who says otherwise is an atheist, no, I don't think the Sheikh said anything
similar to that. Nevertheless, he's not infallible. He's a great Imam of the Islam and the Muslims, one of the greatest contemporary scholars of our times. And he's not infallible. Everybody makes mistakes. Even the companions, may Allah be pleased with them, used to make mistakes. Only the Prophet ﷺ who does not make mistakes. So if you can count the mistakes of the individual, this is a plus sign. Because if you can say, oh, Sheikh Fulan, he has 1, 2, 3 mistakes that I've counted throughout the years of his teaching. Wow, that's a track record. He should get a medal, not Olympic, but a medal for that. But if a person has like a gazillion mistakes, and every single time he speaks and opens his mouth, you can count 6 or 7 mistakes, this is a different issue, and Allah knows best. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു, ഇതാണ് ലോകത്ത് നിൽക്കുന്ന ഈ വിഷയം സംബന്ധിച്ചുള്ള തർക്കം. അപ്പോൾ ഇവിടെ ബാസിലും ടീമും പറഞ്ഞു വെക്കുന്ന എന്താണ്, ഇത് ഏതാനും യുക്തിവാദികൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണ്, ഇത് നമ്മൾ എന്തോ കുത്തിപ്പൊക്കുന്നതാണെന്നുള്ള രീതിയിലാണ്. അല്ല, ഇസ്ലാമിൽ നിസ്കാരത്തിൽ കൈ പള്ളയെ കെട്ടണം, നെഞ്ചത്ത് കെട്ടണമെന്ന് പോലും തീരുമാനമായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിൽ ഈ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും അതിൽ ഇതുപോലെ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അത് നമ്മൾ ചർച്ചയാക്കും. അതിൽ ഭൂമി പരന്നതാണ് ഈ ഖുറാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയ ആളുകളുണ്ട്, ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇപ്പോൾ പറയണമെന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം. ഇതെല്ലാം ഇതിനകത്ത് തന്നെ നടക്കുന്നു. അപ്പോൾ എന്താ കാരണം ഭൂമി പരന്നതാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇത് വായിക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ആളുകൾ, അത് മനസ്സിലാക്കിയ ആളുകൾ ഈ പരന്നതാണ് എന്നുള്ള സൂചന കിട്ടുമ്പോൾ അത് അതിന് വേറെ അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് അതിന് വെളുപ്പിക്കേണ്ടി വരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഭൂമി പരന്നതായാൽ മാത്രമാണ് ഇസ്ലാമിലെ പല നിയമങ്ങളും അവിടെ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ആ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഭൂമി പരന്ന് തന്നെ ഇരിക്കണം എന്നുള്ളൊരു സംഗതി അപ്പുറത്ത് വേറെയുണ്ട്. അതായത് ഡിറക്റ്റ് എവിഡൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് കൊറോബറേറ്ററി ആയിട്ടുള്ള എവിഡൻസും വരുമ്പോഴാണ് ഇത് ഭൂമി പരന്നതാണെന്ന് നമുക്ക് സ്ഥാപിക്കാം. നമ്മളൊരു കുറ്റാന്വേഷണ രീതിയിൽ നിങ്ങൾ കാണാം, അത് ഡിറക്റ്റ് എവിഡൻസ് മാത്രം പോരാ, അതിന് ഇൻഡിറക്റ്റ്ലി ഇതിലേക്ക് സൂചന, ഇത് എർത്ത് ഫ്ലാറ്റാണ് എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അങ്ങനെയാണ് നമ്മളിത് സ്ഥാപിക്കപ്പെടുന്നത്. അതല്ലാതെ ഇവർ വിചാരിക്കുന്ന മാതിരി ഈ മദ്രസ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് അസൽ തലച്ചോറ് തന്നെ വേണം എന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങൾ സയൻസിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഹിസ്റ്ററിന്റെ ഒരു ബേസിക് എല്ലാവരും ഈ രവിചന്ദ്രൻ അടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അതൊന്നും ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അല്ല കടന്നു പോയിട്ടുള്ളത്, അറബിക് ഗോൾഡൻ ഏജ് ആണ്. നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയണമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ഏജ് അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അറബിക് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഏജ് ആണ്. അത് ഇല്ലയെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള സംസാരങ്ങൾ, ചർച്ചകൾ എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ സംഭവിക്കുന്നത്? അറബി സംസാരിക്കുന്നവരായിട്ടുള്ള കുറേ ആളുകളെ ഇവർ എണ്ണിയെടുക്കുന്നു, എന്നിട്ട് ഇവർ മുഴുവൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു വെക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് ആളുകളെ പറഞ്ഞു വെക്കാറുണ്ട്, അൽ ഫിർനാസ്, അങ്ങനെ പല പല പേരുകൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരാളെ നമുക്ക് കാണാം. അപ്പോഴേക്കും ഇതൊന്ന് പ്ലേ ചെയ്യട്ടെ, അപ്പോഴേക്കും ഞാൻ ആ സാധനം എടുക്കാം. ഓക്കെ, ജബ്ബാർ പരിഗണിക്കാതെ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതുപോലെ അത് വിടുക, എന്നിട്ട് അതുകൊണ്ട് പരമാവധി തെറ്റിദ്ധരിക്കുന്ന ഒരു തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ നമ്മൾ ബ്രണ്ടോണിലീസ് ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസിമെട്രിക് പ്രിൻസിപ്പിൾ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു റൂമിൽ ഒരു കുട്ടിക്ക് പരമാവധി മലവും മൂത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ പരമാവധി പ്രശ്നം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. പക്ഷേ അത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു 1 മണിക്കൂർ എടുക്കുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു വിമർശനം തട്ടിവിടാൻ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ശാസ്ത്രത്തെ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയാൻ എത്ര സമയം വേണം? ഒരു സമയം 5 സെക്കൻഡ് മതി, അല്ലെങ്കിൽ 10 സെക്കൻഡ് മതി. പക്ഷേ അല്ല, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, 1001 ഇൻവെൻഷൻസ് എന്ന പേരിൽ സയൻസ് എക്സിബിഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കണം എത്ര സമയം വേണം? അതാണ് ഇപ്പോൾ UN ഇയർ ഓഫ് ലൈറ്റ്, അത് ഇബ്നു ഹൈതമിന്റെ സ്മരണാർത്ഥാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല പിന്നെ പ്ലാനറ്റ്സിനടക്കം, പിന്നെ ഫിർനാസ് ആണെന്നാണ് എന്റെ ഓർമ്മ, പേരുകൾ പോലും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ഇതുണ്ട്. ഇതൊക്കെ വിശദീകരിക്കാൻ എത്ര സമയം വേണം? ഇവൻ ആ ചരിത്രം പറഞ്ഞാൽ ഒരു 1 മണിക്കൂർ എടുക്കും. പക്ഷേ മുസ്ലിങ്ങൾക്ക് ശാസ്ത്രം കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാൻ 10 സെക്കൻഡ് വേണ്ടുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഞാൻ പൊതുവിൽ ഇങ്ങനെ പറയുന്ന ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ എനിക്ക് വളരെ ഒരു ബ്ലാങ്ക് ആയി സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. ഉദാഹരണം, ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവർ ഈ പറയുന്ന ബ്രാൻഡോളിനീസ് ലോ തന്നെയാണ് നമ്മളുടെ പ്രശ്നം. ഇതിപ്പോൾ 3 പേര് കൂടി ഇരുന്നിട്ടാണ് ഈ അപ്പിടുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ തിരുത്താൻ എന്തോരം സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇബ്നു സീന എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളെക്കുറിച്ച് എന്താണ് ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്ന സംഗതി എന്ന് നമുക്ക് നോക്കാം. ഒരു ഫത്വ വെബ്സൈറ്റിൽ ഒരാൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിക ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൈറ്റിനകത്തേക്ക് ഒരാൾ എഴുതി ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് നിങ്ങളിവിടെ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Claims about Ibn Sina being an atheist or kafir. ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്: I heard Sheikh
Al-Huwaini say in one of his tapes that Ibn Sina, അതായത് അവിസീന, was an atheist or kafir. Was he really? ഇതാണ് ചോദ്യം. ഇത് ഇസ്ലാം വെബ് എന്ന് പറയുന്ന ഈ ഫത്വ അതുപോലെ ഇസ്ലാമിക സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഒരു സൈറ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്രൈസ് ബി ടു അല്ലാഹ്. അത് പിന്നെ ഇല്ലാത്ത പണിയൊന്നുമില്ലല്ലോ. Ibn Sina was accused of being a kafir and an atheist because of his statements about the antiquity of the world, his rejection of the hereafter, and other atheist theories, in addition to his inner legendary ideology. Other scholars stated that Ibn Sina was an atheist before Sheikh al-Huwaini did. Among them is al-Ghazali, Ibn Taymiyyah, Ibn al-Qayyim, and al-Dhahabi. ഇത്രയും ആളുകളെല്ലാവരും കൂടി വന്നിട്ട് ഈ ഇബ്നു സീനയെ വാസ് എൻ ഏത്തീസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അവർ പറയുന്നൊരു 4-5 പേരുണ്ടാവും. അതിനകത്ത് ഒരാൾ മിക്കവാറും ഇവർ ഏറ്റവും ആദ്യം കോട്ട് ചെയ്യുന്ന പേരാണ് ഇബ്നു സീന. അതെടുക്കുക. എന്നിട്ട് ആ ഇബ്നു സീനയെ കുറിച്ചിട്ട് ഇസ്ലാമിക ലോകത്തുള്ള കാഴ്ചപ്പാട്, ഇബ്നു സീന വാസ് എൻ ഏത്തീസ്റ്റ്. ഇയാൾ ഏത്തീസ്റ്റ് മാത്രമല്ല, കിങ് ഓഫ് കാഫിർസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ലീഡർ ഓഫ് കാഫിർസ്. ആ രീതിയിലാണ് ഇയാൾ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സാധനം പൊളിഞ്ഞോ, ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇതേപോലെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം. ഇതേപോലെ ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ അയാളുടെ പേര് അൽ-റാസി. അൽ-റാസിയെ കുറിച്ചിട്ട് എന്താണ് ഇസ്ലാമിക ലോകത്ത് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ പണ്ട് ഇവിടെ ചെയ്തതുണ്ട്. അത് നമുക്ക് വേണമെന്ന് വായിക്കാം, അല്ല ഒരു പ്ലേ ചെയ്യാം. അൽ-റാസി ഇസ്ലാംസ് ഫേവറേറ്റ് ഹെറിറ്റിക്, എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക, അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നമ്മൾ കണ്ടിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഇവരിങ്ങനെ കാർഡടച്ചിട്ട് എല്ലാം ഇസ്ലാമിൻ്റെ ആണെന്ന് പറയുന്ന ഒരു രീതിയല്ലേ, അത് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി. എവിടെ ഏതായാലും ഈ സംവിധാനം എനിക്കിഷ്ടപ്പെട്ടു. പൈസ മുടക്കിയാലും മുതലാണ്. ഓക്കെ, sorry. The man who openly questioned the foundations. Many centuries ago, in the heart of one of Islam's great empires, there lived a man who openly questioned the foundations of the Islamic faith. He outraged religious thinkers of his time. He mocked sacred scriptures, rejected religious authority, even denied the prophethood of Muhammad himself. If he were alive today, he would be condemned as a heretic, maybe even as an apostate. He would risk professional ruin, social dishonor and exile, even mob violence. In some countries, his views would land him a sentence of death. And yet, in his time, this man lived a long and happy life, greatly respected. What's more, today he is celebrated all over the Muslim world. His heresy is forgotten. This is the secret history of Abu Bakr al-Razi, the physician. Al-Razi was born in the 9th century in the city of Rai, located in what is now Iran. A curious and analytical thinker. അതായത് ഈ അൽ-റാസി എന്ന് പറയുന്നത് ഈ ബാസിലാൻ ടീം ഇവർ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക ഒരു ശാസ്ത്രജ്ഞൻ ആണ്. ഈ ശാസ്ത്രജ്ഞൻ അദ്ദേഹം വലിയ മനുഷ്യനാണ്, അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നത്. പക്ഷേ ഇത് ഇയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അതാണ് ഇതിലെ തമാശ. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്തത് അത് നമ്മൾ അറിയണ്ടേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ ഇബ്നു സീനയെ കുറിച്ച് പറയുന്നു, മുസ്ലിമാണെന്ന് പറയും. മൂപ്പരെ ഈ ഗസാലിയെ പോലെയുള്ള ഇമാമുമാർ മൂപ്പർക്കെതിരെ മാത്രം പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ വിളിച്ചിരുന്നത് ഏത്തിസ്റ്റ് എന്നാണ്. അത് നമ്മൾ കണ്ടു. അതേപോലെയാണ് വേറെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ വെച്ചെന്നുള്ളൂ. ജസ്റ്റ് ഒരു ലേശം വാച്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് നിർത്താം. Al-Razi's exceptional medical talents quickly won him respect and renown. He was the first to distinguish between smallpox and measles, and the first to write a medical manual for the home. A practitioner and a teacher, his lectures attracted scores of eager learners. And he wrote mountains of books, over 200, including the 23-volume comprehensive book of medicine, which was studied around the world for centuries, and what was perhaps the very first book on pediatrics. A superb and innovative clinician, Razi reasoned into practices that would become standard today, like keeping detailed documentation of characteristics and treatment of hospital patients, a form of today's case records, and using a control group in an experiment. Razi also had an intuitive understanding of the role of hygiene and the environment in health. It is said that when it came time to build a new hospital in Baghdad, Razi was asked to choose the location. He had fresh meat hung throughout the city.
A few days later, Razi returned to check each location and decided that the hospital should be placed where the meat had putrefied the least. Confident in his skills, Razi wasn't afraid to provoke. He authored a critique of Greek masters such as Galen at a time where orthodoxy was the rule and such authorities were to be studied with submissive reverence, not challenged. But Razi was not a believer in the untouchability of authorities. He was instead a believer in human reason. Thus, to Razi, even giants like Galen could, and in fact, should, be questioned. It grieves me to oppose and criticize the man Galen from whose sea of knowledge I have drawn much, said Razi. Indeed, he is the master and I am the disciple. Although this reverence and appreciation will and should not prevent me from doubting, as I did, what's erroneous in his theories. And if he were alive, he would have congratulated me on what I'm doing. I say this because Galen's aim was to seek and find the truth and bring light out of darkness. So it's no surprise Razi found himself frustrated with those who blindly accepted dogma in other realms, especially faith. Fortunately for Razi, in the 9th century, Islam as we know it today was still being actively formed. Only 2 centuries after the death of the Prophet, it was a time when the Hadith, the source of much of Islamic doctrine, were still being gathered and recorded. The Islamic world was humming with change. Philosophers clashed with theologians while factions argued over the particulars of religious edicts, which would later become unquestionable orthodoxy. Still, there were limitations to these debates. The fundamentals of the faith were not to be questioned, which irked Razi. The followers of revealed religions reject rational speculation and inquiry about the fundamental doctrines of religion. They restrict and forbid it, said he. If these people are asked about the proof of the soundness of their religion, they flare up, get angry and spill the blood of whoever confronts them with this question, said Razi. Razi may have been protected from the worst of this violence by his great accomplishments and stature, as certainly he himself held views on Islam that were deeply heretical. For one, he denied the divine nature of the Quran, which he called a work which recounts ancient myths and which at the same time is full of contradictions and does not contain any useful information or explanation. If that wasn't heretical enough, Razi went so far as to reject the bedrock doctrine of Islam, the Shahada, a declaration of faith required in Islam, which states that there is no God but Allah and Muhammad is his messenger. To Razi, God may exist, but Muhammad was not God's prophet. In fact, he considered all prophets nothing but cheap tricksters and frauds, like street performers or magicians. Razi believed in his own version of God, one who could be found through reason rather than revelation. To theologians, these beliefs were heinous and horrific, prompting furious rebuttals. Curiously, these rebuttals are the only remaining sources we have of his most sacrilegious views. While many of Razi's medical writings are accessible to us, his most directly heretical writings have launched. Over the centuries, the loss of this work allowed the religion to claim the physician themselves. His heresies buried under the sands of time. Razi is today considered among the greatest thinkers in Islam. In modern-day Iran, where freethinkers can be sentenced to death for insulting Prophet, Razi's birthday is even honored as a professional holiday. If he were alive today, Razi, who fiercely valued his ability to think freely, who despised deference to authorities in matters of reason and faith, would have been persecuted by the very same people who revere his life and many achievements. Almost certainly, his insults to the Prophet and the Quran would mean the end of his life and all his brilliance and potential with it. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു എന്താണ് ആ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരെടുത്തുകൊണ്ട് വരുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കുക. ഇവിടെ ആരും പറയുന്നുണ്ട്, നിസാം പറയുന്നുണ്ടായിരുന്നു അവിസിന്ന വാസ് നോട്ട് എൻ എത്തീസ്റ്റ്. അവിസിന്ന വാസ് കൺസിഡർഡ് ആസ് എൻ എത്തീസ്റ്റ്. ഗസാലി ഇമാമ ഏറ്റവും കൂടുതൽ ഇറങ്ങിത്തിരിച്ച് പുസ്തകം എഴുതിയതും വിമർശിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്നതും ഇബ്നു സീനയെ പോലുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരു ഇസ്ലാമിക ലോകത്ത് തന്നെ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ജസീം ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്കൊരു ഒന്നിവിടെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. എർത്ത് പരന്നതാണോ
ഊരേണ്ടതാണോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു കമൻട്രി. 88:20 അതാണ് ആ വേഴ്സിൻ്റെ തഫ്സീർ ജലാലൈനിൽ ഉള്ളതാണ്. ആൻഡ് ദ എർത്ത് ഹൗ ഇറ്റ് ഈസ് ലെയ്ഡ് ഔട്ട് ഫ്ലാറ്റ് ആൻഡ് ദസ് ഇൻഫർ ഫ്രം this the power of God, exalted be he and his oneness. The commencing with the mention of camels is because they are closer in contact with it than any other animal. As for his words, sutihath, laid out flat, this on a literal reading suggests that the earth is flat, which is the opinion of most of the scholars of the revealed law, and not a sphere as astronomers have it, even if this does not contradict any of the pillars of the law. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് പല ആളുകൾ, പല ആസ്ട്രോണമേഴ്സ് ഇത് ഉരുണ്ടതാണെന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭൂമി പരന്നതാണ് എന്നത് തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ജലാലൈനിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ്. ഓൺ എ ലിറ്ററൽ റീഡിംഗ് സജസ്റ്റ് ദാറ്റ് ദ എർത്ത് ഇസ് ഫ്ലാറ്റ് വിച്ച് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് മോസ്റ്റ് ഓഫ് ദി സ്കോളേഴ്സ്. പ്രധാനപ്പെട്ട എല്ലാ വ്യാഖ്യാതാക്കളും അതുപോലെ തന്നെ പണ്ഡിത അവരുടെ എല്ലാം അഭിപ്രായം ഇത് പരന്നതാണ് എന്ന് തന്നെയാണ്. അത് ആസ്ട്രോണമേഴ്സ് പറയുന്നത് പോലെ അത് ഉരുണ്ടതാണ് എന്നുള്ളതല്ല. അപ്പോൾ ഖുർആൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അതിൽ സംശയമൊന്നും ഇനി ആരും കൊണ്ട് നടക്കേണ്ടതില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ബാസിലിനെ പോലെയുള്ള ആളുകൾക്ക് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇതാണ് ഇസ്ലാമിലുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ട്രൗസർ കീറും. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതുപോലെയുള്ള ചില വാദങ്ങളൊക്കെ വെച്ച് നമ്മൾ നുണ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തടി തപ്പേണ്ടി വരുന്നത്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിനൊന്ന് ഒരു ചെറിയൊരു കൺസെഷൻ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഗാന്ധിജി ഒരു ബ്രിട്ടീഷ് താരനാണ്. ഇത് പറയാൻ എനിക്ക് പറഞ്ഞ 5 സെക്കൻഡ് വേണം. വേണമെങ്കിൽ എനിക്ക് അതിന് സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയും. ഇപ്പോൾ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പോയപ്പോൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഗാന്ധിജി നിർത്തലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പലതും നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കിയത് ബ്രിട്ടീഷ് താരനായതുകൊണ്ടാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി പ്രവർത്തിച്ചത്. ഇതെനിക്ക് പറയാൻ ഭയങ്കര ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഭയങ്കര സിമ്പിളാണ്. വേണമെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും ചെറിയ ഇങ്ങനെ പറയും ചെയ്യാം. പക്ഷേ ഒരാൾ ഗാന്ധിജി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല. ഗാന്ധിജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന ചരിത്രമുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ റോൾ ഇന്നതാണ്, അത് ഇത്രത്തോളം പ്രസക്തമാണ്. ഇതൊക്കെ വിശദീകരിക്കാത്ത സമയമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം നടത്തുമ്പോൾ നാസ്തികരുടെ മൊത്തത്തിലുള്ള ഒരു പക്ഷേ അവർക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നതിന്റെ ഒരു മാനദണ്ഡം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലാങ്ക് ആയി സ്റ്റേറ്റ്മെന്റ്സ് നടത്തപ്പോൾ റസൂലിന്റെ ചരിത്രത്തിൽ ഖുർആൻ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തത്. ആക്ച്വലി ഇത് പ്രവാചക ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പഞ്ചപാണ്ഡവർ 4 കട്ടിൽകാൽ പോലെ 3 പേർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഇങ്ങനെ 2 പേരുടെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പരസ്പരം യാതൊന്നും യോജിക്കുന്നില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ദത്തുപുത്രന്റെ ഭാര്യ വിവാഹം ചെയ്തു എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ അപ്പോ ഈ ജബ്ബാർ അവിടെ കുട്ടി എന്ന് ചോദിക്കും. എന്തിനാണ് ഈ കുട്ടി എന്ന് ചേർക്കുന്നത്? യഥാർത്ഥത്തില് ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിയെ ദത്തെടുത്തു, ഏത് അനാഥാലയത്തിന് ദത്തെടുത്തു, എന്നിട്ട് അവനെ വളർത്തിയെടുത്തു. 40 വയസ്സുള്ള ഒരാൾ 5 വയസ്സുള്ള കുട്ടിയെ, 40 ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ള ഒരാൾ ഒരു കുട്ടിയെ എടുത്തു, എന്നിട്ട് അവനിങ്ങനെ വളർത്തിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവന് വിവാഹപ്രായപ്പോ വിവാഹം അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരാളെ കിട്ടി. അങ്ങനെ ആളെ കിട്ടിയിട്ട് കിട്ടിയപ്പോ ഈ ആൾക്ക് ഈ മരുമകളോട് ഒരു താല്പര്യം തോന്നുന്നു. അപ്പൊ പറയാണ് എന്ത്, വിവാഹമോചനം ചെയ്തിട്ട് വിവാഹം. ഈ ഒരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പച്ചക്കളവാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ആള് എത്ര നികൃഷ്ടമായ രീതിയിലാണ് പ്രവാചക ചരിത്രം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ പാളിച്ചാദ്യം പറയാം. ഒന്നാമതായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹാലോചന അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കുടുംബക്കാർ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഉയർന്ന ഇതിൽപ്പെട്ടതാണ്. ആര്? സൈനബ് റളിയല്ലാഹു അൻഹ ഉയർന്ന തറവാടാണ് എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സെയ്ദ് എന്ന് പറയുന്നത് ഒരു മുൻ അടിമയായതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം. ഇസ്ലാം മഹത്തരമായ ദത്തുപുത്ര സംവിധാനം എടുത്ത് ഒഴിവാക്കി എന്നിങ്ങനെ എപ്പോഴും ഒരു കരയാറുണ്ട്. എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളും ഇസ്രായേലിലെ ജൂതന്മാരുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ. ഇപ്പോഴത്തെ നാസ്തികതയാണ്. അപ്പൊ അവിടെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം അത് ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു നുണയാണ്. അതായത് മുഹമ്മദ് നബി വന്ന കാലഘട്ടവും അതിനുശേഷമുള്ളത് മുന്തിയതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒറ്റ വഴിയുള്ളൂ. അതിന് മുന്നേ ഉള്ളതെല്ലാം വളരെ മോശമാണെന്ന് പറയണം. അതിന് ഏറ്റവും വലിയ ഒരു അപവാദം, ഒരു വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചു വന്നിട്ടുള്ള നമ്മളുടെ ഖദീജയെ കല്യാണം കഴിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഖദീജയെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്? ഖദീജ ഒരു വലിയ സമ്പന്നയായ ഒരു വനിത, ഒരു കച്ചവടം ഒക്കെ നടത്തിയിരുന്ന ഒരു വനിത, വലിയ സമ്പത്തിനൊക്കെ ഉടമയായിട്ടുള്ള ഒരാൾ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ കഴിയുന്ന ഒരാൾ, ജാഹിലിയത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി മുഹമ്മദ് നബി വന്നതിന് ശേഷം ജാഹിലിയ കാലഘട്ടമൊക്കെ നശിപ്പിച്ച് അവിടെ പണ്ടാരടക്കിയതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയതാണല്ലോ ഏറ്റവും വലിയ മുന്തിയ സാധനം എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് എന്തായിരുന്നു സ്ത്രീയുടെ അവസ്ഥ? ആയിഷ പറയുന്ന ഒരു ഹദീസുണ്ട്, അതായത് വിശ്വാസിയായ സ്ത്രീയെ പോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ
ആയിഷ പറയുന്ന ആ ജാഹിലിയത്തിന് ശേഷമുള്ള മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീയുടെ അവസ്ഥയും ജാഹിലിയത്ത് എന്ന് ഇവർ പറയുന്ന ആ മോശം കാലാവസ്ഥയിലുണ്ടായിരുന്ന ഖദീജയുടെ അവസ്ഥയും നിങ്ങൾ മാത്രം ഒന്ന് എടുത്ത് കമ്പയർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആ വ്യത്യാസം. ഇതൊരു കെട്ട് ചമച്ചൊരു സാധനമാണ് ഈ ജാഹിലിയത്ത് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം. അതായത് ഖദീജ എങ്ങനെയാണ് മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നത്? അതായത് തൻ്റെ കച്ചവടത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരനായിട്ട് മുഹമ്മദിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ നുബുവത്തൊക്കെ കിട്ടുന്നതിന് നബി ആവുന്നതിനൊക്കെ മുന്നേ ആണെന്ന് ആലോചിക്കുക. ഒരു പയ്യൻ, അറബി പയ്യനായിട്ട് നടക്കുന്ന സമയത്ത്, അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കച്ചവടത്തിൻ്റെ മേൽനോട്ടക്കാരനൊക്കെ ആയിട്ട് വരുന്നു. എഴുത്തും വായനയൊന്നും അറിയില്ല, പക്ഷേ അത്യാവശ്യം കണക്കൊക്കെ നോക്കാൻ അറിയുന്നതാണ് കേട്ടോ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിരക്ഷരനായിരുന്നു എന്നാണ് പറയുന്നത്. പോട്ടെ, എന്തായാലും അതിനൊക്കെ ശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് ഖദീജയാണ് അങ്ങോട്ട് ചെന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീ സ്വന്തം ഇച്ഛ പ്രകാരം ഒരു പുരുഷനെ അങ്ങോട്ട് ചെല്ലുന്നു, പ്രപ്പോസ് ചെയ്യുന്നു, സ്വന്തം കല്യാണം ആലോചിക്കുന്നു, അങ്ങനെ മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നു. ഇതിന് ശേഷം മുഹമ്മദ് നബി പിന്നീട് ഈ ജാഹിലിയത്തിന് ശേഷം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? അതായത് ഒരു സ്ത്രീ തൻ്റെ കല്യാണം സ്വന്തം ആലോചിക്കുക തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾ ഒരു വ്യഭിചാരിണിയാണെന്നാണ് ഇസ്ലാമിൻ്റെ നിലവിലെ നിയമം. അതിന് ഒരു ആൺ അവിടെ വേണം. ഒരു വലിയ എന്ന ഒരു സ്ഥാനത്ത് അവിടെ ഒരു പുരുഷൻ തന്നെ അവിടെ വരണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ആ രീതിയിൽ കല്യാണം ആലോചിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു വ്യഭിചാരിണിയായിട്ടല്ലേ അവിടെ അവതരിക്കേണ്ടി വരുന്നത്? ആരാണ് അവിടെ അതിനുള്ള വഴി വെച്ചത്? നമ്മളാണോ? അല്ലല്ലോ. ഇസ്ലാമിലെ തന്നെ നിയമമാണ്. മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുള്ള ഹദീസാണ്, സ്വന്തം കല്യാണം ആലോചിക്കുന്ന സ്ത്രീകൾ വ്യഭിചാരിണിയാണ് എന്ന് പറയുന്നത്. തിരിച്ച് സ്വന്തം മൂട്ടിൽ തന്നെ കൊള്ളുന്ന ഒരു വെടിയായിട്ടല്ലേ മാറുന്നത്? ആരാണ് ഇതിന് വഴിവെക്കുന്നത്? അപ്പോൾ നിങ്ങൾ വിശ്വാസികൾ ഇതൊക്കെ ചോദിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്ന ഈ ഒരു കാഴ്ചപ്പാട് ദത്തുപുത്ര സംവിധാനത്തിൽ അവർ സ്വന്തം പുത്രന്മാരെ പോലെ അല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലാക്കാലോ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ചേർച്ച ഇല്ല എന്ന ഒരു പ്രശ്നം അവിടെ വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ഓക്കെ ആയിരുന്നു അവർക്ക്. കാരണം മുഹമ്മദ് നബിയെ ആ നിലക്ക് ഒരു തറവാടുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷേ മകൻ എന്ന് ഈ പറയുന്ന ദത്തുപുത്രനായിട്ടുള്ള ആളെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ രൂപത്തിൽ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ അവിടെ ഉണ്ടായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എത്ര നികഷ്ടമായിക്കൊണ്ടാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ആവശ്യം ഈ സൈനബ ഇങ്ങനെ എവിടെയെങ്കിലും എന്റെ കയ്യിൽ എവിടെയെങ്കിലും കെട്ടി നിർത്തപ്പെടേണ്ടതാണ്, അതിനുവേണ്ടി സൈദിനെ വിവാഹം ചെയ്തു കൊടുത്തു. എന്താ പത്താണ് ഈ പറയുന്നത്? ഒരാൾക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ ഇവിടെ തന്റെ ഒരു കസ്റ്റഡിയിൽ കിട്ടണമെങ്കിൽ സ്വന്തം വിവാഹം ചെയ്താൽ പോരെ? അതിനവർ ഇത് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ഒരു നല്ലൊരു വീഡിയോ അത് നമുക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലവ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നബി അസ്ലി അവർ നടത്തിയിട്ടുള്ളൊരു നല്ലൊരു സാധനമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, അതായിരിക്കും നല്ലത്. ലവ് ട്രയാങ്കിൾ ഇത് പ്ലേ ചെയ്തതിൻ്റെ പേരിൽ ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പോയി ഓക്കെ, ഇതേ വരുന്നു. കണ്ടിട്ട് പഠിച്ചിട്ട് പോയാൽ മതിയെന്നേ. എന്താണ് ആ ലവ് ട്രയാങ്കിൾ നമുക്ക് അറിയണമല്ലോ. ഇത് സൈനബിനെ അങ്ങനെ ചുമ്മാ അങ്ങോട്ട് കയറി കല്യാണം കഴിച്ചാലല്ലോ. ഇതൊക്കെ പദ്ധതികൾ പ്ലാൻ ഇട്ടിട്ട് തന്നെ നടത്തിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. ഇത് നബി അസ്ലി എന്ന് പറയുന്ന ഒരു ചാനലാണ്, നബി അസ്ലി. അപ്പോൾ നിങ്ങൾക്ക് നബി അസ്ലി ട്രയാങ്കിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പോൾ അവിടെ ചെല്ലുക, ഇത് നിങ്ങൾ കാണുക. ഞാൻ അതിൻ്റെ തുടക്കത്തെ ഒരു 5 മിനിറ്റ്സ് മാത്രം ഒന്ന് പ്ലേ ചെയ്യാം. Prophet Muhammad had an adopted son named Zaid bin Muhammad. He would like to marry off Zaid. Zaid, I would like to marry you with Zainab. I think she would be a great wife for you. Yes, Rasulullah. Let's go to her place. Zainab, I want you to marry Zaid. What? He used to be your slave. I thought you want to propose me. No way. I don't want to marry him. He was a slave and I have a higher social status than him. You have to marry Zaid. Oh, Rasulullah, do you really want to tell me what to do? If I already decide something for you, then you need to obey. Quran, Surah Al-Ahzab, verse 36 says, "It is not for a believing man or a believing woman
when Allah and His Messenger have decided a matter, that they should have any choice about their affair. And whoever disobeys Allah and His Messenger has certainly strayed into clear error. Okay, I will marry Zaid. Simple. Then, Prophet Muhammad held a wedding ceremony for Zaid and Zainab. One day, Prophet Muhammad tried to find Zaid in his house. Zaid, are you there? മണിച്ചിത്രത്താഴ്. But Zaid was not at home. 18 ആണ്. Adults only. As the wind blew the curtain aside, Prophet Muhammad saw Zainab naked in her chamber. MashaAllah. ആഹാ. Oh, Rasulullah. ആ ഹൃദയം പറക്കുന്നത് കണ്ടോ? ഹൃദയം കൊണ്ട് ചിന്തിക്കുക. Zainab quickly put on her clothes, then she went out to meet Prophet Muhammad. Come in, O Prophet of God, for you are as my father and my mother to me. Bless him who changed one's heart. History of Tabari, Volume 8, explained that Prophet Muhammad saw his daughter-in-law naked. Zainab was in her chamber, undressed, and admiration for her entered the heart of the Prophet. After seeing his daughter-in-law naked, the Prophet felt in love with her. This is according to the Tafsir of Quran, Surah Al-Ahzab, verse 36. Then on one occasion the Prophet caught sight of her and felt love for her. When Zaid came home, Zainab told him about Prophet Muhammad's visit. Your dad came here when you were out. He met me instead. Oh, and then, what happened? Nothing happened. After finding out you were not here, he left. Is that it? Oh, before he left, he said, bless him who changed one's heart. What does it mean? I don't know. Having lived with Prophet Muhammad since childhood, Zaid certainly knew very well his father's character and personality. കുറെ കാലം നമ്മൾ കാണും. It was difficult for the Prophet to hide his feeling toward his daughter-in-law. When Zaid found out about what was going on, he disliked how his adopted father felt about his wife. Look at them. I can tell there's something going on between them. It's obvious, isn't it? How outrageous. Things got worse for Zaid when Allah punished him whenever he wanted to approach his wife. Ouch, it hurts. My private part is swollen so bad, it hurts. Whenever I tried to approach my wife, my private part was swollen. I couldn't function as a husband and I was in pain. Bro, I think maybe Allah did that to you. He tried to preserve Zainab for your father. Tafsir al-Qurtubi, Al-Jamili Akam, Volume 7, page 139. Quran, Surah Al-Ahzab, verse 37. Allah did the following to my husband, Zaid bin Muhammad. Zaid's penis started to swell so he can't make love with me. Zaid decided to meet his adopted father, Muhammad. Rasulullah, perhaps Zainab has excited your admiration, so I will leave her. What is wrong? Has anything on her part disquieted you? No, by God, nothing she has done has disquieted me. Keep your wife to yourself. Don't separate from her.
and fear Allah. But actually, Muhammad hid his desire towards Zainab. Oh, I can't forget how she looked in her room that day. Dasare. I'm afraid people will start to notice this. Oh, wait. Allah sent a message to me. Tappena. Quran, Surah Al-Ahzab, verse 37. Ayatho. And remember, O Muhammad, when you said to the one on whom Allah bestowed favor and you bestowed favor, keep your wife and fear Allah, while you concealed within yourself that which Allah is to disclose. No need for me to conceal my feeling, since Allah will disclose it anyway. Since then, Muhammad did not stop Zayd anymore. I will divorce Zainab so you can marry her. As you wish. A decent man would certainly feel very humiliated by such an inappropriate offer. But it seems that the Prophet had his own moral standards. People start talking about Muhammad's plan to marry Zainab. How come he could marry his daughter-in-law? In the Quran, Surah Al-Ahzab, verse 36, Allah forced Zainab to marry Zayd. But just one verse later, Allah married Muhammad to Zainab. Why is Allah more concerned with fulfilling the Prophet's sexual desires than anything else? Allah allows me to marry Zainab, since Zayd wasn't my real son. So when Zayd had no longer any need for her, we married her to you in order that there not be upon the believers any discomfort concerning the wives of their adopted sons when they no longer have need of them. And ever as the command of Allah accomplished. With Quran, Surah Al-Ahzab, verse 37, Muhammad banned adoption in Islam. We cannot adopt orphans anymore. How on earth God would abolish the noble practice of adoption? To show that Zayd is not his real son and it is legal for Muhammad to marry his daughter-in-law. Wow, the excuse is worse than the offense. Who would like to follow the Prophet's moral example? Develop wrong desires for your son's wife? Aren't we all want our sons to have Sakina, Mawadda, and Rama marriages? This is one of Rasulullah's many privileges. Not for you, but for the Prophet only. Tafsir al-Qurtubi, Quran, Surah al-Ahzab, verse 50. If Prophet Muhammad looks at a woman and desires her, then it is necessary for her husband to divorce her so that he can marry her. That is his right from God. A marriage celebration was held for Muhammad and Zainab. ഇനി നമ്മൾ മറ്റേ ആയത്തിറക്കുന്ന സന്ദർഭമാണ്. ഇത് നിങ്ങൾ ബാക്കി കണ്ടോളൂ, ഞാൻ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല. എനിവേ, ഇഫ് നബി അസ്ലി ഈസ് ലിസ്ണിംഗ് ടു ദിസ്, പ്ലീസ് അലൗ us to keep this video in our channel as an intro to your channel. സോ അതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. എനിവേ, ഇത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണിച്ച റെഫറൻസസ് നിങ്ങൾ കണ്ടു. ഓരോരോ കിതാബുകൾ, ഓരോരോ സന്ദർഭങ്ങൾ അതെടുത്ത് തന്നെയാണ് നമ്മളും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇതൊന്നും പറയാതെ ഇത് നമ്മൾ എവിടെ നിന്നോ ആകാശത്തു നിന്ന് എടുത്ത് പറയുന്നതാണെന്ന് പറഞ്ഞു വെച്ച് നമ്മൾ നുണ പറയുന്നത് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാക്കാമാർക്ക്, ജിഹാദി കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്നെക്കുറിച്ചിട്ടുള്ള പരദൂഷണം അതും കൂടി വരുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. ഇവന്മാരിത് വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഓക്കെ, തയ്യാറുമാണ്. പ്രവാചകന്റെ അമ്മായിയുടെ മകളുമാണ് സൈനബ് തന്നെ. ഒരുപക്ഷെ സെയ്ദ് റളിയല്ലാഹുവുമായിട്ട് പ്രവാചകന് ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ ബന്ധമുള്ളതാണ് ഈ സൈനബ് റളിയല്ലാഹുവിന്റെ ബന്ധം എന്ന് പറയുന്നത്. കാരണം അവർ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലണ്ടറുകളാണ് പറയുന്നത്. അങ്ങനെ അതുണ്ട്. അതാണ് അതിലെ മറ്റൊരു കാര്യം. കാരണം ഇസ്ലാമിലെ നിയമപ്രകാരം നിങ്ങൾക്ക് ലൈംഗിക ബന്ധമാകാൻ പറ്റും എന്ന് പറയുന്നത്, കല്യാണമല്ല ലൈംഗിക ബന്ധമാകാൻ പറ്റുന്ന ആളുകൾ ലിസ്റ്റ് പറയുന്നതിൽ അമ്മായിയുടെ മക്കളും പറയുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒഫീഷ്യലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആദ്യം കല്യാണം കഴിപ്പിച്ച് എന്നിട്ട് അത് മുറിച്ചിട്ട് രണ്ടാമത് ഇയാൾ നേരിട്ട് കല്യാണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി എന്നുള്ള ഒരു കരക്കമ്പി അതും അവിടെ പ്രചാരത്തിലുണ്ട്. നമ്മൾ പറയാതെ തന്നെ ഇവരത് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ സൈനബുമായിട്ട് മുഹമ്മദിന് നല്ല ഒരു ഡിങ്കോൾഫി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കമ്പിക്കഥ അത് അവിടെ ഉണ്ട്, ആ നാട്ടിൽ അന്നേ ഉണ്ടായിരുന്നു. അത് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, പിന്നെ ഈ സൈനബിനും ഈ വിവാഹം താല്പര്യം ഉണ്ടായിട്ടില്ല. ഇത് സെയ്ദ് റളിയല്ലാഹുവുമായി ബന്ധം. കാരണം പിന്നെ അമ്മായിയപ്പൻ്റെ വെപ്പാട്ടിയായിട്ടും
മകന്റെ ഭാര്യയുമായിട്ട് ഒരേപോലെ നിൽക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുക, എന്നിട്ട് പ്രകോപനം സൃഷ്ടിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അല്ല, ഇതിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി എന്ന് പറയുന്നതിലൂടെ ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു 5 വയസ്സൊക്കെ ആ നിലക്ക് വളർത്തിയത് പോലെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ സെയ്ദുർദാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ 10 വയസ്സിനുള്ള വ്യത്യാസം വളരെ കുറവാണ് എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സൈനബിയായിട്ടുള്ള വിവാഹത്തിന്, ഈ സെയ്ദുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ചിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരതിനൊക്കെ ആയിരുന്നു എന്നുള്ളത് മറുഭാഗത്ത്. എന്നിട്ട് പിന്നെ ഈ വിവാഹം നടന്നു, റളിയല്ലാഹുവിനായിട്ടുള്ള വിവാഹം നടന്നു. അതിനുശേഷവും ഇതിന്റെ ഒരു വിവാഹമോചനത്തിലേക്ക്, അല്ലെങ്കിൽ അവരൊരു സ്വരച്ചർച്ച ഇല്ലാതാകുമ്പോൾ വിവാഹമോചനത്തിലേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സമീപനമാണ് എടുക്കുന്നത് എന്നുള്ളതും അവിടെ പ്രസക്തല്ലേ? അതെ, അത് പരമാവധി ആ ഒരു വിവാഹമോചനത്തിലേക്ക് എത്താത്ത രൂപത്തിൽ അതിനെ. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരും നമ്മൾ ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യമാണ്. ഇമാതിരി ഒരു തൊലിഞ്ഞ ഒരു കാമകേളിയുടെ കഥ, ഒരു ലവ് ട്രയാങ്കിളിന്റെ കഥ, ഇതാണ് അവിടെ നടന്നത്. ഇത് നമ്മൾ പച്ചയ്ക്ക് പറയും, ഓക്കെ, കാരണം എന്താണ്, ഇത് പച്ചക്കേ പറയാൻ പാടുള്ളൂ. ഇതിനെ ഇങ്ങനെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാമകേളി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് പച്ചയായിട്ടുള്ള ഒരു പരിപാടി ഒപ്പിച്ച പരിപാടിയാണിത്. ഇത്രയോടെ നടന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പറയും, ഒരു സംശയവും വേണ്ട. കാരണം ഇതിനെ നമ്മൾ കൊച്ചാക്കി കാണിക്കും. നിങ്ങളിവിടെ എന്താണ് ടോമി സെബാസ്റ്റ്യൻ നമ്മളുടെ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ സമാനമായ കൊള്ളൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ സംഗതി. ഇതിനെ നിങ്ങൾ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്ത് എന്തോ ഒരു ബാഹുബലി ടീം പോലെ സാധനമാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഈ നബി അസ്ലി അവിടെ അത് വിഷ്വലൈസ് ചെയ്ത പോലെ ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇതുമാതിരിയുള്ള ചീപ്പ് കളികളാണ് മുഹമ്മദ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയും. അതിൽ നിങ്ങൾ വിഷമിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല, മാറിയിരുന്ന് നിലവിളിക്കാമെന്ന് നമുക്ക് പറയാനുള്ളൂ. കൊണ്ടുപോകുന്നു, എന്നിട്ടും ഒരു യോജിച്ചു പോകുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അവിടെ വിവാഹമോചനം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം പിന്നെ മൊത്തത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്. കാരണം സൈനബ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ വിവാഹമോചനത്തിലേക്ക് ഇവർ പോകുന്നു എന്നിപ്പോ പറഞ്ഞല്ലോ. അവിടെ കൃത്യമായി തന്നെ ഖുർആനിലാണ് പറയുന്നത് നീ നിന്റെ ഭാര്യ നിന്റെ കൂടെ നിർത്തി പോരുക എന്ന് പ്രവാചകൻ പറഞ്ഞതായിക്കൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വന്തമായി വിവാഹം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആയത്ത് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകൻ പറയുമോ? അപ്പൊ അതൊരു ലോജിക്ക് ഇല്ലാത്ത, നമുക്ക് പറയാം ഒരു സ്വയം ബോധം ഇല്ലാത്ത മനുഷ്യന്മാർ സൈനബ് ബീവിയെ കിട്ടണം എന്ന രൂപത്തിൽ ഈ പറയുന്നത് പോലെ ആ ഒരു നിലക്കും ഇതില്ലാത്തൊരു വിമർശനമാണെങ്കിൽ, പരാമർശിക്കുന്നത് പോലും പ്രയാസമുണ്ടെങ്കിൽ പോലും സൈനബ് ബീവിയെ എങ്ങനെയെങ്കിലും കിട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നടക്കുന്നതാണെങ്കിൽ എന്താ സംഭവിക്കാം? ഇവർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പരമാവധി സന്തോഷപ്പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പറയാം. പക്ഷെ അവിടെ പരമാവധി ആ ബന്ധം തുടരുക, വിവാഹമോചനത്തിലേക്ക് എത്താതിരിക്കുക എന്ന ഒരു സമീപനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് കാണുന്നത്, ഖുർആനിന്റെ ആയത്തിൽ നിന്ന് കാണുന്നത്. എന്നിട്ട് അതിനുശേഷം വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പോലും, ഈ സൈനബ് ബീവിയായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പോലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ തടസ്സം സൃഷ്ടിച്ചിരുന്നത് പൊതുബോധമാണ്. അതാണ് ഇവർ പറയാൻ മറന്നു പോകുന്നത്. നമ്മൾ ആ വിഷ്വലൈസേഷനിൽ കണ്ടു, നബി അസ്ലി അവിടെ നന്നായിട്ടത് വെക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങാടിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യേ എന്താ മുഹമ്മദ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, സ്വന്തം മകൻ്റെ ഭാര്യയെ ഇങ്ങനെ കല്യാണം കഴിക്കുക, ഇതെന്ത് പോക്കിരിത്തരാണ് കാണിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ അതിന് സംശയിക്കുമായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് അത് കുറേ നാൾ ഒളിപ്പിച്ചുകൊണ്ട് നടന്നതെന്ന് തന്നെയാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നീ മറ്റുള്ളവരെ പേടിച്ച് നീ ഇത് പറയാതിരുന്നു എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാം. മറ്റുള്ളവരാരാണ്, മറ്റുള്ളവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വൈകിയത്. അതല്ലാതെ അള്ളാഹുവിനെ ആയത്തിറക്കാൻ മടിയുണ്ടായതുകൊണ്ടല്ല. മുഹമ്മദ് ആദ്യം പ്രിപ്പയർഡ് ആവണ്ടേ. ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന നാട്ടുകാർ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്ത്, കാരണം പഠിച്ച കള്ളനാണല്ലോ, ഇതൊക്കെ അറിയാലോ. പ്ലാനിങ് പദ്ധതികൾ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണെന്ന് സ്വയം പറയാറുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. ഏതായാലും ഇതിപ്പോൾ ഏതാണ്ട് 28 അരമണിക്കൂറായിട്ടും 1 മണിക്കൂറിനകത്ത് പകുതിയായിട്ടും ഇപ്പോഴും ഇവർ ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ഒന്നും വിട്ടിട്ടില്ല. ജബ്ബാർ മാഷ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഡാമേജ് അത് എത്രത്തോളം ആണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും എല്ലാം അവഗണിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെയ്ദ് ദത്തുപുത്രനായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ജബ്ബാർ പറയുന്നില്ല? ഇവിടെ വെച്ചിട്ടാണ് ദത്തുപുത്രനായി, എന്തുകൊണ്ട് അത് പറയുന്നില്ല? അവിടെയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുകയാണ് എങ്കിൽ നമുക്ക് എന്താ പറയുക, ഇയാൾക്ക് കുറച്ചെങ്കിലും ഒരു അംഗീകാരം കൊടുക്കുന്നു. ഇയാൾ പറയുന്ന കാര്യമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സെയ്ദ് റളിയല്ലാഹുവിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു റെയ്ഡിൽ പിടിക്കപ്പെടുകയാണ്, കൊള്ളയടിക്കപ്പെടുകയാണ്. അതിൽ അന്ന് ആ സെയ്ദിനെ കൊണ്ടുപോയിട്ട് അടിമ കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് ഈ കൊള്ളയടിച്ച ആളുകൾ വിൽക്കുകയാണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഖദീജ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വാങ്ങുകയും അങ്ങനെ പിന്നീട് ഖദീജ റളിയല്ലാഹുവിന്റെ കസ്റ്റഡിയിൽ എത്തുക. ഖദീജയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സെയ്ദിനെ നൽകുന്നത്. അങ്ങനെ സെയ്ദും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടക്കാണ് സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പിതാവ്, ഹാരിസ എന്ന് പറയുന്ന പിതാവ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുടെ കൂടെ തന്റെ മകനുണ്ട് എന്ന് അറിയുന്നത്. ഉടനടി അദ്ദേഹം മക്കയിലേക്ക് വെച്ച് പുറപ്പെടും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ ചെന്നിട്ട് നോക്കണം നിങ്ങൾ, ഒരു പിതാവാണ് മകനെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ളത്. എത്രയോ കാലങ്ങളായി നഷ്ടപ്പെട്ടിട്ടുള്ള തന്റെ മകനെ കൊണ്ടുവരാൻ പിതാവ് വരികയാണ്. പിതാവിനെ അറിയാം മക്കളോടുള്ള ബന്ധം എന്താണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ സെയ്ദിനെ എനിക്ക് തിരിച്ചു തരണം എന്നാണ്. അപ്പോൾ സെയ്ദിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സെയ്ദിന്റെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്ഭുതകരം എന്ന് പറയട്ടെ, സെയ്ദ് റളിയല്ലാഹു പിതാവിന്റെ കൂടെ പോകുന്നില്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ദത്തുപുത്രനായിക്കൊണ്ട് പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ വിഷയം മൂപ്പര് മിണ്ടിയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു കാപട്യം എന്ന് പറയുന്നത്. ചരിത്രത്തെ വളരെ സെലക്റ്റീവായി വായിക്കാതെ ഇതിന് സാധ്യല്ല എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അത്രയും സെലക്റ്റീവായി എടുക്കുക, അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ പറയുക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വിമർശനം. അപ്പോൾ ആ വിമർശനം ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പോയി. ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ റസൂൽ ഈ കഥയൊക്കെ വിശ്വാസികൾ ഒരു തരത്തിലും കേൾക്കാൻ സാധ്യതയില്ലാത്തതാണ്. എന്തായാലും ഇവർ തന്നെ പറഞ്ഞ് അറിയിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പറഞ്ഞോളൂ, കേൾക്കട്ടെ. സമീപിക്കുന്നു. അപ്പൊ സമീപിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന ഔദുബിക്ക, ഞാൻ നിന്നോട് അള്ളാഹുവിൽ ശരണം തേടുന്നു. അപ്പോൾ റസൂൽ എന്താണ് കുറച്ച് സമ്മാനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റിലാക്കിയിട്ട് റസൂൽ മുങ്ങാൻ. ഒന്ന് ആലോചിക്കുക, ഈ ഒരു കഥ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഹദീസുകൾ വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും. ബുഖാരി 532 ഇങ്ങനെ പറയാനും പറ്റും. ഇത് കേൾക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു റെഫറൻസ് ഉദ്ധരിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവം, ഇത് വിവാഹം കഴിച്ച ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗോത്രത്തലവനുമായിട്ടുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഗോത്രത്തലവന്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏതോ പെണ്ണിനെ തോട്ടത്തിൽ അല്ല, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ട്. സ്വന്തം ഭാര്യ. പക്ഷേ അവിടെ ഗോത്രത്തലവന്റെ ഇഷ്ടമായിരുന്നു റസൂലിനോട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കണം, വൈവാഹിക ബന്ധം മകൾക്ക് ഉണ്ടാക്കണം എന്ന രൂപത്തിൽ. ഇല്ല. അപ്പോൾ മാത്രമല്ല ആ വിവാഹത്തിന് മുമ്പ് റസൂലിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ആ സ്ത്രീക്ക് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്, മൊത്തത്തിൽ വിശദീകരിക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, അതുപോലെ പ്രവാചകനാണെന്ന് അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക്, അതായത് മകൾക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്ത ആ വ്യക്തി, അതായത് റസൂൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തത്, അപ്പോൾ അതും വളരെ പ്രസക്തമാണ്, മാതൃകയാണ്. നമ്മൾ പറയുന്നത് ഈ വിമർശനത്തിൽ മാതൃക ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്തിട്ടും പെണ്ണിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ, അല്ല ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എന്റെ വാപ്പ എനിക്ക് വിവാഹം ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്നേ പറ്റുള്ളൂ, എനിക്ക് കീഴൊതുങ്ങിയേ പറ്റുള്ളൂ എന്നല്ല റസൂൽ പറയുന്നത്. മറിച്ച് അങ്ങനെ വിവാഹം ചെയ്തതിന് ശേഷമാണെങ്കിലും നിക്കാഹിന് ശേഷമാണെങ്കിലും താല്പര്യമില്ലെങ്കിൽ വളരെ മാന്യമായി പാരിതോഷികങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് വളരെ ഏറ്റവും മാന്യമായി തിരിച്ചയക്കുക. അതായത് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ പിന്നെ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊന്നും മറുത്തു പറയാതെ, ഇവൻ അവർ കുറച്ച് ഹാർഷായ രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറിയിട്ട് പോലും തിരിച്ചൊരു വാചകം പോലും പറയാതെ ഏറ്റവും മാന്യമായി തിരിച്ചയച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനോളം ഇതൊക്കെ ഇവരുടെ വെളുപ്പിക്കൽ ശ്രമം മാത്രമാണ് കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഓക്കെ, ഇതങ്ങനെയൊന്നും അല്ല നടന്നിട്ടുള്ളത്. നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണ് ആട്ടി വിടുകയാണ്. പുല്ലേ, താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്. പച്ചത്തെറി, നമ്മൾ ടോമി സെബാസ്റ്റ്യൻ്റെ ഭാഷയെ പറഞ്ഞാൽ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ, താൻ ഏത് കോപ്പിലെ പ്രവാചകനാണേലും മേത്തുനിന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാണ് തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതായാലും ആ വിഷയത്തെക്കുറിച്ചിട്ട് നമ്മളുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി അതിനെക്കുറിച്ചിട്ടുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിനകത്ത് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജബ്ബാർ മാഷ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ ഇനിയും അതിങ്ങനെ കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് തീരൂല. അപ്പോൾ പെട്ടെന്നൊന്ന് പ്ലേ ചെയ്ത് വിടാം. ചെറിയിപ്പിക്കുന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. മറിച്ച് അത്രയും സെലക്റ്റീവായി എടുത്ത് കാപട്യവും അതുപോലെ തന്നെ സത്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഇഗ്നോറൻസും അല്ലാതെ ഒരിക്കലും ഇത്തരം വിമർശനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രണ്ടോണിൽസ് അസിമെട്രി പ്രിൻസിപ്പിൾ, ഇത് പറയാൻ 5 സെക്കൻഡ് മതി. പക്ഷേ ഈ ഹദീസുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇന്നാണ് സംഭവം, ഇതാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അധ്യായത്തിലാണ് ബുഖാരി ഇതിനെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ശരിയാക്കാൻ ചിലപ്പോൾ അരമണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിമർശനം കേൾക്കുന്ന ആളുകൾക്ക് ആ ഹദീസ് ഒന്ന് സൈറ്റിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ കോൺടെക്സ്റ്റ്. അതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ച വിമർശനം എടുത്ത് നോക്കുക. അതിൽ സുന്ന.com പോയാൽ ഒരു പക്ഷേ ഇതിൽ റസൂൽ അവരെ സമീപിക്കുന്നു, ഔദുബിക്ക എന്ന് പറയുന്നു. അതേ കാറ്റഗറി തന്നെ നമുക്ക് അതിന്റെ നെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ കാണും. പക്ഷേ ആളുകൾക്ക് ഒരു പക്ഷേ അവർ എന്ത് നോക്കുള്ളൂ, റഫറൻസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പരിശോധിക്കണം തോന്നുന്ന ആള് മാക്സിമം ചെയ്യാൻ സുന്ന.com പോയി ആ ഹദീസ് നമ്പർ അയച്ചു ചിലപ്പം അതേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ സംഭവം ഈ മറ്റുള്ളത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് ഈ സ്ത്രീക്ക് താല്പര്യമില്ലാതിരുന്നു, റസൂൽ അത് മനസ്സിലാക്കിയപ്പോൾ റസൂൽ വിട്ട്, ആ കാര്യങ്ങളെല്ലാം അടങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണമായി ചിത്രം കിട്ടുള്ളൂ. ആ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഹദീസിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ അത് ശരിക്കും ഒരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹദീസുകൾ മനസ്സിലാക്കുക, ജമ്പ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഹദീസുകളിലൂടെ വരുന്ന ഈ വിമർശനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് പറഞ്ഞതുപോലെ ഒരു കണ്ടക്സ്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സീറയെ കുറിച്ചുള്ള ഒരു ധാരണ ഇതൊക്കെ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലമായി സുന്ന.com പോയി നമ്പർ അടിച്ചത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാര്യയെ കെട്ടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞിട്ട് അതായത് അതെന്താണ് യഥാർത്ഥത്തിൽ? അതായത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം വെച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഖുർആൻ ഇത്തരത്തിൽ വിവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സംശയിച്ചു പോകും. ഏതൊരാളും സംശയിച്ചു. കാരണം അതിൽ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, പരസ്പരം പിന്നെ എങ്ങനെയെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതില് ഒരു ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ മാറ്റി നിർത്തുക. പിന്നെ ഉള്ളത് അവർ നിങ്ങൾ പിന്നെയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അടിക്കുക. ഈ അടിക്കുക എന്ന് നമ്മൾ കുട്ടികൾ അടിക്കുന്ന പോലെ, അതായത് അടിക്കുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യ എപ്പോൾ വേണമെങ്കിൽ അടിക്കണം. അങ്ങനെ അത് തെറ്റാണ്. കാരണം ഭർത്താവിന് നല്ല ഒരാൾക്കും, ഈവൻ നമ്മുടെ കുട്ടികളെ പോലും മറ്റൊരാളെ പോലും
ഒരു ശിക്ഷാ നടപടി ആയിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് ഇവർക്കൊക്കെ ശിക്ഷാ നടപടി ആയിക്കൊണ്ട് ഒരു അടി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷർത്തൊക്കെ പാടെ ചിന്തിച്ച് വരുമ്പോഴേക്കും അയാൾക്ക് അടിക്കണ്ട തോന്നും. ഏറ്റവും അവിടെയാണ് ഷർത്തൊക്കെ നോക്കിയിട്ട് അടിക്കാം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ അടിക്കണ്ടെന്ന് തോന്നാനല്ല. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ 7 വയസ്സ് മുതൽ നിർബന്ധിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ല അടിക്കണം എന്നാണ് പറയുക. അവിടെ അടിക്കണം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടികൾക്ക് നേരെയുള്ള വയലൻസ് ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതം അത് ഇസ്ലാം ആവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അടിക്കണം എന്ന് തന്നെയാണ് അവിടെ പ്രോത്സാഹനം കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടുണ്ട്. പലപ്പോഴും ഉറങ്ങിപ്പോവും, നമ്മൾ ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങിപ്പോകുമ്പോൾ ചൂരലുകൊണ്ടുള്ള അടി കിട്ടിയിട്ട് തന്നെയാണ് കിടക്കപ്പായെന്ന് ചാടി എഴുന്നേറ്റിട്ട് പോയി സുബ്ഹിയൊക്കെ നിസ്കരിച്ചിട്ടുള്ളത്. അത് അടിക്കാനുള്ള അവകാശം പാരൻസിന് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഹിജാബിൻ്റെ വിഷയത്തിലൊക്കെ അവിടെ ഇറാനിൽ അടി കൊള്ളുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അങ്ങനെ ആ ശിക്ഷ കൊടുക്കാനുള്ള അവകാശം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലുണ്ട്. അതാണ് അവരവിടെ അടിച്ചു കാണിക്കുന്നത്. ഇനി താലിബാൻ അവിടെ എന്താ ചെയ്യുന്നത്? അഫ്ഗാനിലേക്ക് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി മൂട്ടിനടിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും അടി തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് ഇത് വരുന്നു? അപ്പോൾ അടി എന്ന് പറയുന്നത്, അടിക്കുക എന്ന് പറയുന്നത് ചാട്ടവാറ കൊണ്ടുള്ള അടി, ചൂരൽ കൊണ്ടുള്ള അടി, എന്ത് തന്നെ അടിയായാലും, ഭാര്യയെ തല്ലാനുള്ള അടി, ഇതെല്ലാം അടിയായിട്ട് പ്രോത്സാഹനം ഇസ്ലാം കൊടുക്കുന്നു. വയലൻസ് അവിടെ ഉണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് ഒരു കാര്യത്തിൽ ദേഷ്യം വന്നു, അടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ അടിക്കുന്നത് അയാളുടെ ദേഷ്യം തീർക്കാനാണ്. നേരെ മറ്റൊരു ഇസ്ലാമിലെ മറ്റൊരു നിയമമാണ്, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ അടിച്ചാൽ ഭർത്താവ് എന്തിനാണ് ഭാര്യയെ അടിച്ചത് എന്ന് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഇവർ വന്നിരുന്നിട്ട് ഇതിനെ വെളുപ്പിക്കുന്നത്. ഹദീസിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദേഷ്യം കൊണ്ട് അടിച്ചതാണോ, ദേഷ്യമില്ലാതെ അടിച്ചതാണോ, ഇതുപോലും ചോദിക്കേണ്ട കാര്യമില്ല. മുഹമ്മദ് നബിയുടെ അടുത്ത് പരാതി പറയാൻ വന്ന് അത്തരത്തിൽ അടി കൊണ്ട് മുഖത്ത് പച്ച കളറായിട്ട് വന്ന സ്ത്രീയെ കണ്ടിട്ടാണ് ആയിഷ പറഞ്ഞത്, വിശ്വാസിയായിട്ടുള്ള സ്ത്രീകളെ പോലെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ വേറെ കണ്ടിട്ടില്ല. ആ കാരണം അന്ന് ആ ഒരു വിഷയത്തിലും അതുപോലെയുള്ള അതിന് മുന്നേയുള്ള വിഷയങ്ങളിലും മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇഫ് എ മാൻ ബീറ്റ്സ് ഹിസ് വൈഫ്, ആ എന്തിനടിച്ചു എന്നൊരു ചോദ്യം തിരിച്ചില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഇരുന്നിട്ട് വെളുപ്പിച്ചാലൊന്നും ഇത് വെളുക്കില്ല. ഇസ്ലാമിലെ നിയമം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ശിക്ഷാ നടപടി എന്ന ഒരാളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതുക, അങ്ങനെ അതേപോലെ ഒരു തൂവാല കൊണ്ട് മറ്റൊക്കെ ഇങ്ങനെ അടിക്കുക. ഇതേ വിഷയത്തിൽ ജബ്ബാർ എന്താ പറയുന്നത്, കെട്ടിയിട്ട് തല്ലുക. അപ്പൊ ഈ കെട്ടിയിട്ട് തല്ല ഇപ്പൊ ഇവിടെ ബാസിൽ പറഞ്ഞ പോലെയാണ്. അതായത് ഹദീസ് എടുക്കുന്ന നോക്കുന്ന പോലെ തന്നെ ഖുർആൻ ആയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് മാറ്റുക എന്നുണ്ടപ്പോൾ മാറ്റുക, പിന്നെ കെട്ടും ചെയ്യുക, പിന്നെ ഒരു ഒറ്റടി അടിയോടടി. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അവരുടെ വിവക്ഷയിൽ വരുന്ന അബദ്ധങ്ങളാണ് വരുന്നത്. അല്ല, ഇതിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെയായാലും അടിക്കുക എന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ പറഞ്ഞു. ആദ്യം സംസാരിക്കുക, അതുപോലെ തന്നെ പ്രദർശിക്കുക, മാറിക്കിടക്കുക, ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് പറഞ്ഞ് അവസാനം വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന്റെ അവസാന ഭാഗത്തേക്കാണ് ഈ അടി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് അങ്ങനെ ഇല്ലല്ലോ. വളരെ ആ ഒരു ലിബറൽ യുക്തിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, തിരിച്ച് ഭർത്താവിനെ ഭാര്യയ്ക്ക് തല്ലാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഭാര്യയുടെ ഭാഗത്താണ് പ്രശ്നം, ഒരു ഭാര്യയും ഭർത്താവുണ്ട്, ഭാര്യയുടെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുന്ന പിന്നെ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പോയതിനു ശേഷമാണ് വിവാഹമോചനം നടക്കുക. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കാം, ഭർത്താവിന്റെ ഭാഗത്താണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കണ്ണു കുടിച്ച് പിന്നെ ഭാര്യ തല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ഭർത്താവ് എടുക്കുക, ഭർത്താവിന്റെ ഭാഗത്ത് വിവാഹമോചനത്തിന് മതിയായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് അയാളെ പിന്നെ ഒഴിവാക്കണം. ഖുർആൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് വിചാരിക്കാം, ഓക്കെ, ഭർത്താവിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തോട് പിന്നെ ഗുണദോഷിക്കണം, അതിനുശേഷം അദ്ദേഹത്തിന് മാറിക്കിടക്കണം, അതിനുശേഷം അദ്ദേഹത്തിന് അടിക്കണം. ഇത് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ പറയുന്നതല്ല കേട്ടോ, അതാണ് ഇവരുടെ മറ്റൊരു കബളിപ്പിക്കൽ. ഇതിൽ വിഷയത്തെ അവരുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് വളച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് ഭാര്യ വിമോചനം അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ സമയത്തുള്ള കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത്. അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ നിങ്ങൾക്ക് കടപ്പുറയിൽ നിന്ന് വിട്ടു നിൽക്കാം, ഇതുപോലെ ശകാരിക്കാം, അത് നടന്നില്ലെങ്കിൽ അടിക്കാം, അത് കെട്ടിയിട്ട് അടിക്കാം എന്ന് തന്നെ പറയുന്ന ചില തഫ്സീറുകളുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിവിടെ ഉണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനങ്ങോട്ട് കൊണ്ടുപോവാണ്. വിവാഹമോചനത്തിന് അത് സ്ത്രീക്ക് വലിയ എന്തോ ഗുണമാവും എന്നുള്ള രീതിയിൽ. അതല്ല, അനുസരണക്കേട് കാണിക്കുന്ന ഭർത്താവിനെ അടിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ തിരിച്ചു ചോദിച്ചത്. ഒന്നാമത്തെ വയലൻസ് അല്ല അനുസരണക്കേടിൻ്റെ ഒരു 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 മാനദണ്ഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഇനി അനുസരണക്കേട് എന്ന് പറയുന്നത് എന്താണ്? ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കും. അത് ഭർത്താവിന് ചിലപ്പോൾ അനുസരണക്കേടായിട്ട് തോന്നിയിരിക്കാം. അപ്പോൾ നമ്മളവിടെ പറയുന്നത് എന്താണ് ആ വിഷയം എന്നുള്ളത് അന്വേഷിക്കണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള രീതികളിൽ മുന്നോട്ട് പോകണം എന്നാണ്. അവിടെ വയലൻസിലേക്ക് കടക്കരുതെന്നാണ് ആധുനിക മൂല്യം പറയുന്നത്. പക്ഷേ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. ഇസ്ലാം പറയുന്നത് അനുസരണക്കേട് ഭാര്യ കാണിച്ചാൽ, ഇതുപോലെ ഇപ്പോൾ ഭാര്യ ഒരു നിയമമാണ്, ഭർത്താവിൻ്റെ അനുവാദം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയുടെ വാപ്പ മരിച്ചു കിടന്നാൽ പോലും നിങ്ങൾക്ക് പോയി കാണാനുള്ള അനുവാദം ഇല്ല. അപ്പോൾ ഭാര്യ അത് നിഷേധിക്കുകയാണ്. അതിനെ വകവെക്കാതെ ഭാര്യ പോവാൻ തീരുമാനിച്ചാൽ ഭർത്താവിന് വേണമെങ്കിൽ ഇതുപോലെ അടിക്കാം എന്നുള്ളൊരു സാഹചര്യം വരെ ഉണ്ട്. അവിടെയാണ് ഇതുപോലുള്ള നിയമങ്ങൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്.
അങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മളിത് പറയും, ഇത് തെറ്റാണ്. ഇനി തിരിച്ചിതേപോലെ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ഒരു അനുസരണക്കേട് കാണിച്ചാൽ അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു മാന്യമായിട്ടുള്ള ഒരു തിരിച്ചുള്ള ചോദ്യമായിട്ട് മാറുന്നു. സംഗതി ആ വയലൻസിനെ അംഗീകരിച്ചിട്ടല്ല, ഈ ഒരു ഇനീക്വാലിറ്റി അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ സംഗതിയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തല്ലി തീർക്കാനല്ല നമ്മൾ പറയുന്നത്, നമ്മൾ തല്ലാതെ തന്നെ വയലൻസിലേക്ക് പോകാതെ തന്നെ, ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോകാതെ തന്നെ തീർക്കണം എന്നാണ് ആധുനിക മൂല്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഒരു അടിക്കണം കൂടിയൊക്കെ വെച്ചാൽ എന്തായിരിക്കും പറയുന്ന അവസ്ഥ? ഓൾറെഡി കള്ളം കുടിച്ച് അപ്പോൾ ഇവരുടെ ഈ കള്ളത്തരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ വിഷയത്തെ അവരുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളച്ചുകൊണ്ട് പോകണം എന്നുള്ളത്. കുഴപ്പമുണ്ടാക്കുന്ന ഭർത്താവിനെ ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിയും കൂടി കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വിവാഹമോചനം നടത്താൻ. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ചു, അവിടെയാണ് ഇസ്ലാം എന്ത് ചെയ്തത്? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നാണ് വിവാഹമോചനം വേണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി കൊടുത്തു. വളരെ പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിൽ വിവാഹമോചനം എളുപ്പമാക്കി കൊടുത്തു. എന്നാൽ ഭർത്താവിന് ഭാര്യയെ തോന്നുന്നത് പോലെ ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ഈ പറഞ്ഞ പിന്നെ ആണ് പെണ്ണ് തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആണിന്റെയും പെണ്ണിനെയും മനസ്സറിയുന്ന വിവാഹമോചനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊന്നുമല്ല. വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ ഭർത്താവിന് തലാക്ക് ചെല്ലാം, അതിനുള്ള അവകാശമുണ്ട്, വളരെ എളുപ്പമാണ്. അതേസമയം ഒരു സ്ത്രീക്ക് വിവാഹമോചനം നേടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇനി അതേപോലെ പല കാര്യങ്ങളും നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, സ്ത്രീക്ക് വിവാഹമോചനം നേടാനുള്ള വഴികൾ ദുർഘടമാക്കി വെച്ചിരിക്കുകയാണ്. അതായത് പുരുഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വരെ സ്ഥാപിക്കേണ്ട അവസ്ഥ വരെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്ത്രീക്ക് ഒരു വിവാഹമോചനം നേടാൻ കഴിയുള്ളൂ. ഇനി അതല്ല മറ്റേ ഏകപക്ഷീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരും. അത് വേറെ വലിയൊരു ടോപ്പിക്കാണ്, നമ്മളിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പോകണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒഴിവാക്കണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുത്തു എന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കെട്ടിയിട്ട് തല്ലുക അതൊക്കെ വിട്ട് പിന്നെ നമ്മുടെ പുതിയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ വിമർശനം എന്നുള്ളതിനും അപ്പുറത്ത് വെറുപ്പ് അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു മുൻധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ എന്നുള്ളതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു കാര്യം, പിന്നെ പേര് പോലും പരാമർശിക്കാൻ യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ട രൂപത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി എന്തായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് ആൾക്കാർ ചോദിക്കേണ്ടത് എന്റെ ജോലി എന്താണ്? കാരണം 24 മണിക്കൂറും ഇരുന്ന് ഈ തോന്നിയാസം പറയാന്നുള്ളതല്ല, അത് വേറൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്താ ബൈമിയ കോഫി എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പൈസ വാങ്ങുക, അത് മാത്രം അത് ആ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ച് റസൂലിന്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് വെച്ചാൽ എന്റെ മാതിരി തറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. തീർച്ചയായിട്ടും എന്നെ മാതിരിയല്ല, എന്നേക്കാൾ തറയാണെന്നാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതായിരിക്കും. അപ്പോൾ ഏതായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മളുടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻസ് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബൈമിയ കോഫി, പാട്രിയൻ, പിന്നെ അതുപോലെ ടീഷർട്ട്സ്, ഈ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. പല രീതിയിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്, നമ്മളുടെ സർവൈവൽ തന്നെയാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ജോലി എടുക്കുന്നുണ്ട്, ആ ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ അടക്കമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ സഹകരിക്കണം ഇതുപോലുള്ള മുന്നേറ്റ ശ്രമങ്ങളോട്. ഇത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. പല രീതിയിൽ നമുക്ക് ഇത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ മാത്രമല്ല, അതുകൂടാതെ നമുക്ക് ഒരുപാട് മറ്റുള്ള ആളുകൾ നമ്മളോട് അടുത്ത് വന്നിട്ട് ഈ സഹായം ആവശ്യപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലൊന്നും നമുക്ക് ഓരോന്നിനും പിരിവായിട്ട് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇഷ്ടം പോലെ ആളുകൾ ദിനേന എന്നോണം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് അതിന് വേണ്ടി വഴിവെക്കാതെ ഇതല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ തന്നെ ചെയ്തു പോകുന്ന ഒരു രീതിയിൽ അത് ആക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ പിന്നിലുണ്ട് എന്നൊരൊറ്റ ധൈര്യത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് ബൈമിയ കോഫി, പാട്രിയൻ അതുപോലുള്ള സംഗതികൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. അത് ഓർമ്മിപ്പിച്ചതിന് നമ്മളെ ബാസിൽ ജിഹാദി കുഞ്ഞിന്, നമ്മൾ ഇൻസസ്റ്റ് ബാസിന് വലിയ നന്ദി. തോന്നിപ്പിക്കാനായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇവിടെ ആദ്യം അങ്ങോട്ടോ ചോദിക്കുന്നത് എന്താ പണിയെന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോൾ ഏതായാലും ആ നിലക്കൊരു അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റസൂൽ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെങ്കിൽ റസൂൽ അങ്ങനെ കാര്യമായ ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ നടക്കാൻ. പക്ഷേ റസൂലിന്റെ ചരിത്രം സീറോ വായിക്കണ്ടാവില്ല, ഇദ്ദേഹത്തിന് എന്താണ് ആ ഒരു ബോധമില്ലാത്ത. കാരണം ആൾക്കാർ സീറൊക്കെ വായിക്കണ്ടാവില്ല, റസൂലിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ വായിക്കണ്ടാവില്ല, മുസ്ലിങ്ങളാണെന്നില്ലല്ലോ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേക്കലിലൂടെ അപ്പോൾ നമ്മളിത് പറയുമ്പോൾ വിചാരിക്കും, മുഹമ്മദ് നബിയുടെ ജോലി ഇപ്പോൾ പറയുന്നതാണ് നമ്മൾ വിചാരിക്കാൻ പോകുന്നത്. ഇനി കേൾക്കാം എന്താണ് ജോലി പറയണതെന്നുള്ളത്. സത്യത്തിൽ മുഹമ്മദ് നബിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പര് കൊള്ളയടിച്ചാണ് ജീവിച്ചിരുന്നത്. യുദ്ധം മുതൽ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വാർ ലോഡായിരുന്നു. പിന്നെ ജോലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാൻ പോണത് മുഹമ്മദ് നബി ആകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ചോദിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജോലിയാണ് നമ്മൾ ചോദിച്ചത്. മുഹമ്മദ് ആവുന്നതിന് മുന്നേ അറബി പയ്യനായിട്ട് അവിടെ ഈ കുന്നിൻ ചെരുവിൽ ഒറ്റപ്പനയായിട്ട് നടന്ന സമയത്തുള്ള ജോലിയോ കൂലിയോ ഇതൊന്നുമല്ല നമ്മളുടെ പ്രശ്നം. മുഹമ്മദ് നബി എന്ന രീതിയിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം മൂപ്പർ എങ്ങനെയാണ് ജീവിച്ചത്, ഇതാണ് നമുക്കറിയേണ്ടത്.
ശേഷം കച്ചവട ഖദീജ ബീവിയുടെ വിവാഹം പോലും കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റസൂലിന്റെ കച്ചവടം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മക്ക ജീവിതത്തിൽ റസൂൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ സംരക്ഷണം, പിന്നെ അബൂ താലിബ്, അപ്പോൾ ആ രൂപത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് സീറയിൽ കാണാൻ സാധിക്കും. പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ പോലും, മദീനയിൽ എത്തിയതിനു ശേഷമാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ഒരുപാട് റസൂൽ ചില കച്ചവടങ്ങൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെയാണ് മദീനയിൽ എത്തിയ ചരിത്രം ഏറ്റവും ബേസിക്കലി മദ്രസയിൽ നിന്ന് വായിച്ച ആളുകൾക്ക് പോലും അറിയുന്നതാണ്. മദീനയിലെത്തിയിട്ട് കച്ചവടങ്ങൾ അല്ല പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്, കൊള്ളയടിയായിരുന്നു. അതായത് ഇപ്പോൾ ബദർ കൊള്ളയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മക്കയിൽ നിന്നുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ട് മദീനയിലുള്ള കൂട്ടരുമായിട്ട് ജൂതഗോത്രങ്ങളും അവരൊക്കെ ആയിട്ട് സന്ധികളൊക്കെ ഉണ്ടാക്കി അവരുടെ ശത്രുക്കളായിട്ടുള്ള ഖുറൈശി ഭാഗത്തുള്ള ആളുകൾ അവരും ഇവരും നിങ്ങളുടെ ശത്രുക്കൾ, അപ്പോൾ നിങ്ങളുടെ ശത്രു ഞങ്ങളുടെയും ശത്രുവാണ് എന്ന് പറഞ്ഞിട്ട് മദീനക്കാരുമായിട്ട് കരാറുണ്ടാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണ് അവർ സംരക്ഷണം കൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്നത്. അവസാനം എന്താ ഉണ്ടായത്? ആ മദീനയുള്ള ആളുകളെ അവരെ പെരടിക്ക് വെട്ടുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്തിരുന്നത് ഇവർ തമ്മിൽ കൊള്ളയടിക്കുകയും ഇതുപോലുള്ള സംഗതി ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ സ്ഥിരം പരിപാടിയാണ്. മുഹമ്മദ് നബി ഇതുപോലെ കച്ചവടത്തിനല്ല പോയിരുന്നത്. മക്കയിൽ നിന്നും ഇതുപോലെ ദൂരസ്ഥലങ്ങളിലേക്ക് കച്ചവട സംഘമായിട്ട് പോകുന്ന ആളുകളെ പതിയിരുന്ന് കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ കൈക്കലാക്കി അത് വെച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ നടന്ന ഒരു കൊള്ള നടത്തിയ ഒരു ശ്രമം അത് പാളിപ്പോവുകയും അതിൻ്റെ ബാക്കിയായിട്ടുണ്ടായിട്ടുള്ള യുദ്ധവും കശപിശയാണ് നമ്മൾ ഈ പറയുന്ന ബദർ കൊള്ള എന്ന് പറഞ്ഞ സാധനവും. അതിന് തിരിച്ചടി എന്നോണം ഖുറൈശികൾ വന്നിട്ട് ഇവർക്ക് പണി കൊടുത്തു പോയി. അതാണ് ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. അതിലൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി ആ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് സത്യത്തിൽ ഇവരെ വന്ന് ആക്രമിച്ച് പോകുമ്പോൾ ഖുറൈശികളാരും ഇവരുടെ സാധനം പിടിച്ചിട്ടല്ല പോകുന്നത്. മുഹമ്മദ് നബിയുടെ കൂടെയുള്ള പെണ്ണുങ്ങളെ ആരും കൊണ്ടുപോയിട്ടുമില്ല. അതെല്ലാം ചെയ്തത് മുഹമ്മദ് നബിയാണ്. അതായത് ഗോത്രം കൊള്ളയടിക്കുക. അപ്പോൾ ഈ ഗോത്രങ്ങൾ പാതിരാത്രിക്ക് പതിയിരുന്ന് കൊള്ളയടിക്കുക, എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ പിടിച്ചെടുക്കുക, എന്നിട്ട് അവരെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിൽക്കുക. ഇത് തന്നെയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പ്രവാചകൻ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ഈ കോയിറ്റസ് ഇൻ്ററപ്റ്റസിനെ കുറിച്ചുള്ള ഹദീസ് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവരുടെ ആശങ്ക എന്താണ്? അവരെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അവർ ഗർഭിണിയായാൽ അവരെ വിറ്റ പൈസ മര്യാദയ്ക്ക് കിട്ടില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള ചിന്ത. എങ്ങനെയാണ് അവരെ അലട്ടിയിരുന്നത് എന്നത് ആ ഹദീസ് നമുക്ക് വായിക്കാം. അവിടെ എന്താ കാണുന്നത്? ഇതുപോലെ കൊള്ളയടിച്ച് അടിമകളെ ചന്തയിൽ വിറ്റ് തന്നെയാണ് മുഹമ്മദ് നബി ജീവിച്ചിരുന്നത്. കൊള്ള മുതൽ ഉപയോഗിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. മാന്യമായിട്ട് സമ്പാദിച്ച് ജീവിക്കാനുള്ള ഒരു കെൽപ്പ് മൂപ്പർക്ക് ഉണ്ടായിരുന്നില്ല. ചാവാൻ നേരത്തും അവിടെ കടബാധിതനായിരുന്നു. അവിടെ ഒരു ബാർലി പോലും, ഒരു 1/2 കിലോ ബാർലി പോലും എടുക്കാനില്ലാത്ത ഒരാളായിരുന്നു. എന്നിട്ട് സ്വന്തം പടച്ചട്ട ഏതോ ജൂതനും ഉണ്ടായി പണയം വെച്ചിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്രമാത്രം ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർ അതിനെ ഗ്ലോറിഫൈ ചെയ്യും. ദാരിദ്ര്യം അത്രയും വലിയ ഇതൊക്കെ ചെയ്തിട്ടും ഒരു ഭരണാധികാരിയായിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടാവാനാണ്? പിടിപ്പുകേടാണ്. ഖദീജയുടെ കംപ്ലീറ്റ് സ്വത്തും അടിച്ചു പൊളിച്ച് തൂഫാനാക്കി. അതിനുശേഷം കൊള്ളയടിച്ച് ജീവിച്ചു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഉണ്ട്, അത് പറയുന്നുണ്ട്, നമുക്ക് വരാം. അൻസാറുകൾ, മുഹാജിറുകൾ, രണ്ട് വിഭാഗങ്ങൾ. കാരണം അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ഇവരെ സ്വീകരിച്ച, മക്കയിൽ നിന്നും ഹിജ്റ പോയവരെ സ്വീകരിച്ച ആളുകൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയ ആളുകൾ. അപ്പോൾ ഈ അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം അവർ പല ആളുകളെയും അവരുടെ പിന്നെ വീട്ടിൽ ഒരു സഹോദരനെ പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഈ അൻസാറുകളാണ് നോക്കുക. അതേപോലെ തന്നെയാണ് അഹ്ലു സുഫ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ആളുകൾ, അവർക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഈ അൻസാറുകളായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അൻസാറുകൾക്ക് അത്രയും വലിയ പ്രാധാന്യം. അങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ എത്തിപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളെയും സ്വീകരിച്ചവർ എന്ന നിലക്കാണ് അവർ പ്രാധാന്യം പോലും. അങ്ങനെ അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അൻസാറുകൾ പല വലിയ രൂപത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഭക്ഷണം അവർ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്കും കുറേ അൻസാരികൾ ഇവിടെ ഉണ്ട്. ആ അൻസാരികളുടെ കടാക്ഷം കൊണ്ടാണ് ഞാനും ജീവിച്ചു പോകുന്നത്. അപ്പോൾ മുഹമ്മദ് നബി അൻസാരികളുടെ കടാക്ഷം കൊണ്ട് ജീവിക്കുമ്പോൾ അത് ആഹാ, ഞാൻ അൻസാറുകളുടെ കടാക്ഷം കൊണ്ട് ജീവിക്കുമ്പോൾ ഓഹോ, അതെങ്ങനെ ശരിയാവും എൻ്റെ പൊന്ന് ഇൻസസ്റ്റ് ബാസലെ? അത് ശരിയാവില്ല. ഞാൻ ബൈമിയ കോഫി കൊണ്ട് ജീവിക്കും, അത് മാന്യമായിട്ട് തന്നെ ജീവിക്കും, ഒരു സംശയവും വേണ്ട. മുഹമ്മദ് നബിക്ക് ഇത് ആവാമെങ്കിൽ ഞാനും ആ മാതൃക പിന്തുടരുന്നു. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഉത്തമ മാതൃക എന്നല്ലേ പറയുന്നത്. എനിക്ക് മുഹമ്മദ് നബിയിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ചില മാതൃകകളാണ്. വേറൊരെണ്ണം എടുക്കണമെന്നുണ്ട്, പക്ഷേ അത് എടുത്താൽ ഞാൻ അകത്ത് പോകും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അത് പ്രശ്നമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുക്കും. നല്ലത് എടുത്തൂടെ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലത് ഞാൻ എടുത്തു, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ബാക്കി കേൾക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു രാഷ്ട്ര തലവനായിരുന്നു. അപ്പോൾ മദീനയിൽ രാഷ്ട്രത്തലവൻ ഇത് നമ്പർ 1 ഒരു നമ്മളങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നമ്മൾ നേരത്തെ ഈ മഹാഭാരതത്തിൻ്റെ കഥ പറഞ്ഞ പോലെയാണിത്. മദീന എന്ന് പറഞ്ഞാൽ കുറച്ച് ഗോത്രങ്ങളൊക്കെ വസിക്കുന്ന ഒരു സ്ഥലം, അവിടുത്തെ ഒരു നേതാവായിരുന്നു പുള്ളി. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് ഈ കൊള്ളകൾ നടത്തിയിട്ട് ആ കൊള്ള മുതൽ പങ്കിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ഇത്രയേ ഉള്ളൂ. അതിനെയാണ് ഈ രാഷ്ട്രത്തലവൻ എന്നൊക്കെ പറയുന്നത്. മദീന രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലേക്ക് മറ്റേ മഹിഷ്മതി സാമ്രാജ്യം എന്നൊക്കെ പറയണ പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞേക്കാം. അതൊന്നുമല്ല. ഒരു എന്താ പറയുക, ഒരു അങ്ങാടി, അതിനകത്ത് കുറേ ഗോത്രങ്ങൾ, അതിനകത്തുള്ളൊരു നേതാവ്, ഒരു മൂപ്പൻ, അത്രയേ ഉള്ളൂ. അതിനെയാണ് ഈ രാഷ്ട്രത്തലവൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം മുതൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ജോലി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുൻധാരണ ഉണ്ടാക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് മാത്രമല്ല, അപ്പൊ യുദ്ധമുതലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധമുതൽ നിന്ന് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുന്നോട്ട് അങ്ങനെ നീക്കുന്ന ഒരു ആരോപണമുണ്ട്. യഥാർത്ഥത്തിൽ ഭയങ്കര അബദ്ധമാണത്. കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-1 യുദ്ധം മുതൽ അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് എന്ന് പറയുന്ന ഖുർആൻ വചനമുണ്ട്. അതിന് തൊട്ട് ശേഷം ഖുർആനിൽ പറയുന്ന എന്താണ്? സമ്പത്ത് അത് നിങ്ങൾക്കിടയിൽ സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഒരു ഇക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ നിലപാടാണ് ഇസ്ലാം അവിടെ. അതായത് സമ്പത്ത് ഒരിക്കലും കേന്ദ്രീകരിക്കപ്പെടരുത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന വചനം പറയുന്ന എടുത്തുകൊണ്ട് ഒരു ആളെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണത്. അല്ല, ഇപ്പം റസൂൽ എങ്ങനെയെങ്കിലും പിന്നെ സമ്പാദിക്കണം അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണമെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ പറ്റും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ സ്വതക്ക സ്വീകരിക്കാൻ, ഹദിയ മാത്രം സ്വീകരിക്കാൻ പറ്റുമോ. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെ സമ്പത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കാൻ ഇതൊന്നും വേണ്ടല്ലോ. എന്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഇത്രമാത്രം പ്രവാചകനെ ഇത്രമാത്രം ആകൃഷ്ടനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തിയപ്പോൾ അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹത്തിന് വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ മൈനസുകൾ പറയുന്നുണ്ട്, എന്നിട്ടും വിറ്റയച്ചു പോയി, സത്യസന്ധമായി ചെയ്തു, നല്ല ലാഭം ഉണ്ടാക്കി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഷെയർ മാത്രം എടുത്തിട്ടുള്ളൂ, ഒരു കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല. ഇതാണ്. അപ്പൊ ഇങ്ങനെ നന്നായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എന്തിന് വേറൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യം? അദ്ദേഹം ഇപ്പൊ ഇവിടെ പ്രവാചകത്വം അദ്ദേഹം വാദിച്ചു എന്ന് പറയാണല്ലോ അവര്. അങ്ങനെ വാദിക്കുന്ന പ്രവാചകത്വം പറയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നതാണ്. അല്ല, ഇതിൽ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് അവിടെയുള്ള പ്രമാണിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവരെ എതിർത്തു പല രൂപത്തിൽ ഏകദേശം 8 ഓക്കെ, ഇപ്പം ഇതിൽ പറഞ്ഞല്ലോ, ഒന്ന് ഈ അൻസാരികളുടെ സഹായം, പിന്നെ ഒന്ന് പറഞ്ഞത് നബിക്ക് വേണമെങ്കിൽ ഇതുപോലെ സക്കാത്ത് സ്വീകരിക്കാമായിരുന്നു, പല വഴികൾ നോക്കാമായിരുന്നു. നബി അങ്ങനെ സ്വീകരിച്ചിരുന്നു. ഇതുവരെ മനഃപൂർവ്വം പറയാത്തതാണ്. ഈ ഖുറാനിൽ തന്നെയുള്ളൊരു സന്ദർഭമുണ്ട്. അതായത് നബിയെ കാണാൻ വരുന്ന ആളുകൾ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആയത്ത് നിങ്ങൾക്ക് കാണാം സൂറത്തിൽ. അങ്ങനെ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കും. അങ്ങനെ ആയത്ത് ഇറക്കിയിട്ട് ഇപ്പോൾ വരും നാട്ടുകാർ മുഴുവൻ കാണിക്കയുമായിട്ട് നമ്മളെ ബൈമിയ കോഫിയുമായിട്ട് വരും എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു. പാട്രിയോൺ മെമ്പർഷിപ്പ് എടുക്കാൻ ആൾക്കാർ ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ അലിയെ നമ്മളാരും കാണാൻ വരുന്നില്ലല്ലോ, ഞാനിപ്പോൾ അവരാരെങ്കിലും വല്ല 1/2 കിലോ മറ്റേ തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല ഫ്രഷ് ഈത്തപ്പഴമായിട്ട് വരുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും, ആരെയും വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ എന്താ സംഭവം? മുഹമ്മദ് നബിക്ക് ജീവിക്കാൻ കാശ് വേണം, അത് അൻസാരികൾ മാത്രം കൊടുത്തിട്ടൊന്നും തികയുന്നില്ല. അങ്ങനെ അവസാനം ഇരിക്കുമ്പോഴാണ് ഇതുപോലെ കാണിക്ക വെക്കണം എന്നുള്ളൊരായത്ത് നമ്മളുടെ ഫേക്ക് ഐഡി അള്ളാഹുവിനെ കൊണ്ട് ഇറക്കിച്ചത്. അത് വന്നപ്പോൾ എന്താ ഉണ്ടായത്? ആളുകൾ വരാണ്ടായി. കാരണം അവർ ഇതേപോലെ മുഹമ്മദ് നബി എന്തെങ്കിലും കൊള്ള നടത്തി അത് കിട്ടിയിട്ട് വേണം അതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ. അത് കൊള്ള നടക്കാതെ വന്ന ഒരു ചെറിയ പഞ്ഞമാസം എന്നൊക്കെ പറയുന്ന മാതിരി കൊള്ള നടക്കാത്ത മാസം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അലി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ ആയത്ത് ബാക്ക് ഫയർ ചെയ്തോ എന്നൊരു സംശയം. ഓ അങ്ങനെ ഉണ്ടോ, എന്നാൽ പിന്നെ നമുക്കതങ്ങ് ക്യാൻസൽ ചെയ്യാമല്ലേ എന്ന് അലിയും മുഹമ്മദും കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് അടുത്ത ആയത്ത് നമ്മളെ ഫേക്ക് ഐഡി അള്ളാഹുവിനെ കൊണ്ട് അർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കാണിക്കുന്നതായിട്ട് വരണ്ട, കാണിക്കുക വേണ്ട എന്നുള്ള പുതിയ ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് ബൈമിയ കോഫി ഞാൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആയത്ത് വരികയാണ്. അങ്ങനെ അവസാനം ആളുകൾ അവിടെ നിന്ന് തീരുമാനിക്കുന്നു, വേണ്ടല്ലോ ഇനിയിപ്പോൾ സമാധാനമായിട്ട് പോയി കാണാമല്ലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാണിക്കൊന്നും കൊടുക്കാതെ ഫ്രീ കൺസൾട്ടേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് അവിടെ പൊളിയല്ലേ, മുഹമ്മദ് നബിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. മുഹമ്മദ് നബി അത് ചെയ്തിരുന്നു, അത് ബാക്ക് ഫയർ ചെയ്തു, അത് ഫലിക്കാതെ വന്ന ആളുകൾ വരാണ്ടായി, കയ്യിൽ കാശുള്ളത് കൊടുക്കാൻ പറ്റാണ്ടായി, കാശില്ലല്ലോ പിന്നെ എങ്ങനെ കൊടുക്കുക, അലി പോലും കാണാൻ വരുന്നില്ല എന്നൊക്കെയാണ് കാണുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് അത് റദ്ദാക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. അപ്പോൾ കൊള്ളയടിച്ച് തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, കൊള്ള നടക്കാത്ത മാസങ്ങളിൽ പട്ടിണി കിടന്നിരുന്ന ഒരു വ്യക്തി, അങ്ങനെ കിടന്നപ്പോൾ ബൈമിയ കോഫി വെച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് ജീവിക്കാൻ നോക്കിയ ഒരു വ്യക്തി, അത് നടക്കാതെ വന്നപ്പോൾ അവസാനം പട്ടിണി കിടക്കുന്ന നേരത്ത് സ്വന്തം പടച്ചട്ട് ഊരി വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളുടെ കയ്യിൽ കിടക്കണ വാച്ചൊക്കെ ഊരി വെച്ചിട്ട് ഇത് പണയം വെച്ചിട്ട് നീ എനിക്കൊരു 100 രൂപ കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന പഴയ കാലം നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഇതുപോലും ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതും കൂടി പറഞ്ഞ് നിർത്താം, ഞാൻ ഇവിടെ വരത്താന്നാണ് വിചാരിച്ചത്, ഇനിയുണ്ട് ഒരു 10 മിനിറ്റ്, ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഇവരുടെ ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പോലും വ്യക്തമായിട്ട് ഇവർക്ക് മറുപടി ഇല്ല. അവരെന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിഫലമായ ശ്രമം, നമ്മൾ നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ശ്രമിക്കുന്ന ഒരു രീതി, പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, അതാണ് നമ്മളിവിടെ കണ്ടത്. അത് 8 നിലയിൽ പൊട്ടുകയാണ്. എന്തായാലും എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ ഇതേപോലെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് 100 രൂപ ഇട്ട് തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 കാപ്പിയെങ്കിലും കുടിക്കാം. 17 രൂപയും കണ്ടാണ് അവിടെ കാപ്പിക്ക് വില. അപ്പോൾ എന്തായാലും എത്ര കാപ്പി കുടിക്കാമെന്ന് നിങ്ങൾ ആലോചിച്ചു, ഒരു 5-6 കാപ്പിയെങ്കിലും കുടിക്കാമല്ലോ. അത് ഞാനിവിടെ സാധിച്ചു. അപ്പോൾ അതേപോലെ വലിയ നന്ദിയുണ്ട്. അതേപോലെ ഇനി കാപ്പി തരേണ്ട ആളുകൾക്ക് കാപ്പി തരാം.
ഈ പരിപാടി നമ്മൾ തുടരും, ഒരു സംശയം വേണ്ട. ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യും. ഇവർ പറയുന്ന അണ്ടകടാഹത്തിൻ്റെ പിന്നിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ആ ദൈവം അയാൾ പിടിച്ചുകൊണ്ട് വരാനോ ബിഗ് ബാങ്ങും മറ്റേ കലാം കോസ്മോളജി അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം 3 എണ്ണമാണ്. ഒന്ന്, ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാകാനുള്ള കഴിവ്, അതിനുള്ള യോഗ്യത, പക്വത അത് അള്ളാഹുവിനുണ്ടോ ഇല്ലേ? ഇസ്ലാം ഒരു മികച്ച മാതൃകയാണോ, ഒരു ധാർമ്മികതയുള്ള ഒരു മോഡലാണോ ഇസ്ലാം? 2, 3, മുഹമ്മദ് നബി ഒരു ധാർമ്മികതയുള്ള ഒരു പ്രവാചകൻ, ഒരു മാനവരിൽ മഹോദരനാവാനുള്ള കഴിവ്, ക്വാളിറ്റിയുള്ള ആളാണോ മുഹമ്മദ്? ഇതൊക്കെയാണ് നമ്മളുടെ വിഷയങ്ങൾ. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, വരിക. ഇപ്പോഴും ആ ഒരു ചാലഞ്ച് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാം. അതല്ലാതെയുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് സമയമില്ല എന്നുള്ളതും കൂടി ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയൊന്നുമില്ല, ഇനി ഇതിൻ്റെ കൂടുതൽ ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജബ്ബാർ മാഷും ലിയാഖത്ത് അലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ സൗകര്യം പോലെ ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വേറെ പറയാനുള്ളതുകൊണ്ട് ഞാൻ അതിന് സമയം മെനക്കെടുത്തുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മളുടെ ഡൊമൈൻ പ്രധാനമായിട്ട് അതല്ല, അത് അവരുടെ ഡൊമൈൻ തന്നെയാണ്. നമ്മളുടെ ഡൊമൈൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളുടെ വിഷയം. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും കൂടുതൽ പറയും, ഇവിടെ തന്നെ ഉണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ട്. ഫ്രാൻസിൽ നിന്ന് വരുന്ന വിഷയങ്ങൾ, അതുപോലെ മറ്റു പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് വരാം. ഏതായാലും ഈ വൈകിയ വേളയിലും നമ്മളോടൊപ്പം ഇത്ര നേരം കൂടിയ ആളുകൾക്ക് വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും അവസാനം ഒരിക്കൽ കൂടി ഈ ടീമിന്, UA ടീമിന് വലിയ നന്ദി. ഈ വിമർശന വിധേയമാക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാകാനുള്ള കഴിവുണ്ടോ, അതിനുള്ള ഒരു യോഗ്യതയുള്ള ആളാണോ എന്ന് ഓരോ വിശ്വാസിയെ കൊണ്ടും ചോദിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പോയിന്റ്സ് എടുത്തു വെച്ച് ഇതേപോലെ ഡിസ്കസ് ചെയ്ത് നമ്മളെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ചർച്ച ചെയ്യാൻ തയ്യാറായ നിങ്ങളുടെ ആ ഒരു ഛേദവികാരത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഇനിയും ഇതുപോലുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പണി എളുപ്പമാക്കി തരണം എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമ്മളുടെ കഞ്ഞിയൂടി മുട്ടും എന്നുള്ളതാണ്. എന്തായാലും നമ്മളത് തൽക്കാലം സഹിക്കണം. നമ്മൾ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. 10, 700, 800 ആളുകൾ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് അങ്ങ് വീഴുന്നില്ല. അത് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ റീച്ച് കൂട്ടാൻ നിങ്ങൾ തയ്യാറാവുക, സഹായിക്കുക. അങ്ങനെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ വീഡിയോ 21,000 പേരാണ് കണ്ടിരിക്കുന്നത്. നമ്മളുടെ വീഡിയോ നാളെ നേരം വെളുക്കുന്നതിന് മുന്നേ ഒരു 50,000 കടത്തണം എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുക. എന്നാൽ മാത്രമാണ് ഇത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, പീസ് ഔട്ട്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.